യെസ്, നമസ്കാരം ടീച്ചറെ. എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം. യെസ്, നമ്മളുടെ ഇസ്ലാമിക പണ്ഡിതയോട് ചോദിക്കാം എന്ന നമ്മളുടെ പരിപാടി, അതിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡാണ് ഇന്ന് നമ്മളിവിടെ കൊണ്ടാടുന്നത്. അപ്പോൾ അതിലേക്ക് വീണ്ടും നമ്മളുടെ പ്രിയപ്പെട്ട ടീച്ചർ ജാമിദ ടീച്ചർക്ക് സ്വാഗതം. ഞാനിതിൻ്റെ കുറിപ്പിലെഴുതിയ കാര്യം തന്നെയാണ് എനിക്ക് ഒന്നുകൂടി ആവർത്തിക്കാനുള്ളത്. കേരളത്തിൽ നിലവിലുള്ള ഒരു സാഹചര്യം എടുത്ത് നോക്കുമ്പോൾ അതിൽ ഇപ്പോൾ നമ്മൾ ഇസ്ലാമിക പണ്ഡിത എന്ന് എടുത്തു പറയാൻ ആരെയും നമുക്ക് കിട്ടാറില്ല. ചില ആളുകൾ പ്രത്യക്ഷപ്പെടാറൊക്കെ ഉണ്ട്. അതിപ്പോൾ നമ്മളുടെ ചില റൈഹാനത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് ജമാഅത്ത് ഇസ്ലാമിയുടെ ചില ആളുകളൊക്കെ വരുന്നത് കണ്ടിട്ടുണ്ടാവും. എന്നാലും അവർ വായ തുറന്നാൽ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ എല്ലാ പണ്ഡിതന്മാരും എന്തൊക്കെയാണോ പറയുന്നത് അതിൻ്റെ ഒരു ഫീമെയിൽ വേർഷൻ എന്നുള്ള രീതിയിൽ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയാറുള്ളൂ. അപ്പോൾ അതിൽ നിന്നെല്ലാം വ്യത്യസ്തം ആയിക്കൊണ്ട് ടീച്ചർ വളരെ കാലങ്ങൾക്ക് മുന്നേ തന്നെ ഇതിൽ കൃത്യമായ രീതിയിൽ ഇടപെടുകയും മതത്തിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ വളരെ ഉറച്ച ശബ്ദത്തോടു കൂടി അത് ഉറക്കെ പറയാൻ ടീച്ചർക്ക് സാധിച്ചിട്ടുണ്ട്. അതിലാണ് നമ്മളൊക്കെ വീണുപോയിട്ടുള്ളതും. എന്ന് വെച്ചാൽ ഇപ്പോൾ ഹദീസ് ക്രോഡീകരണവുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ടീച്ചർ പണ്ട് നടത്തിയിട്ടുള്ള കാര്യം, സ്ത്രീയുടെ ശവപറമ്പാണ് ഇസ്ലാം എന്നുള്ള രീതിയിൽ നടത്തിയിട്ടുള്ള പ്രഭാഷണമൊക്കെ പണ്ട് ഞാൻ വിശ്വാസിയായിരിക്കുമ്പോൾ തന്നെ കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ മാറി ഇന്നിപ്പോൾ നമ്മൾ എത്തി നിൽക്കുമ്പോൾ ഇവിടെ വീണ്ടും നമ്മളുടെ ചുറ്റുവട്ടത്തുള്ള പല ഇസ്ലാമിക പണ്ഡിതന്മാർക്കും മറുപടി കൊടുക്കാൻ നമ്മൾ തന്നെ വീണ്ടും വരേണ്ട അവസ്ഥ, അതിൽ ടീച്ചർ തന്നെയാണ് അതിൽ മുൻപന്തിയിൽ നിൽക്കുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് അത്തരത്തിലുള്ളൊരു വിഷയമാണ് ചർച്ച ചെയ്യാനുള്ളത്. അത് നമ്മളെ ഖദീജ ബീവി എന്ന് പറയുന്ന ഇസ്ലാമിലെ പ്രധാനപ്പെട്ട വ്യക്തിയായ മുഹമ്മദ് നബിയുടെ ആദ്യ ഭാര്യ, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില വിഷയങ്ങൾ. അത് സാന്ദർഭികമായിട്ട് എന്താണ് അതിൻ്റെ ഒരു പശ്ചാത്തലം എന്നൊന്ന് ചുരുക്കി പറയാം. ഞാൻ ചില വീഡിയോകളിൽ സ്ഥിരമായിട്ട് പറയുന്ന കാര്യമാണ്, അതായത് ഇസ്ലാം സ്ത്രീകളെ വളരെ വലിയ തോതിൽ എംപവർ ചെയ്യുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇവർ പറഞ്ഞു വെക്കുന്ന കുറേ കാര്യങ്ങൾ പറയാറുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളൊരു ലൈവ് ചെയ്യുന്ന സമയത്ത് ലൈവായിട്ട് മുഹമ്മദ് നബിയെ ഊക്കാൻ വേണ്ടിയിട്ടൊരു വിശ്വാസി വരികയും 10 ഗുണങ്ങൾ ചോദിച്ചപ്പോൾ 10 ഗുണങ്ങൾ പറഞ്ഞിട്ട് പോകുന്നൊരു കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ അതിനെയൊക്കെ നമ്മൾ വിമർശിച്ച കൂട്ടത്തിൽ നമ്മൾ പറഞ്ഞു, അതായത് മുഹമ്മദ് നബി വന്നിട്ട് ചെയ്ത ചില പ്രവൃത്തികളുടെ ഭാഗമായിട്ട് അത്യാവശ്യത്തിന് ഒരു നിലയും വിലയൊക്കെയുള്ള ഒരു ആത്മാഭിമാനമുള്ള ഒരു സ്ത്രീയെ പിടിച്ച് പച്ചയായിട്ട് പറഞ്ഞാൽ വേശ്യയാക്കുന്ന പരിപാടിയാണ് മുഹമ്മദ് നബി ചെയ്തു വെച്ചത്. അതിൽ ഏറ്റവും ആദ്യത്തെ ഇര എന്ന് പറയുന്നത് ഖദീജ ബീവി തന്നെയാണ്. കാരണം മുഹമ്മദ് നബി പഠിപ്പിക്കുന്നത്, ഹദീസുകളിൽ നമ്മൾ വായിക്കുന്നത്, സ്വന്തം വിവാഹം അത് ഏതെങ്കിലും ഒരു സ്ത്രീ അത് നടപ്പിലാക്കാൻ വേണ്ടി മുന്നോട്ട് വരിക, അത് ആലോചിക്കുക, അതുപോലെ വേറെ ഒരാളുടെ വിവാഹത്തിന് വേണ്ടിയിട്ട് മുന്നോട്ട് വരിക എന്ന് പറയുന്ന കാര്യം ചെയ്താൽ അവൾ അഡൾട്രസ് ആണ് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്, ഹദീസിൽ കാണുന്നത്. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വന്തം ഭാര്യ ഖദീജ ബീവി, മുഹമ്മദ് നബിയുടെ ആദ്യ ഭാര്യ, ഒരു അഡൾട്രസ് ആണ് എന്ന് പറഞ്ഞപ്പോൾ ഇതൊരു നുണയാണ് എന്ന് പറഞ്ഞ് നമ്മളുടെ ആന മയിൽ ഒട്ടകം അവർ മുന്നോട്ട് വരികയും അവർ വലിയ വീഡിയോ ഒക്കെ ചെയ്യുകയൊക്കെ ഉണ്ടായി. അപ്പോൾ നമ്മളിത് സ്ഥിരം പറഞ്ഞ് ഇതിൻ്റെ തെളിവുകളൊക്കെ കാണിച്ചത് തന്നെയാണ് നമ്മൾ പറയാറുള്ളത്. അപ്പോൾ അതിനെ ഖണ്ഡിക്കാൻ വേണ്ടിയിട്ട് അവർ ചില വാദങ്ങളൊക്കെ വെച്ചതിൽ നിന്നുമാണ് നമ്മൾ ഇന്ന് ചില കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ എന്തായാലും ഖദീജ എത്രത്തോളമാണ് ഈ ഇസ്ലാമിൽ നിറഞ്ഞു നിൽക്കുന്നത്, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ തുടക്കമിട്ടുകൊണ്ട് പറയാൻ വേണ്ടി ഞാൻ ടീച്ചറെ ഒന്ന് ക്ഷണിക്കുകയാണ്. തുടങ്ങിക്കോളൂ. എല്ലാ പ്രേക്ഷകർക്കും വീണ്ടും ഒരിക്കൽ കൂടി ആരിഫിന്റെ ചാനലിൽ കാണാൻ കഴിഞ്ഞതിൽ വളരെ സ്വാഗതം, വളരെ സന്തോഷം. ലൈവ് പോകുന്നുണ്ടാവും, ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ഓക്കെ, ഒരിക്കൽ കൂടി നമ്മൾ ജോയിന്റ് ആയിട്ട് ഒരിക്കൽ കൂടിയാണല്ലോ, മൂന്നാമത്തെ തവണയല്ലേ? മൂന്നാമത്തെ തവണ. ഓക്കെ, വീണ്ടും കാണാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം. ഖദീജ വിവാഹത്തെ സംബന്ധിച്ച് നമുക്കറിയാം, പല ആളുകളും പറയും, ഇവിടെ എന്റെ ഹസ്ബൻഡ് നല്ലൊരു വിശ്വാസിയാ, അദ്ദേഹം പറയുന്നത് 10 മിനിറ്റ് ആരിഫിനോട് എനിക്ക് സംസാരിക്കാൻ കിട്ടിയാല് ആരിഫിനെ കൊണ്ട് ഞാൻ ഷഹാദത്ത് ചൊല്ലിപ്പിക്കും എന്നാണ് പറഞ്ഞത്. അപ്പോ എന്റെ ചെറിയ മോനുണ്ട്, ഭയങ്കര ട്രോളിന്റെ ഉസ്താദാണ്, അഗ്ഗടിക്കാൻ മിടുക്കനാണ്. അപ്പൊ അവൻ പറഞ്ഞു, എന്തിനാണ് ആരിഫ് അങ്കിളിന്റെ അടുത്തേക്കൊക്കെ പോണത് പപ്പ? ഇവിടെ ഉള്ളേ ഉമ്മച്ചി, ഉമ്മച്ചി ഇവിടെ ഇല്ലേ? 10 മിനിറ്റ് എന്തിനാ പപ്പ? 10 ദിവസം എടുത്തു. പെട്ടെന്ന് ഇങ്ങനെ ട്രോളി കുട്ടിക്ക് ഇങ്ങനെ ഇപ്പോഴത്തെ പിള്ളേർ അങ്ങനെയാണല്ലോ, വളരെ പെട്ടെന്ന് വരും. അപ്പൊ എന്നോട് ഒരു ദിവസം ചോദിച്ചു, എനിക്ക് ഫോൺ ചെയ്യാൻ അവസരമുണ്ടോ? പിന്നെ എന്തൊക്കെ ഡയറക്റ്റ് ആയിട്ട് വിളിക്കണോ? അതല്ല കോളിംഗ് പ്രോഗ്രാമിൽ വിളിക്കണോ? എങ്ങനെ വേണമെങ്കിലും വിളിക്കാം. അതല്ല ഖുർആൻ അറബിയാണെങ്കിൽ നിങ്ങൾ എങ്ങനെ പറയും? അല്ല, അവിടെ വിളിച്ച് നിങ്ങൾ അങ്ങനെ സംസാരിക്കും, ഞങ്ങൾ തമ്മിൽ അങ്ങനെ കോർക്കാറില്ല. അപ്പൊ എന്നാ പിന്നെ അങ്ങനെ ആകട്ടെ എന്ന് വിചാരിക്കും. അതുപോലെ ഈ ഖദീജയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് ആയിഷയുടെ വിവാഹം ഏതാണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം പൊളിച്ചടുക്കിയിട്ടുണ്ട്. മറുപടിയുമായിട്ടൊന്നും ആരും വന്നിട്ടില്ലല്ലോ, അല്ലെ? നമ്മൾ ഒരുപാട് റെഫറൻസുകൾ ഇട്ടിട്ടാണ് സംസാരിച്ചിട്ടുള്ളത്. ഇപ്പോഴും അതുപോലെ നമ്മൾ റെഫറൻസുകൾ തന്നെയാണ് പ്രധാനം. നമ്മുടെ എതിരെ തിരിയാനുള്ള ഒരു അവസരം നമ്മൾ കൊടുക്കരുത്. ഇപ്പം 6-ാം നൂറ്റാണ്ടില് വളരെ സമ്പന്നയായ, കുലീനയായ, തറവാടിത്തമുള്ള, ആർജവമുള്ള നല്ല ഒരു പവർഫുൾ ലേഡി ആയിരുന്നു അവര്. ഇവരെ നോക്കിയിട്ടാണ് പ്രവാചകൻ
വിവാഹം കഴിക്കാനുള്ള 4 മാനദണ്ഡങ്ങൾ പോലും പഠിപ്പിച്ചത്. അതിലൊന്ന് സമ്പത്താണ്, 2 സൗന്ദര്യമാണ്, 3 തറവാടിത്തമാണ്, 4 ദീനാണ്. ഇത് 4ഉം പറഞ്ഞിട്ട് ആദ്യം സമ്പത്ത്, രണ്ടാമത് സൗന്ദര്യം, 3 തറവാടിത്തം, 4 ദീന്. എന്നിട്ട് അവസാനം പറയാണ് ദീനുള്ളവളെ നീ സ്വന്തമാക്കിക്കോളാൻ. അപ്പൊ സ്ത്രീധനം വാങ്ങാനും സൗന്ദര്യം നോക്കാനും ഇതൊക്കെ പ്രവാചകനിലൂടെ വന്നതാ. നബി നോക്കിയപ്പോ നബി ഇനിയും കല്യാണം കഴിക്കുമോ ഇല്ലെന്നുള്ള കാര്യം അറിയില്ലല്ലോ, ഇതുകൊണ്ട് അവസാനിക്കുമെന്നാണ് കക്ഷി വിചാരിച്ചിരുന്നത്. അതുകൊണ്ടൊന്ന് വെള്ള പൂശാൻ വേണ്ടിയിട്ട് ഖദീജ വിവാഹത്തെ നബി എടുത്ത് വിവാഹത്തിനുള്ള മാനദണ്ഡമാക്കി മാറ്റിയതാ. അപ്പൊ ഖദീജ വിവാഹം പലപ്പോഴും നമ്മുടെ എം എം അക്ബറൊക്കെ പറയാറുണ്ട്, എന്ത് ത്യാഗമാണ് പ്രവാചകൻ ചെയ്തത്. ആ കാലഘട്ടത്തിൽ പ്രവാചകന് വിവാഹം കഴിച്ചു കൊടുക്കാൻ പെണ്ണുങ്ങളെയും കൊണ്ട് ലേലത്തിന് ഇറങ്ങുന്നത് പോലെ വാപ്പമാര് ഇറങ്ങുമായിരുന്നാ. മമ്മതെ ഒന്ന് കെട്ടുവോ, മമ്മതെ പ്ലീസ് ഒന്ന് കെട്ടുവോടാ, ഒന്ന് കെട്ടുവോടാന്ന് ചോദിച്ചിട്ട് അപ്പോഴും മമ്മത് പറയും പ്ലീസ് എനിക്ക് കുഫൈത്ത് തന്നിട്ടില്ല, എന്നെ ഉപദ്രവിക്കരുത് പ്ലീസ്. കാരണം കുഫൈത്ത് അറിയാമോ ആരിഫിന്? എന്താണ് കുഫൈത്ത്? പ്രവാചകൻ ഒരിക്കല് ഒരിടത്ത് മാറിപ്പോയിരുന്നു, ഭയങ്കര വിഷാദമാളിന്, ഭയങ്കര സങ്കടം. അപ്പോ എന്താണെന്ന് അറിയില്ല, അങ്ങനെ ജിബ്രീൽ പ്രത്യക്ഷപ്പെട്ടു. ജിബ്രീൽ എന്ന് ചോദിച്ചു എന്ത് പറ്റി മുഹമ്മദ് അണ്ണ, ചുമ്മാ കരഞ്ഞോണ്ടിരിക്കുന്നല്ലോ. അപ്പൊ അണ്ണൻ പറഞ്ഞു, ഡേ എനിക്ക് പഴയതുപോലൊന്നും അത്ര സ്റ്റാമിന ഒന്നും പോരാ. അന്ന് നമ്മുടെ മുസ്ലിം പവർ എക്സ്ട്രാ ഇല്ലല്ലോ, ഹിന്ദു പവർ എക്സ്ട്രാ ഒന്നും അങ്ങനൊന്നും ഇല്ലല്ലോ. അപ്പം ഒന്നും അങ്ങോട്ട് പറ്റുന്നില്ലടേ പഴയതുപോലൊന്നും, എന്ത് ചെയ്യാ, എനിക്ക് വല്ലാത്ത വിഷമമാണ് എന്ന് പറഞ്ഞു. അപ്പൊ ജിബ്രീല് പറഞ്ഞു നിക്കടേ, അതിന് പരിഹാരം ഉണ്ടാക്കി തരാനല്ലേ ഞാൻ ഇരിക്കുന്നത്. പടച്ചോൻ ചിലപ്പോ നോക്കിക്കാണും, പടച്ചോൻ ഇങ്ങനെ ഒളിഞ്ഞു നോക്കുന്ന ആളാണല്ലോ. അപ്പൊ പടച്ചോന് ചിലപ്പം ബോധ്യപ്പെട്ടിട്ടായിരിക്കും ജിബ്രീലിനെ പറഞ്ഞു വിട്ടത്, അറിയില്ല. അങ്ങനെ ജിബ്രീലിൽ നിന്നൊന്ന് കറങ്ങി, എന്നിട്ട് പെട്ടെന്ന് മാംസം അടങ്ങിയ ഒരു ഭക്ഷണം എടുത്തിട്ട് നബിയുടെ കൈ കൊടുത്തു. നബി ഇത് കഴിച്ചതും നബി അന്നേരം തന്നെ ജിബ്രീലിനോട് പറയാണ്, എനിക്ക് 40 പുരുഷന്റെ ശക്തി ഉള്ളത്. മറ്റേ 30 പുരുഷന്റെ ശക്തി അനസ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ, ഇത് നബി തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ നേരിട്ട്. മറ്റേത് അനസ് ആവുമ്പോ ഒന്നുകിൽ അനസ് അനുഭവിച്ചിട്ടുണ്ടാവും, അതല്ലെങ്കിൽ അനസ് ഒളിഞ്ഞു നിന്ന് നോക്കിയിട്ടുണ്ടാകും, അതല്ലെങ്കിൽ അനസിനോട് നബി അനുഭവിച്ച ആരെങ്കിലുമോ പറഞ്ഞിട്ടുണ്ടാകണം. ഇതൊക്കെയാണല്ലോ മാനദണ്ഡം നമ്മൾ യുക്തിപരമായിട്ട് ചിന്തിക്കുമ്പോൾ. ഇത് നബി തന്നെ പറഞ്ഞതാ, എനിക്ക് 40 പുരുഷന്റെ ശക്തിയുള്ള, ചിലപ്പോ 8 കാലം മൂഞ്ഞായിരിക്കും കേട്ടോ, ഞാനതാണ് മനസ്സിലാക്കുന്നത്, പോട്ടെ. അപ്പോ ഈ ഖദീജയുടെ വിവാഹത്തെ ഇവര് ത്യാഗം ഊട്ടി ഉറപ്പിക്കുന്നതിന് വേണ്ടി പറയും. നമുക്ക് സപ്പോസ് നമ്മളൊന്ന് ആലോചിച്ചാൽ മനസ്സിലാകും. വാപ്പ ആരെന്ന് അറിയില്ല, ഒരു പയ്യൻ, ഈ പയ്യന്റെ ജോലി അങ്ങാടിയിൽ എല്ലാവരെയും സഹായിക്കലാണ്. ആ കുട്ടി എടുത്തോടെ വെക്കണമെന്ന് പറയുമ്പോ അത് എടുത്തു വെക്കുക, ഈ ചാക്ക് എടുത്തോടെ വെക്കണം, ഇങ്ങോട്ട് പാടാന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് പറയും, അങ്ങോട്ട് പോടാന്ന് പറയുമ്പോ അങ്ങോട്ട് പോകും. അങ്ങനെ പറയുമ്പോ ഒരാള് തലയ്ക്ക് തട്ടുകയാണ്, മാറി നിന്നിട്ട് നിനക്ക് ഞാൻ ശരിയാക്കി തരാടാ, എനിക്കും വരുവാടാ ഒരു ദിവസം. അത് സ്വാഭാവികമായിട്ടുള്ള ഒരു റിയാക്ഷനും ഒരു പ്രതികാര ചിന്തയുമാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കക്ഷി ഇവനെയൊക്കെ, എന്നെ ഇന്ന് അടിക്കുന്നവനുണ്ടല്ലോ, എന്റെ തോളിൽ തട്ടുന്നവനും ചെവിക്ക് പിടിക്കുന്നവനെയും ഒക്കെ നാളെ എന്റെ ചൂണ്ടുവിരലിട്ട് കറക്കാൻ എനിക്കൊരു അവസരം വരും. നമ്മുടെ അലക്സാണ്ടർ ചവിട്ടി നിന്ന ഭാഗങ്ങളെല്ലാം സ്വന്തമാക്കിയതുപോലെ ശരി എനിക്കൊരു അവസരം വരുമെന്ന് ഇങ്ങനെ മോഹിച്ചപ്പോഴാണ് കക്ഷി ഇങ്ങനെ, ഒന്നാമത്തെ കാര്യം കക്ഷിയെ കുന്നിൻ ചെറിയിലെ ഈത്തപ്പനെ ഇങ്ങനെയായിരുന്നു നബിയെ വിളിച്ചിരുന്നത്. ഹദീസുകളാണ് കേട്ടാ, ഇതെല്ലാം സ്വഹിയായ റിപ്പോർട്ടുകളാ. ആരെടുത്ത് ക്രോസ് ചെക്ക് ചെയ്താലും ഞാൻ അതിന്റെ റെഫറൻസ് ഇട്ട് വരും. എന്തായാലും ആനമയിൽ ഒട്ടകം എന്നെ പിടിക്കില്ല, 100% എനിക്ക് ഉറപ്പാ. കാരണം ഒന്നിലാണ് അവര് പിടിക്കുന്നതെങ്കിൽ 9 എണ്ണം ഞാൻ റെഫറൻസ് അടക്കം എടുത്തങ്ങോട്ട് ഇട്ട് കൊടുക്കും. അതൊന്ന് ടീച്ചർ പറയണം, ഈ ആനമയിലൊട്ടകം ടീമിന്റെ മുതലാളിയും ടീച്ചറും ഒരേ കോളേജിലാണ് പഠിച്ചെന്നുള്ളത് ഞാൻ ഈ അടുത്ത് അറിയുന്നത്. ജാമിയ നദി വർഗ കോളേജ്. അതെ. അല്ല അങ്ങനെയാണല്ലോ. ഇപ്പൊ നമ്മൾ രണ്ടുപേരും നമ്മുടെ വാപ്പാടെ മക്കളാണെന്ന് വിചാരിക്കുക. ഒരു വാപ്പ ഇപ്പോ ആരിഫിന് ബിരിയാണി തന്നു, എനിക്ക് തന്നില്ല. എന്നിട്ട് വാപ്പ എന്നെ പിടിച്ച് പൊതിരി അടിക്കുക, എന്താ നീ തിന്നാത്തത്, എനിക്ക് തന്നില്ലല്ലോ. അപ്പൊ ഒരു കോളേജിൽ പഠിച്ചത്, അവർക്ക് അല്ലാഹു സന്മാർഗം കൊടുത്തു, എനിക്ക് തന്നില്ല. രണ്ടുപേരും പഠിച്ചത് ഒന്ന് തന്നെ. ഞാനാണെങ്കിൽ പഠിക്കുന്ന കാലത്തെ സംവാദത്തിനൊക്കെ പോയിരുന്ന ആളാ, സമാജം, പ്രസംഗം, ഇതിനൊക്കെ പോയിരുന്ന ആളാ. അത് പോട്ടെ. അപ്പൊ ഇങ്ങനെ കക്ഷി ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്, എനിക്കൊരു അവസരം വരും എന്ന് നോക്കിയിരിക്കുന്ന ഒരു കാഴ്ചയാണ്. അപ്പോ നബി ഇങ്ങനെ നോക്കി, ശരി കുന്നിൻ ചെരുവിലെ ഈത്തപ്പനെ എന്നാണ് എന്നെ വിളിക്കുന്നത്. അതായത് നമ്മുടെ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ തന്തയില്ലാത്തവൻ, നട്ട് നനയ്ക്കാതെ വേണ്ടാതെ ഉണ്ടാക്കിയില്ലാക്കി വിളയക്കളഞ്ഞെന്നൊക്കെ നമ്മുടെ നാട്ടിൽ പറയും. ശരി, നബിയെ തന്തയില്ലാത്തവൻ എന്നല്ല ഞാൻ പറഞ്ഞിട്ടോ, നബിക്ക് അബ്ദുള്ള ഉണ്ട്, പാപ്പയുണ്ട്, ഒരു തറവാടിയായ ഉമ്മയുണ്ട് ആമിന, രണ്ടുപേരും നരകത്തിലാണെന്നുള്ളതേ ഉള്ളൂ. നബി തന്നെ പറഞ്ഞതാണ്, എന്റെ മാതാപിതാക്കൾ നരകത്തിലാണ്. ഒരുത്തനിരുന്ന് കരയുന്ന കണ്ടപ്പോ നീ വിഷമിക്കണ്ടടാ, എന്റെ മാതാപിതാക്കൾ നരകത്തിൽ. നമുക്ക് കറണ്ട് പോകുമ്പോഴേ അപ്പുറത്ത് എത്തി നോക്കുമ്പോ സമാധാനം അവർക്കും ഇല്ലല്ലോ. അതുപോലെ നബി ഒരുത്തനെ സമാധാനിപ്പിച്ചതാണ്, ഇരിക്കട്ടെ.
അപ്പൊ ഇങ്ങനെ അപ്പൊ തന്തയില്ലാത്തവനെ എന്നെ ഇങ്ങനെ വിളിക്കുന്നുണ്ട്. കാരണം അബ്ദുള്ള എന്ന് പറഞ്ഞ ഖുറൈശി ഗോത്രത്തിലേക്ക് നബിയെ ചേർത്ത് പറയുന്നുണ്ട്. അവരുമായിട്ട് കുലബന്ധം പോലും ഇല്ല, അവര് അറിഞ്ഞിട്ടില്ല. അപ്പൊ ഇങ്ങനെ ചേർത്ത് പറയുമ്പം അബ്ദുള്ള മരിച്ച് 2.5 വർഷത്തിന് ശേഷമാണ് ആമിന പ്രവാചകനെ പ്രസവിക്കുന്നത്. പ്രവാചകന്റെ അത്ഭുത ജനനം എന്നും പറഞ്ഞ് ഒരു പാർട്ട് തന്നെയുണ്ട്. അപ്പൊ ഇസ്ലാമിന്റെ ഒരു ചരിത്ര പുസ്തകമുണ്ട്, നൂറുൽ യഖീൻ എന്നാണ് പറയുന്നത്. അത് എടവണ്ണയുള്ള അബ്ദുസലാം സുലമി എന്റെ അധ്യാപകനായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യയുണ്ട് അസ്മാബി ടീച്ചർ, എന്നെ ഖുർആൻ ബൈഹാർട്ട് ചെയ്ത് ചെയ്യിപ്പിച്ചിരുന്ന അധ്യാപികയാണ്. അപ്പൊ അദ്ദേഹമാണ് ഇത് പരിഭാഷപ്പെടുത്തിയത്. അതിനകത്തുണ്ട് നബിയുടെ അത്ഭുത ജനനം, അതിനകത്ത് ഈ ഭാഗങ്ങളെല്ലാം പറയുന്നുണ്ട്, ഞാൻ ഈ പറഞ്ഞതെല്ലാം. അപ്പോ നബി അത്രയും 2.5 വർഷം വരെ ആമിന ഗർഭം ധരിച്ചു എന്ന് പറയുന്നുണ്ട്. അതിന്റെ കൂടെ 2.5, അതിനകത്ത് 2.5 അതിനകത്ത് 2.5 സീറത്ത് ബിൻ ഹിഷാമിലാണ് 4 വരെ. പിന്നെ ഇമാം മാലിക്കിന്റെ ഒരു അൽ ഉമ്മ എന്നൊരു പുസ്തകമുണ്ട്, അതിനകത്ത് കർമ്മശാസ്ത്ര ഗ്രന്ഥം, അതിനകത്ത് വേറെ 4 അധികം പറയും. അൽ ഉമ്മ. ഗർഭം തന്നെ. അതെ അതെ. അല്ല അവർക്ക് ഗർഭം ധരിക്കേണ്ട ആഗ്രഹങ്ങളായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇസ്ലാമിലെ മുലകുടി ബന്ധം ഗർഭം എത്രയാണെന്ന് അറിയാമോ? 2 വയസ്സ് വരെ മുല കൊടുക്കാൻ പറയും. അത് പോട്ടെ, വേറൊരു വിഷയമാണത്. അത് കുറെ ഉണ്ട്. 6 മാസമാണ് ഖുർആനിലെ 6 മാസമാണ് ആകെ ഗർഭധാരണത്തിന്റെ സമയം. ഖുർആനിൽ പ്രകാരം 2 ഖുർആൻ വചനങ്ങളാണ് ഇതിൽ പറയുന്നത്. വിട്ടിരിക്കട്ടെ, വലിയൊരു ടോപ്പിക്കാണത്. അങ്ങനെ ഈ കക്ഷിയെ ഇങ്ങനെ തന്തയില്ലാത്തവനെന്നൊക്കെ വിളിച്ചിരുന്ന സമയത്ത് ഇങ്ങനെ വാപ്പയില്ല, ഉമ്മയില്ല, സംരക്ഷിക്കാൻ ആരുമില്ല, തറവാടില്ല, കക്ഷി എവിടെയെങ്കിലും ഒക്കെ കിടന്നുറങ്ങും. അങ്ങനെയുള്ള ഒരാൾക്ക് എന്റെ മോളെ ഒന്ന് കെട്ടുകൂടെ എന്ന് ചോദിച്ചാൽ അത്രയ്ക്ക് ദാരിദ്ര്യമായിരുന്നു ആ കാലത്ത്. അപ്പൊ നബി ഒന്നാമത്തെ കാര്യം ആരും അടുപ്പിക്കുമായിരുന്നില്ല. ഒന്നാമത് ഇത് തന്നെയാണ്. കാരണം അവിടെ പ്രത്യേകിച്ച് ഗോത്രങ്ങൾ തമ്മിലുള്ള കലഹങ്ങളായിരുന്നു. ചെറിയ ചെറിയ കലഹം. അതായത് ഇയാടെ കന്നുകാലി അപ്പുറത്തെ വീട്ടിലെ പറമ്പിലേക്ക് കയറിയാല് ഇവര് തമ്മിൽ അടിയായി. പരസ്പരം വാക്കേറ്റമേ ഉണ്ടായിരുന്നുള്ളൂ. നബി വന്നിട്ട് ഇവരുടെ കയ്യിലേക്ക് ഇരുമ്പ് നമുക്ക് തന്നിട്ടുണ്ടേ, ഇവരുടെ വെറുതെ പറഞ്ഞ് നിങ്ങൾ ബുദ്ധിമുട്ടുന്നേ, ഇരുമ്പ് പടച്ചോൻ തന്നത് പ്രയോജനപ്പെടുത്തടേ എന്ന് പറഞ്ഞിട്ട് ആയുധങ്ങളൊക്കെ വെച്ചിട്ട് യുദ്ധം ചെയ്യാൻ പ്രേരിപ്പിച്ച്. തന്നെയല്ല, കക്ഷി ഒരു പോയിന്റും കൂടി ഇട്ട് കൊടുത്തു, ചൈനയിൽ ചെന്നിട്ടായാലും നിങ്ങൾ വിജ്ഞാനം സ്വീകരിക്കണമെന്ന്, ആയുധകലെ. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കക്ഷി മക്കയിലെത്തുന്നു. ആ സമയത്ത് ഒരു 10-25 വയസ്സാണുള്ളത്. സമയത്ത് ഖദീജയെ കണ്ടു. കക്ഷിക്ക് മോഹം ഉദിച്ചു. എവിടെ നിന്നൊക്കെയോ കടവും ഇടവൊക്കെ വാങ്ങിച്ച് കക്ഷി ആയിഷ എങ്ങനെയെങ്കിലും ഇവരെ ഇംപ്രസ് ചെയ്യിപ്പിക്കണ്ടേ. ഈ കാലഘട്ടത്തില് എനിക്കൊരു മോനുണ്ട്, ഹോട്ടൽ മാനേജ്മെന്റ് പഠിക്കുക, +2 കഴിഞ്ഞിട്ട്. അവനാണെങ്കിൽ ഇവിടുന്ന് എന്നെ കൊണ്ട് കരഞ്ഞു വിളിച്ച് വണ്ടിക്കുള്ളിക്ക് പൈസയും വാങ്ങിച്ചുകൊണ്ട് പോകും. എന്നിട്ട് പെൺകുട്ടികൾക്ക് ഐസ്ക്രീമും ഒക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് കക്ഷി നടന്നു വരും. നീ എന്തിനാടാ ഇത്രയും ത്യാഗം സഹിക്കുന്ന? അല്ല, അവര് ചോദിക്കുമ്പോ ഞാൻ എന്ത് പറയും, ത്യാഗം സഹിക്കുന്നതാണ്. അതുപോലെ പിന്നെ ഈ ഖദീജയ്ക്ക് മൈസറത്ത് എന്ന് പറഞ്ഞ വളരെ വിശ്വസ്തയായിട്ടുള്ള ഒരു സേവക ഉണ്ടായിരുന്നു. അപ്പൊ ഈ സ്ത്രീ ഇങ്ങനെ നബിയെ കുറിച്ച് പലപ്പോഴും കേട്ട് ഭയങ്കര വിശ്വസ്തനാണ്. ഈ വിശ്വസ്തനാണെന്ന് പറഞ്ഞത് അദ്ദേഹം തന്നെയാണ് കേട്ടോ, വേറെ ആരും അറിഞ്ഞിട്ടില്ല. വിമൽ കുമാർ എന്ന് എന്നെ ഞാനാണ് വിളിക്കുന്നതെന്ന് ദിലീപ് പറയുന്നില്ലേ ഏതൊരു സിനിമയില്, അതുപോലെ വിശ്വസ്തനെന്ന് കക്ഷി തന്നെ വിളിക്കുന്നതാ. അങ്ങനെ പിന്നെ മൈസറത്ത് അറിയുന്നു. മൈസറത്ത് എന്ന് പറയുന്ന അടിമ സ്ത്രീ ചെന്ന് ഖദീജയോട് പറയുന്നു, അതെ ഇങ്ങനൊരാള് വന്നിട്ടുണ്ട്, യുവാവാണ്. ഖദീജ ആണെങ്കിൽ 2 കല്യാണവും കഴിഞ്ഞ് മക്കളും ഒക്കെ ആയിട്ട് ഭർത്താവിനെ ഒക്കെ ഒഴിവാക്കി, ഒരാൾ മരിച്ചു. അങ്ങനെ നിൽക്കുന്ന സമയമാണ്. എന്നാ പിന്നെ അയാളെ വിളിച്ചു. അപ്പൊ അയാൾക്കും ഒരു ജോലി വേണം. അങ്ങനെ വന്നു. ശരി, ജോലി കൊടുത്തു. കക്ഷി എവിടെയൊക്കെയോ സിറിയയിലേക്കാണെന്ന് പോയത്. പലയിടത്തും പോയി ബിസിനസ് ഒക്കെ ചെയ്ത്, കച്ചവടം ഒക്കെ ചെയ്ത് കൂടുതൽ പൈസ കൊണ്ടുവന്നു. നിങ്ങൾ കടം വാങ്ങിച്ചതുപോലെ ആയിരിക്കും. കൂടുതൽ കൊണ്ടുവന്നിട്ട് പറഞ്ഞു, നല്ല ലാഭമുണ്ട് കേട്ടോ, ഇംപ്രസ് ചെയ്യിപ്പിക്കാനുള്ള ഒരു ഐഡിയ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അതുവരെ ഒരുപാട് ആളുകൾ ഇവരുടെ കൂടെ നിന്നിട്ട് പോലും ഇത്രയും ലാഭം കിട്ടിയിട്ടില്ല. അങ്ങനെ എന്നാ ശരി, പിന്നെ വിശ്വാസം നേടിയെടുക്കുക എന്നുള്ളതാണല്ലോ. അപ്പൊ ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് എ ബെസ്റ്റ് ഇംപ്രഷൻ. ഖദീജ ഇംപ്രസ്ഡ് ആയി. ശരി, എന്നാ കുഴപ്പമില്ല. വാപ്പയോട് കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുന്നു. അപ്പൊ അവരാരും സമ്മതിക്കുന്നില്ല. ഇയാളുടെ കുലമഹിമ, തറവാടിത്തം, പിന്നെ ഇതൊക്കെ അവർക്ക് പ്രശ്നമാണ്. കാരണം ഈ ഖദീജയുടെ വാപ്പ എന്ന് പറഞ്ഞാൽ ആ നാട്ടിലെ ഭയങ്കര പ്രമാണിയാണ്. അപ്പോ 6-ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ പണക്കാരിയായ, ബിസിനസ്സുകാരിയായ ഒരു ഖദീജയെ കൂടി ഉണ്ടാക്കിയ നാടാണ് മക്ക. അതല്ലാതെ സ്ത്രീ വീട്ടിനകത്ത് അടങ്ങിയിരിക്കണമെന്നും പേറിയന്ത്രമാണെന്നും പഠിപ്പിച്ചിട്ടില്ല ആ കാലത്ത്. പിതാവ് ഹുവൈലിദ്, അയാൾ മരിച്ചപ്പോ അയാളുടെ സമ്പത്ത് മുഴുവനും കൈവന്നത് ഖദീജയില്ല. അയാളുടെ സഹോദരന്മാർക്കൊന്നും പോയിട്ടില്ല, സഹോദരിമാർക്കും പോയിട്ടില്ല, അവരുടെ മക്കൾക്കും പോയിട്ടില്ല. മുഴുവൻ സമ്പത്തും ഖദീജയുടെ കയ്യിലാണ് വന്നത്. പിന്നീടാണ് നബി ഇങ്ങനെ ആക്കി മാറ്റിയത്. കാരണം ഇതൊക്കെയായിരിക്കും കാര്യം. അപ്പൊ മക്ക അതുപോലെയുള്ള ഒരുപാട് സ്ത്രീകൾക്ക്, തന്നെയുമല്ല അവരുടെ മൈസറത്ത് എന്ന് പറയുന്ന അടിമ സ്ത്രീ, അവരും സ്ത്രീയാണ്. അവരും സ്വതന്ത്രമായി ഖദീജയ്ക്ക് വിടുവേല ചെയ്യുന്ന ആളാണ്, ബിസിനസ്സുകാരിയാണ്. അപ്പോ
അങ്ങനെ മക്ക ഒരുപാട് ധീരന്മാരായ പുരുഷന്മാരെ പോലെ തന്നെ സ്ത്രീകൾ, അതായത് ഈക്വാലിറ്റി ഉണ്ടായിരുന്നു അന്ന് ആ നാട്ടില്. അന്ന് ഇസ്ലാം എന്ന് പറയുന്ന മുഹമ്മദ് ഉൽപ്പാദിപ്പിച്ച ഒരു ഭ്രാന്തൻ നിലപാടുകളും ഈ കാടത്തരം പിടിച്ച മതവും ഒന്നും അന്നില്ലായിരുന്നു. അന്ന് മറ്റ് സ്ഥലങ്ങളിലുമൊക്കെ സ്ത്രീകൾക്ക് മക്കയിലുള്ളത് പോലെ തന്നെ അവകാശങ്ങളും സ്വാതന്ത്ര്യങ്ങളും ഒക്കെ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. അനുവദിക്കാത്ത നാടുകളുമുണ്ട് കേട്ടോ. എന്നാലും ഇന്നത്തെ അഫ്ഗാൻ പോലെ അധപ്പതിച്ചിരുന്നില്ല അന്നും. അങ്ങനെ ഖദീജ അവിടുത്തെ ഏറ്റവും ദരിദ്രവാസിയായിട്ടുള്ള ഒരു പയ്യനെ പ്രേമിച്ചു എന്നൊക്കെ പറയുന്നത് തെറ്റാണ്. ഇയാളെ കിട്ടി. അപ്പൊ ഇയാൾക്ക് ബിസിനസ് ശരി, പിന്നെ ഇങ്ങോട്ട് ചാടടാ കുഞ്ഞിരാമ എന്ന് പറയുമ്പോ ഇങ്ങോട്ടും, അങ്ങോട്ട് ചാടടാ കുഞ്ഞിരാമ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ചാടും. അതാണ് ഖദീജയും വിചാരിച്ചത്. പിന്നെ ഒരാളും വേണം, ഒരു യുവാവാണ്, സ്വാഭാവികമാണ്. ഇവരാണെങ്കിൽ അതീവ സുന്ദരിയായ സ്ത്രീയാണ്. അപ്പൊ അങ്ങനെ അവർക്ക് മോഹം ഉദിച്ചു. ശരി എന്നാ ഓക്കെ, ജോലിക്ക് വെച്ചു, വിശ്വസിക്കാവുന്ന ഒരുത്തരാണ്, കൊള്ളാമെന്ന് തോന്നി. അങ്ങനെ അവര് മൂന്നാമത്തെ ഭർത്താവായി. സ്വയംവരം നടത്ത കുടുംബത്തിൽ ആരും സമ്മതിച്ചിട്ടില്ല. ഇവര് തന്നെ, കാരണം ഇവർക്ക് പ്രതാപമുണ്ട്, ഇവർക്ക് ആഢ്യത്വമുണ്ട്, ഇവര് ഫിനാൻഷ്യലി ഫ്രീഡം നേടിയ സ്ത്രീയാണ്. അപ്പോ അന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ഇന്ന് എഡ്യൂക്കേറ്റഡ് ആണെന്ന് പറയുന്നത് പോലെ അന്ന് അവര് സ്വയം പര്യാപ്തത വരിച്ച ഒരു സ്ത്രീയാണ്. അപ്പൊ അത്രയും പ്രതാപമുള്ള അതീവ സുന്ദരിയായ സൗന്ദര്യത്തിൽ വീണു പോകുന്ന ആളാണ് ഇദ്ദേഹം എന്ന് 33-ാം അധ്യായം സൂറത്തുൽ അഹ്സാബിലെ 52 അല്ലാഹു പറഞ്ഞു വെക്കുന്നുണ്ട്. അങ്ങനെ ഈ സ്ത്രീ എന്നെ കെട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് പറയാൻ പറ്റുമോ? വൈദ്യൻ കൽപ്പിച്ചതും അല്ലെ ദൈവം ഇച്ഛിച്ചതും പാല് എന്ന് പറയുന്നത് പോലെ ശരി, രണ്ടും ഒന്ന് തന്നെ, ഓക്കെ. അങ്ങനെ ഇദ്ദേഹത്തിന് അടിച്ച ലോട്ടറി എടുത്താൽ എങ്ങനെ ഇരിക്കും? മറ്റത് ഭാഗ്യപരീക്ഷണമാണ്, അടിക്കുമോ ഇല്ലെന്ന് അറിയില്ല. അങ്ങനെ ശരി, എന്തായിരുന്നാലും ഖദീജ ഇദ്ദേഹത്തോട് ആത്മാർത്ഥത കാണിച്ചത് കൊണ്ടാണോ എന്തായിരുന്നാലും ശരി, സിറിയയിലേക്കൊക്കെ കച്ചവടത്തിന് പോകാൻ, ഷാമിലേക്ക് ഒക്കെ കച്ചവടത്തിന് പോകാൻ വേണ്ടിയിട്ട് കക്ഷിയെ തന്നെ ഇദ്ദേഹം തെരഞ്ഞെടുത്തു. ഇനിയും ഇദ്ദേഹം ഒരുപാട് ഭാര്യമാരുണ്ടായിരുന്നു, ആരും പ്രസവിച്ചിട്ടില്ല. ആകെ ഖദീജ മാത്രമേ പ്രസവിച്ചിട്ടുള്ളൂ. പോട്ടെ, എട്ടുകാലി മമ്മൂഞ്ഞിനെ പോലെ എവിടെ ആര് പ്രസവിച്ചാലും അത് എന്റെ മക്കളാണ് എന്ന് പറയുന്നത് പോലെ വേറെ ഒരു ഭാര്യമാരും പ്രസവിച്ചിട്ടില്ല. ഇനിയിപ്പോ ഖദീജയ്ക്ക് ഇദ്ദേഹത്തിലുള്ള കുട്ടികളാണോ എന്നും അറിയില്ല കേട്ടോ. ഫാത്തിമ, അതാണ് നമ്മൾ പരിശോധിക്കണം. കാരണം ആയിഷയുടെ ഒക്കെ ശൈശവം, ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം, ഇതെല്ലാം ഒരു പൂവ് തറയിലിട്ട് ചവിട്ടി അരയ്ക്കുന്നത് പോലെ അരച്ചു കളഞ്ഞു. അതിനൊന്നും ഇവർക്ക് ഒരു വിഷമവും ഇല്ല. ബാല്യകാലം ഒന്ന് ആലോചിച്ചു നോക്ക്. കുട്ടികള് മണ്ണും ചിരട്ടയും വെച്ച് കളിക്കേണ്ട പ്രായത്തിലുള്ള മക്കള്, ആ പാവ വെച്ച് ആ കുഞ്ഞ് ഒറ്റയ്ക്കിരുന്ന് കളിക്കുക. അത് കണ്ടിട്ട് 53-കാരൻ ഇവിടെ ഇരുന്ന്, 54-കാരൻ ഇവിടെ ഇരുന്ന് ഇങ്ങനെ ആസ്വദിക്കുവാണ്. പോട്ടെ. അപ്പോ ഖദീജ ഉള്ള സമയത്ത്, അതായത് ഖദീജയുടെ അമ്മാവന്മാരൊക്കെ മക്കയിലെ പ്രബല പ്രമാണിമാരാ. മിണ്ടിയാൽ തിരുവായ്ക്ക് എതിർവാ പറഞ്ഞാൽ തല വെട്ടിയെടുത്ത് താലത്തിൽ വെച്ചിട്ട് ഘോഷയാത്ര നടത്തുന്ന ടീമാ ഇവര്, ഈ ഹുവൈലിദിന്റെ ടീമുകളൊക്കെ. ആ സമയത്ത് പടച്ചോനൊരു വഹി ഇറക്കിയിട്ടില്ല. മമതേ മറ്റവളെ കൂടെ ഒന്ന് കെട്ടിക്കൊടാന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ നമ്മുടെ ബാലുവണ്ണന്റെ അടുത്ത് ഇബ്രാഹിക്ക വന്നതുപോലെ കെട്ടോടാന്ന് ചോദിച്ചിട്ട് ജിബിരിയിൽ വന്നിട്ടില്ല. അപ്പോ ഖദീജയെയും പേടിയായിരുന്നു, ഖദീജയുടെ ആൾക്കാരെയും പേടിയായിരുന്നു. നബിക്കും പേടിയാണ്, ജിബിരിലിനും പേടിയാണ്, പടച്ചോനും പേടിയാണ്. ആ സമയത്ത് ഖദീജ 10 വർഷത്തോളം നബിയോടൊപ്പം ജീവിച്ചു. ആ 10 വർഷവും നബി പിന്നെ കെട്ടുന്നതിനെ കുറിച്ച് പോയിട്ട് അടിമകളെ ഒന്ന് നോക്കി ആസ്വദിക്കുന്നതിന് പോലും കക്ഷി തയ്യാറായിട്ടില്ല. പിന്നീട് സീരിയലാ, തുരുതുരേ കെട്ടല. പിന്നീട് കക്ഷി വിചാരിച്ചു കെട്ടുന്നത് ഒരു ബാധ്യതയാണ്, അടിമകളാക്കിയേക്കാം. അങ്ങനെ മലക്കത്ത് അയ്മാനിക്കും, വലങ്കൈ ഉടമപ്പെടുത്തിയ അടിമകൾ. ഞാനിപ്പോ ഒരു പേന ആരിഫ് ഡോക്ടറിന് ദാനം തരുന്നു, ഇത് എന്റേതല്ലേ? പിന്നീട് അല്ല, ഇത് ആരിഫ് ഡോക്ടറിന്റെ, കാരണം ഞാൻ തന്നു കഴിഞ്ഞു. പിന്നീട് ഇത് ഒന്നിനും നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുപോലെ ശരീരം ദാനം വാങ്ങിച്ചങ്ങ് സ്വന്തമാക്കി തളച്ചിട്ടു. അപ്പൊ ഇവർക്ക് വല്ലപ്പോഴും ഒരിക്കൽ കിട്ടുന്നത്, കുഫൈത്തൊക്കെ കഴിച്ച ആളല്ലേ, വല്ലപ്പോഴും ഒരിക്കൽ മരുന്ന് പോലെ അതെങ്കിൽ അത് അങ്ങനെ പെണ്ണുങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ അങ്ങ് പോയതാ. വല്ലപ്പോഴും ആണെങ്കിലും സാരമില്ല എന്ന് വെച്ച കക്ഷി. ഒരു വൈവിധ്യം മനുഷ്യന്റെ ഒരു ചോദനയല്ലേ, വൈവിധ്യത്തിന് വേണ്ടി പോയി അവരത് സ്വീകരിക്കുകയും ചെയ്തു. എന്തായിരുന്നാലും ശരി, പ്രവാചകനിൽ ഖദീജ പ്രസവിച്ചിട്ടുണ്ടോ ഇല്ലേ എന്ന് പറയുന്നതില് നമുക്ക് ഇനിയും പരിശോധിക്കേണ്ടിയിരിക്കും. ഗ്രന്ഥങ്ങൾ വെച്ച് തന്നെ പരിശോധിക്കണം. അതിന്റെ പറ്റിയ ഗ്രന്ഥങ്ങളൊക്കെ എന്തെങ്കിലും നോക്കണം. ഇനിയും ഇവരെ എന്തുകൊണ്ടാണ് മറ്റാരും കെട്ടരുത് എന്ന് പഠിച്ചോ പറഞ്ഞത്? ഇവര് ത്യാഗത്തിനു വേണ്ടി, ഖദീജയ്ക്ക് 40 വയസ്സുള്ള സ്ത്രീയെയാണ് പ്രവാചകൻ വിവാഹം കഴിച്ചത് എന്ന് പറയും. ഈ മാലിക് സലഫി എന്ന് പറഞ്ഞിട്ടൊരു മുജാഹിദ് പണ്ഡിതനുണ്ട്. പലപ്പോഴും പലതും വിളിച്ചു പറഞ്ഞിട്ട് നമ്പർ 1 അബദ്ധത്തിൽ ചാടിപ്പോകും കക്ഷി. അങ്ങ് വിളിച്ച് പറഞ്ഞും പോകും. ഒരു വൈകാരികതയ്ക്ക്
പലപ്പോഴും മറ്റവന്മാരെടുത്തിട്ട് കിണ്ടുകയും ചെയ്യും. അതുപോലെ അദ്ദേഹം പറഞ്ഞ് പണി കിട്ടിയ ഒരു സാധനമാണ് ഖദീജയുടെ വിവാഹപ്രായം. എന്നിട്ട് ഇദ്ദേഹം തന്നെ പറയുന്നുണ്ട്, അതല്ല അതെ, ത്യാഗം ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഖദീജയുടെ പ്രായമൊന്നും കൂട്ടണ്ട, അപ്പൊ നമ്മള് കൂട്ടുവാണ് എന്നും അതിനകത്ത് വന്നല്ലോ. അങ്ങനെ എല്ലാ പണ്ഡിതന്മാരെല്ലാം കൂടി ഇയാളെ പൊളിച്ചടുക്കി, അങ്ങനെ കക്ഷി ആ വീഡിയോയും എടുത്തോണ്ട് ഓടി. പക്ഷെ ആ കാലത്ത് തന്നെ ഞാനത് സേവ് ചെയ്ത് വെച്ചിരുന്നു കേട്ടോ. 6 വർഷമായി ഞാനത് അന്ന് തന്നെ സേവ് ചെയ്ത് വെച്ചിരുന്നു. അപ്പൊ ഇപ്പോഴും എന്തെങ്കിലും ഉണ്ടാ വീഡിയോ. അപ്പൊ കക്ഷി നമ്മൾ ഇതുവരെ കേട്ടിട്ടുള്ളതെല്ലാം 25കാരനായ യുവ കോമളൻ, രക്തം തുടിക്കുന്ന പ്രായം, പ്രഭാസിനെയൊക്കെ പോലെ രക്തം തുടിക്കുന്ന പ്രായത്തിലുള്ള മനുഷ്യൻ 40കാരിയെ, അതും 4 മക്കളും 2 ഭർത്താവും, ഭർത്താവ് മരിപ്പയില്ല, 4 മക്കളെയും പ്രസവിച്ച ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുകയോ പ്രവാചകൻ ഇഷ്ടം പോലെ കിട്ടുമായിരുന്നു. പക്ഷെ ഈ ഗുണങ്ങളൊന്നും ഉള്ളത് കിട്ടൂല കേട്ടാ. ആരെങ്കിലും ഒക്കെ കിട്ടുമായിരുന്നിരിക്കും. കാരണം പ്രവാചകന് ചില ലക്ഷ്യങ്ങളുണ്ട് കേട്ടോ, അതും കൂടി പറയണം. ഇത് പറയുമ്പോ പ്രവാചകന് മാൻ പവർ വളരെ പ്രധാനമാണ്. അതാ ഞാൻ ആദ്യം തുടക്കത്തിൽ പറഞ്ഞു വെച്ചത്. ഈ തലയ്ക്ക് തട്ടുന്ന ഒരു സമ്പ്രദായമുണ്ട്, മുഖത്ത് തുപ്പുന്ന ഒരു രീതി ഉണ്ടായിരുന്നു അന്ന്. ഇപ്പോഴും അറബികൾക്കിടയിലുണ്ടല്ലോ, അവർക്ക് ഇഷ്ടപ്പെടാത്തത് പറഞ്ഞാൽ മുഖത്ത് തുപ്പുന്നത്. മറ്റവൻ ഒരു അബ്ദുറഹീമിന് 34 കോടി കൊടുത്ത ആ പയ്യൻ ഇവന്റെ മുഖത്ത് തുപ്പി എന്നൊക്കെ പറഞ്ഞ വിവാദം ഉണ്ടായില്ല. ഇവര് മുഖത്ത് തുപ്പും. അപ്പൊ ഇവനെയൊക്കെ നാളെ എന്നെ നോക്കി ഇങ്ങനെ സ്തുതിച്ച് നിൽക്കേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കണം എന്ന് സ്വാഭാവികമായിട്ടും ഉണ്ടാവുമല്ലോ. ജനറ്റിക് ആയിട്ടുള്ള ഒരു റിവെഞ്ച് ഉണ്ട് കക്ഷിക്ക്. അപ്പോഴാണ് ഇതെല്ലാം ഉണ്ട്. മാൻ പവർ വേണം. പിന്നെ മാൻ പവർ മാത്രം കൊണ്ട് പുഴുങ്ങി തിന്നാൻ പറ്റത്തില്ലല്ലോ, മണി പവർ വേണം. അപ്പൊ ഖദീജയുടെ സമ്പത്ത്. അപ്പൊ ഖദീജയോട് പറഞ്ഞു, അതെ നീ ഒന്ന് ഡിക്ലെയർ ചെയ്തേരെ. അന്ന് പേപ്പർ കുത്തും പ്രമാണങ്ങളും എഗ്രിമെന്റും ഒന്നും ഇല്ലല്ലോ. അതുകൊണ്ട് ഇനി എന്റെ സമ്പത്ത് മൊത്തം മമ്മദണ്ണന്റെ സമ്പത്താണെന്ന് താത്ത അങ്ങ് ഡിക്ലെയർ ചെയ്യുകയും ചെയ്യും. അപ്പൊ മാൻ പവർ ആയി, മണി പവർ ആയി. ഇനി പൊളിറ്റിക്കൽ പവർ, അത് കക്ഷി നേടിയെടുത്തു. ഇതെല്ലാ പവറും കക്ഷിക്ക് ഒത്തിണങ്ങണമായിരുന്നു. അപ്പൊ ഇതിനെ പറ്റിയ ഗുണങ്ങളുള്ള ഒരാളെ ഖദീജയെ അല്ലാതെ വേറെ കിട്ടുമായിരുന്നില്ല. അപ്പൊ ത്യാഗം ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ 28 ഖദീജയ്ക്ക് വയസ്സുണ്ടായിരുന്നത്, ഇവരെ 40 ആക്കുന്നുണ്ട്. നമുക്ക് മാലിക് സലഫിയുടെ വാക്കൊന്ന് കേൾക്കാം. മാലിക് സലഫി ടീച്ചറുടെ ആരാണ്? ഞാനും പുളിക്കൽ സലഫി. സാധാരണയായി നമ്മൾ പറഞ്ഞു വരുന്ന അല്ലെങ്കിൽ കേട്ടുവരുന്ന ഒരു സംഗതിയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖദീജ റളിയല്ലാഹു അൻഹയെ കല്യാണം കഴിക്കുമ്പോൾ റസൂലുള്ളാഹിക്ക് 25 വയസ്സും അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യയായ ഖദീജ റളിയല്ലാഹു അൻഹയ്ക്ക് 40 വയസ്സുമായിരുന്നു എന്നുള്ളത്. യഥാർത്ഥത്തിൽ ഈ 40 വയസ്സ് എന്നുള്ളത് സ്വഹീഹായി കൊണ്ട് വന്നിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കല്യാണം കഴിക്കുമ്പോൾ ഖദീജ റളിയല്ലാഹു അൻഹയുടെ വയസ്സ് കൃത്യമായി കൊണ്ട് പറഞ്ഞാൽ 28 വയസ്സായിരുന്നു. ഞാൻ തെളിവ് പറയാം, ഇത് ചിലപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കായിരിക്കും. ഖദീജ റളിയല്ലാഹു അൻഹയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിവാഹം കഴിക്കുമ്പോൾ 40 വയസ്സായിരുന്നു എന്നുള്ളത് ഹാക്കിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. പിന്നെ മാത്രമല്ല, അതിൽ ഒരുപാട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 40 വയസ്സായിരുന്നു ആ സന്ദർഭത്തിൽ ഉണ്ടായിരുന്ന ഖദീജ ബീവിക്ക് ഉണ്ടായിരുന്നത് എന്നുള്ള എല്ലാ റിപ്പോർട്ടിലും ളുഅഫുകളുണ്ട്, അഥവാ ന്യൂനതകളുണ്ട്. എന്നാൽ ഹാക്കിമിന്റെ മറ്റൊരു റിവായത്തിൽ കാണാം, വകാന ലഹാ യൗമ തസവ്വുജിഹാ 28 സന. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയെ കല്യാണം കഴിക്കുമ്പോൾ അവർക്ക് 28 വയസ്സായിരുന്നു. ഹാക്കിമിന്റെ 3-ാം വാള്യം 26-ാമത്തെ പേജിൽ കാണാം. ഇത് സ്വഹീഹായ ഹദീസാണ്. ഇനി മാത്രമല്ല, ഖദീജ റളിയല്ലാഹു അൻഹയെ കല്യാണം കഴിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് 28 വയസ്സായിരുന്നു എന്ന് ഹാക്കിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. ഇനി മാത്രമല്ല, ഹാക്കിമിന്റെ മറ്റൊരു റിവായത്തിൽ കാണാം, ഈ ഖദീജ റളിയല്ലാഹു അൻഹക്ക് 65 സന എന്ന് ചില റിവായത്തുകളുണ്ട്, അഥവാ 65 വയസ്സുണ്ടായിരുന്നു എന്ന് ചില റിവായത്തുകളുണ്ട്. പക്ഷെ അത് ദുർബലമാണ്. മാത്രമല്ല, വയുഖാലു 50 സനതൻ വഹു അസഹു. ഖദീജ റളിയല്ലാഹു അൻഹ മരിക്കുമ്പോൾ ഖദീജ റളിയല്ലാഹു അൻഹക്ക് 50 വയസ്സായിരുന്നു പ്രായം. ഖദീജ റളിയല്ലാഹു അൻഹ മരിക്കുമ്പോൾ ഖദീജ റളിയല്ലാഹു അൻഹയുടെ പ്രായം 50 വയസ്സായിരുന്നു എന്ന് കാണാൻ സാധിക്കും. മാത്രമല്ല, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നുണ്ട്. അൽ ബിദായ വൻ നിഹായയിൽ കാണാം, പിന്നെ ഇബ്നു അസാക്കിറിൽ കാണാം, കാന ഉംറുഹാ, റസൂലുള്ളാഹി അവരെ വിവാഹം കഴിക്കുമ്പോൾ അഥവാ ഖദീജ റളിയല്ലാഹു അൻഹ വിവാഹം കഴിക്കുമ്പോൾ അവരുടെ പ്രായം 28 സന, 28 വയസ്സായിരുന്നു എന്ന്. പിന്നെ 40 വയസ്സ് എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചാൽ അതൊക്കെ ദുർബലമായ റിപ്പോർട്ടുകളാണ്.
മാത്രമല്ല പിന്നെ നമ്മളത് പ്രത്യേകമായി കൊണ്ട് പറയാം. അപ്പൊ റസൂലുള്ളാഹിന്റെ ത്യാഗം ഒന്നുകൂടി പിന്നെ കൂട്ടുവാൻ വേണ്ടി ചില ആളുകൾ അത് പറയാറുണ്ട്. 25 വയസ്സുള്ള ആൾ കണ്ടോ, ആയിഷ പിന്നെ ഖദീജ റളിയല്ലാഹു അൻഹയെ 40ാമത്തെ വയസ്സിലല്ലേ കല്യാണം കഴിച്ചത്. അപ്പൊ എന്ന് പറയുമ്പോൾ ഒരു സഹതാപം ഉണ്ടാക്കാൻ വേണ്ടി പറയാറുണ്ട്. ഇനി 28ാമത്തെ വയസ്സിലാണെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ പ്രായം കൂടുതലാണ്. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കണം, 40 വയസ്സ് എന്ന് പറഞ്ഞാൽ ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മെൻസസ് പീരീഡ് അവസാനിക്കുന്ന പീരീഡാണ്. ഖദീജ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 6 കുട്ടികൾ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ 40 വയസ്സിന് ശേഷം 6 സന്താനങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് ഒരു അസ്വാഭാവികമായിട്ടുള്ള പരാമർശമായി കൊണ്ട് കാണാം. അതുകൊണ്ട് തന്നെ ആധുനികരായിട്ടുള്ള പണ്ഡിതന്മാർ പിന്നെ ഷെയ്ഖ് അക്രം ലിയ ഉമരിയെ പോലെയുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്ര വിഷയത്തിൽ അഗാധമായി കൊണ്ട് പാണ്ഡിത്യം നേടിയിട്ടുള്ള ഒരു പണ്ഡിതനാണ് അക്രം ലിയ അൽ ഉമരി. അദ്ദേഹം ഈ വിഷയത്തിൽ ദീർഘമായി കൊണ്ട് എഴുതിയിട്ടുണ്ട്. ഞാൻ പുതുതായി കൊണ്ട് പറയുന്ന ഒരു സംഗതിയല്ല എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി പറയാം. അഥവാ ഈ വിഷയത്തിൽ പണ്ഡിതന്മാർ ഗ്രന്ഥങ്ങൾ തന്നെ എഴുതിയിട്ടുണ്ട് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കാം. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ വിവാഹം കഴിക്കുമ്പോൾ 28 വയസ്സായിരുന്നു ഖദീജ റളിയല്ലാഹു അൻഹയുടെ പ്രായം എന്നുള്ളതാണ് ശരിയായിട്ടുള്ളത്. 40 വയസ്സായിരുന്നു അവർക്കുണ്ടായിരുന്നത് എന്നുള്ളത് ദുർബലമായ റിപ്പോർട്ടിലാണ് വന്നിട്ടുള്ളത്. വളരെ സന്തോഷം. എല്ലാം അസ്വാഭാവികതയാണ്. കൈയടിച്ച് പാസ്സാക്കി. ഇനി ഇതും എല്ലാം അസ്വാഭാവികതയാണ്. അതെ, ഓക്കെ. അപ്പം ഇനി എന്താണ് ഇതിൽ ഇനിയിപ്പോൾ നമുക്ക് കൂടുതൽ പറയാനുള്ളത്? ഉസ്താദ് തന്നെ എല്ലാം പറഞ്ഞു. എല്ലാം അദ്ദേഹം തന്നെ പറഞ്ഞു. തന്നെയുമല്ല, ഇവിടെ രസകരമായ കാര്യമുണ്ട്. ഖദീജ ഉണ്ടല്ലോ, ഈ ആയിഷയെ പോലെ തന്നെ ഖദീജയും മുഹമ്മദ് നബിയെ വിശ്വസിച്ചിട്ടില്ല. പക്ഷേ ഹിറ ഗുഹയിലൊക്കെ പോകുമ്പോഴത്തേക്കും ഇദ്ദേഹം പറയുന്നുണ്ട്, ഈ വസ്ത്രവും ഭക്ഷണവും വെള്ളവും ഒക്കെ ആയിട്ട് ഗുഹയിലേക്ക് ഖദീജ പോകാറുണ്ടായിരുന്നു എന്നൊക്കെ ചരിത്രങ്ങളിലുണ്ട്. അപ്പൊ ഇദ്ദേഹം ഇങ്ങനെ മുകളിലേക്ക് നോക്കി, അയ്യോ ആരോ ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ, എനിക്ക് ഇങ്ങനെ തോന്നുന്നുണ്ട് എന്ന് വന്നിട്ട് ഒരു ദിവസം ഇങ്ങനെ ഖദീജയോട് പറയാണ്. ഖദീജ ആരോ പറയേണ്ടത്, ഒരു പാട്ടില്ലേ പുതപ്പിട്ടു മൂടു ഖദീജ എന്ന്, 2 ഖുർആൻ അധ്യായമുണ്ട് അതിനെ സംബന്ധിച്ച്. ഇപ്പൊ ഒരു ട്രെൻഡായിട്ട് ഒരു കാലത്ത് നിന്നൊരു പാട്ടാണ്. ഒരു 2 മാസം മുമ്പ് വരെ ഭയങ്കര ട്രെൻഡാണ്. സിനിമാ പാട്ടിനെക്കാട്ടിൽ വലിയ ട്രെൻഡായിരുന്നു. ആ പാട്ടിനകത്ത് പറയണത് മൊത്തം ഏതാണ്ട് ഇത് തന്നെയാണ്. അത് എക്സ്പ്ലെയിൻ ചെയ്യാനും വേണ്ടിയുണ്ട്. പുതപ്പിട്ടു മൂടു ഖദീജ, എന്നെ ഒന്ന് വാരി പുണരൂ ഖദീജ എന്നൊക്കെ പറഞ്ഞിട്ട് കക്ഷി തന്നെ പറയാണ്. അവര് സ്വയം ഇതൊന്നും ചെയ്യുന്നില്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞാലെങ്കിലും ഒന്നും ചെയ്യുന്നു. അപ്പൊ കക്ഷി വന്നിട്ട് അങ്ങനെ 2 അധ്യായമുണ്ട്. അയ്യുഹൽ മുദ്ദസ്സിർ, ഏ പുതപ്പ് മൂടിയവനെ ഖും, എഴുന്നേൽക്ക്, ഫഅൻദിർ, മുന്നറിയിപ്പ് നൽകുന്നൊക്കെ. പിന്നെ വേറൊരെണ്ണം യാ അയ്യുഹൽ മുസമ്മിൽ, അതും അങ്ങനെ തന്നെയാണ്. ഏ പുതപ്പ് മൂടിയവനെ ഖും ഇല്ലയിലെ ഇല്ലാ പരിക. 2 അധ്യായമുണ്ട് പുതപ്പിട്ട് മൂടിയവൻ. അപ്പോ ഈ ഇങ്ങനെ ഇയാള് ഭയങ്കരമായിട്ട് വിയർക്കുക. അപ്പൊ ഇദ്ദേഹം ഈ കച്ചവടത്തിനൊക്കെ പോകുന്ന സമയത്ത് ഒരു വലിയ ഒരു പണ്ഡിതൻ ഉണ്ടായിരുന്നു. ഒരുപാട് ഹിബ്രു ഭാഷ, വ്യത്യസ്തമായ ഭാഷകളൊക്കെ അറിയുന്ന വലിയ ഒരു പണ്ഡിതനാണ് അദ്ദേഹം. പിന്നെ വറക്കത്ത് ബിൻ നൗഫൽ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഈ ഖദീജയുടെ ഒരു അമ്മാവന്റെ ഒക്കെ സ്ഥാനത്ത് വരുന്ന ഒരു വലിയ മനുഷ്യനാണ്. ഭയങ്കര ബൈബിളൊക്കെ എഴുതിയിട്ടുണ്ട് ആ മനുഷ്യൻ. തോറയൊക്കെ അയാൾ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇദ്ദേഹത്തിന്റെ അടുത്ത് ഇങ്ങനെ പോയിരിക്കും. അപ്പോഴത്തേക്കിന് ഇനി ഒരു ദൂതൻ വരാനുണ്ട്, കൽക്കിയെ കുറിച്ചിട്ടൊക്കെ ഇവര് പറയുന്നില്ലേ, അതുപോലെ ഇസ്മുഹു അഹമ്മദ്, അഹമ്മദ് എന്ന പേരുള്ള എന്തായാലും അഹമ്മദ് എന്നായില്ല, മുഹമ്മദ് എന്നായി. അല്പം എല്ലാത്തിലും മതം ഉണ്ടല്ലോ, അതുകൊണ്ടായിരിക്കും ചെറിയ വ്യത്യാസം. അതൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാന്നുള്ളത്. അപ്പോ ഇദ്ദേഹം ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ വായിച്ച് ചില ഒരു ഹാലൂസിനേഷൻ നിങ്ങളുടെ പറയുമല്ലോ, ഇവർക്ക് അങ്ങനെ അയ്യോ അങ്ങനെ തോന്നലുണ്ടല്ലോ. അപ്പൊ ഇതിങ്ങനെ മനസ്സിൽ കിടക്കുകയാണ്, സബ് കോൺഷ്യസ് മൈൻഡിൽ ഇങ്ങനെ കിടക്കുന്നു, ഇദ്ദേഹത്തെ അലട്ടിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഉള്ളില് വേറെയും കുറച്ച് ത്വരകൾ ഉണ്ടല്ലോ, ആ ത്വരയാണ് ഞാൻ ആദ്യം പറഞ്ഞു വെച്ചത്. അങ്ങനെ ഇതൊക്കെ പോയി പഠിച്ചിട്ട് വരുന്നു. ഒരു ദിവസം ഇങ്ങനെ പെട്ടെന്ന് ഖദീജയുടെ അടുത്ത് വന്നിട്ട്, ഖദീജ എനിക്ക് ഭയങ്കരമായിട്ട് ചൂടെടുക്കുന്നു, ഞാനൊരു ജീവിയെ കണ്ടണ്ട മോളെ. ഖദീജ ചോദിച്ചു, എന്തു പറ്റി? ആകാശത്തും തൊട്ടിട്ടില്ല, ഭൂമിയിലും തൊട്ടിട്ടില്ല, ശരീരം മുഴുവനും ചിറകുകളുള്ള ഒരു രൂപത്തെ ഞാൻ കണ്ടു. ഖദീജ എന്നിട്ട് അപ്പോ നബി ഇങ്ങനെ പറയാണ്, ഞാൻ ആകെ പേടിച്ചു പോയി. പിന്നെയും പോയി തോണ്ടി വിളിച്ചിട്ടായിരിക്കും പറഞ്ഞിരിക്കുക. ഖദീജ മൈൻഡില്ലാതെ പോയി കാണും. നീ ഇത് കേൾക്ക്, ഇവിടെ നിക്ക്. അപ്പോ ഞാൻ ആ രൂപത്തെ കണ്ടിട്ട് വല്ലാതെ അങ്ങ് പേടിച്ചു പോയി. അപ്പോ ഖദീജ അവിടെ ഇങ്ങനെ കാല് നീട്ടി വെച്ചിട്ട് ഇരുന്നു. കാരണം കൂടെ കിടക്കുന്നവനല്ലേ രാപ്പനി അറിയൂ. ഇരുന്നു.
എന്നിട്ട് ആദ്യം ഇടത് തൊട കാണിച്ചിട്ട് പറഞ്ഞു, ഇവിടെ ഇരിക്കും മക്കൾ ആദ്യം. ശരി, ഇരുന്നു. ഇപ്പോഴും തോന്നുന്നുണ്ടോ ചൂട് തട്ടുമ്പം പോകുമെന്നാണ് ഖദീജ വിചാരിച്ചത്. അപ്പം ചോദിച്ചു, ഇപ്പൊ തോന്നുന്നുണ്ടോ? ആ തോന്നുന്നുണ്ട്. വേറെ ഉദ്ദേശം ആയിട്ടില്ലല്ലോ, സൂപ്പർലേറ്റീവ് ഡിഗ്രിയിലേക്ക് പോണ്ട. അപ്പൊ ഇപ്പുറത്തെ കാലിലേക്ക് ഇപ്പോഴും തോന്നുന്നുണ്ടോ? ആ ജീവി അവിടെ നിപ്പുണ്ട് കേട്ടോ, ഇപ്പോഴും പോയിട്ടില്ല കേട്ടോ. ഇവര് 3-4 തവണ ഇതൊക്കെ ടെസ്റ്റ് ചെയ്ത് കേട്ടോ, ഒരു രക്ഷയില്ല. ഇവര് തുണി മൊത്തം അങ്ങോട്ട് മാറ്റി, സ്കാർഫ് മൊത്തം നീക്കിന്നാണ് കേട്ടോ ഹദീസിലുള്ളത്. ഇബ്നു ഇസ്ഹാഖിലുള്ളതാണ്. അപ്പം ഞാനതിന്റെ ടെക്സ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, കിട്ടിയോ? ഒന്ന് ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചാ അത് ആ സംശയം അങ്ങ് തീർന്നു കിട്ടി. ഇബ്നു ഇസ്ഹാഖിലുള്ളതാ. അപ്പൊ വ്യക്തമായിട്ട് എണ്ണത്തുണ്ട്, സ്കാർഫ് മുഴുവനായിട്ടും നീക്കിയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ കാണിച്ചു. അപ്പൊ ഏതാണ്ട് ചൂട് തട്ടി സംഭവം ഏതാണ്ട് ക്ലിക്കായെന്ന് മനസ്സിലായപ്പോ ഇപ്പൊ തോന്നുന്നുണ്ടോ? ഇല്ല. അപ്പൊ കക്ഷിക്ക് ഇതിന്റെ കുറവായിരുന്നു എന്ന് ഏതാണ്ട് മനസ്സിലായിട്ടുണ്ട്. ചിലപ്പോ ഈ ബലാത്സംഗങ്ങളൊക്കെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഒരു എക്സിബിഷൻ ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നല്ലോ മുമ്പ്, ഒരു 3-4 വർഷങ്ങൾക്ക് മുമ്പ്. എവിടെയാണ്, ന്യൂയോർക്കിലും അങ്ങോട്ട് വലിയൊരു എക്സിബിഷൻ സംഘടിപ്പിച്ചിരുന്നു. ഓരോ കുട്ടികളും ബലാത്സംഗത്തിന് ഇരയായ സമയത്ത്, അവര് കൊല്ലപ്പെട്ടിരുന്ന സമയത്ത് അവരിട്ടിരുന്ന വസ്ത്രം വെച്ചിട്ട് വലിയൊരു എക്സിബിഷൻ. അപ്പൊ വസ്ത്രത്തിന്റെ ആയിരുന്നില്ല കുഴപ്പം എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയാണ്. അപ്പൊ ജെട്ടിയും പ്രായം ഇട്ടവരും ന്യൂഡായിട്ടുള്ള ആളുകളും ഒന്നും ബലാത്സംഗത്തിന് ഇരയായിട്ടില്ല, മറ്റവരൊക്കെയാണ് ഇരയായിട്ടുള്ളത്. അപ്പോ നമ്മുടെ നാട്ടിലൊരു പട്ടിക്ക് പേ പിടിച്ചാല് പട്ടിയെ തല്ലിക്കൊല്ലണം, അതല്ലെങ്കിൽ പൂട്ടിയിടണം, ചികിത്സിക്കണം. ലോകത്തുള്ള ആരും ഇറങ്ങരുതെന്ന് പറഞ്ഞ ക്വാറന്റൈൻ സംവിധാനം ഒന്നും പറ്റില്ലല്ലോ. അങ്ങനത്തെ ഒരു ടെസ്റ്റ് ഇവിടെ ഖദീജ നടത്തി. ഖദീജ അതിനകത്ത് സക്സസ് ആയി. ഇപ്പൊ കക്ഷിക്ക് ഇതിന്റെ കുറവ് വരുമ്പോഴാണ് ഇങ്ങനെയൊക്കെ ചില തോന്നലുകൾ ഉണ്ടാകുന്നത് എന്ന രൂപത്തിൽ ഒരു പരീക്ഷണമായിരുന്നു. ആ ടെക്സ്റ്റ് ഒന്നിട്ട് കൊടുത്തേ, അല്ലെങ്കിൽ ഇപ്പൊ നാളെ വായിക്കാം. ടീച്ചർ വായിക്കണോ അതോ ഞാൻ വായിക്കണോ? ഇല്ല, വായിച്ചോ. എന്റെ കയ്യിൽ അറബിയാണുള്ളത്. ഓക്കെ. ഹീറ ഗുഹയിൽ നിന്നും വന്ന ശേഷം മുഹമ്മദിന്റെ കൂടെ കൂടിയിരിക്കുന്നത് മലക്കാണോ അതോ ഷെയ്ത്താനാണോ എന്നറിയാൻ ഖദീജ ജാഹിലിയ കാലത്തെ ആചാരം വെച്ചൊരു ടെസ്റ്റ് നടത്തി. സോഴ്സ് ഇബ്നു ഇസ്ഹാഖ്. ഇബ്നു ഇസ്ഹാഖ് പറയാണ്, Ismail bin Abi Hakim said that it was said that the God blessed Khadija said to Prophet Muhammad, "Dear cousin, can you inform me whether this friend of yours that came to you is here with you or not?" He said, "Yes." She said, "If he comes with you, then tell me." So he blessed Angel Gabriel came to Prophet Muhammad just as what he did before, and the Prophet said to Khadija, "Dear Khadija, Gabriel did come to me." Khadija then said, "Stand up, dear cousin, and sit on my left thigh." So the Prophet stood up and sat on the right thigh of Khadija. She said, "Do you see him?" He said, "Yes." She said, "Turn around and sit on my right thigh." Turn around and sit on my right thigh. So when the Prophet turned around and sat on her right thigh, she said, "Do you see him?" He said, "Yes." So she said, "Turn around and sit on my lap." So he turned around and sat on her lap. She said, "Do you see him?" He said, "Yes." So said Khadija sighed and lifted her scarf, and the Prophet was sitting on her lap. And then Khadija said to the Prophet, "Do you see him?" He said, "No." She said, "Dear cousin, it has been affirmed that with good news that he is really an angel and not a devil." അപ്പം ഇപ്പൊ പറഞ്ഞ സംഗതി മലയാളത്തിൽ അതെ, ഇത് ഇബ്നു ഇസ്ഹാഖിന്നാണ് നമ്മൾ വായിച്ചത്. ഓക്കെ, യെസ്. കണ്ടില്ലേ, ഖദീജയുടെ വലത് തൊടയിലിരുന്നു, അത് കഴിഞ്ഞിട്ട് ഇടത് തൊടയിലിരുന്നു. ഇപ്പോഴും നിങ്ങൾ അവനെ കാണുന്നുണ്ടോ എന്ന് ചോദിച്ചു. ആ കാണുന്നുണ്ട്. അങ്ങനെ തിരിഞ്ഞ് എന്റെ വലത് വശത്തിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ തൊടയിലാണ് ഇരുത്തുന്നത്. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോഴാണ് ഇപ്പോഴും കാണുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ ചുറ്റും വന്ന് എന്റെ മടിയിലേക്ക് ഇരുന്നോ എന്ന് പറഞ്ഞിട്ട് മടിയിലിരുന്നു. ഇപ്പോഴും നിങ്ങൾ അവനെ കാണുന്നുണ്ടോ എന്ന് ചോദിച്ചു. അതെ, അങ്ങനെയാണ്. ഖദീജ ഒരു നെടുവീർപ്പോടുകൂടി സ്കാർഫും ഒക്കെ എന്നിട്ട് ഇരിക്കാൻ പറഞ്ഞു. ഇത് വലിയ ഒരു സൈക്കോളജിക്കൽ അപ്രോച്ചാണ്. അതായത് ആ സ്ത്രീ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ ഏറെ കാലിബർ ഉള്ള ഒരു ലേഡി ആയിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. കാരണം ചിന്തിപ്പിക്കാൻ നമ്മുടെ കല്യാണം കഴിപ്പിക്കുന്ന വീഡിയോ കാണി, ഞാൻ 8:30 വരെ ഉണ്ടാവുള്ളൂ കേട്ടാ. യെസ്, അത് കണ്ടിട്ട് നമുക്കെന്നാ ടീച്ചറെ ഫ്രീ ആക്കി വിടുകയും ചെയ്യാം. ടീച്ചറും കൂടി കാണേണ്ട ഒരു വീഡിയോ ആണത്. അതങ്ങ് കണ്ടാലോ? കാണാം. യെസ്, ഒരു സെക്കൻഡ്. ഇത് നമ്മളുടെ നബി അസ്ലി എന്ന് പറഞ്ഞ ചാനലിൽ തന്നെ വന്നിട്ടുള്ളതാണ്. നമ്മൾ അന്ന് ഒരു ജൂതൻ ഉണ്ടാക്കി എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അതിൽ നിന്ന് തന്നെ നമുക്ക് പ്ലേ ചെയ്യാം. It has become common knowledge that Islam strictly prohibits the consumption of alcohol. However, in reality,
Islam itself was established with the aid of intoxicating to manipulate. The following story is from Hadith Musnad Ahmad, number 2849. Khadija bint Khuwaylid was a career-oriented woman from the Quraysh tribe, aged 40. Her family's caravan business was highly successful, making them the wealthiest people among the Quraysh community. This is Khuwaylid bin Asad. He is Khadija's father and ran the family business, imparting his knowledge to his daughter. It is evident that in pre-Islamic times, women were accustomed to running and even owning their own businesses. Khadija was attracted to the handsome appearance of young Muhammad, aged 25, and she then proposed to him to become her husband. Oh, my cousin's son, I admire you for your good reputation. Oh, thank you, Khadija. Would you like to marry me? Well, of course. For a poor shepherd like Muhammad, Khadija's proposal was like discovering a gold mine. Khadija's desire was opposed by her father, Khuwaylid. The goat herder is not worthy to be the husband of an honorable woman like you. But Khadija did not give up her will. She prepared an event with food and drink and invited her father and a group of the Quraysh. They ate and drank the alcoholic beverages that Khadija served for them until they got drunk. Khadija was fully aware of her actions. This was a deliberate part of her plan to pursue her desires. Khuwaylid also drank a lot until he got intoxicated. Oh, I feel dizzy now. I better take a rest. Father, indeed, Muhammad ibn Abdullah has asked for my hand, so marry him to me. Because Khuwaylid was drunk, he couldn't think clearly. Sure, go ahead, marry whoever you want. Then Khadija perfumed her father and dressed him in a full garment, such as was customarily done with the fathers. Afterwards, the marriage ceremony was arranged. The people of Quraysh congratulated the newlywed couple. When his drunkenness passed from him, Khuwaylid looked, and behold, he was perfumed and had a full garment on, and he said, What is going on with me? What is this? You have married me to Muhammad ibn Abdullah. Me? Marrying off Abu Talib's orphan boy? No, not by my life. Have you no shame? Do you want to make a fool of yourself with the Quraysh? Tell people that you were drunk? How dare you deceive and she did not let up from him until he consented. me while I was intoxicated? Consider the I impact am old enough to make my own both on your decisions. own father Please and respect on my yourself. choice. Khadija employed wine or khamr to deceive her father into arranging her marriage to Muhammad. Khadija ഇതാണ് നമ്മളുടെ ആനമയിലൊട്ടകം അറിയാതെ പോയ ചരിത്രം എന്ന് പറയുന്നത്. ഇത് അതിന്റെ റെഫറൻസ് അവർ തുടക്കത്തിൽ കൊടുത്തിട്ടുണ്ട്, പോയി അവർക്ക് വെരിഫൈ ചെയ്യാവുന്നേ ഉള്ളൂ. അവർ ഒന്ന് ചെയ്യില്ലല്ലോ. ആലോചിച്ച് നോക്കിക്കോ, ഈ ജോസഫ് മാഷ് മുഹമ്മദ് എന്ന് എഴുതിയതിന്റെ പേരിലാണ് ആ മനുഷ്യന്റെ കയ്യും കാലും വെട്ടിയത്. ഇവരെയൊക്കെ ഒന്ന് വെട്ടി നോക്കട്ടെ. ഫ്രാൻസിൽ നിന്ന് എൻ്റെ ഒരു സുഹൃത്ത് കോണ്ടാക്ട് ചെയ്തിട്ട് പറഞ്ഞു, ഇവിടെ പിന്നെ സാമുവൽ പാറ്റി എന്ന് പറഞ്ഞൊരു അധ്യാപകന്റെ തല വെട്ടിയല്ലോ ഒരു വിദ്യാർത്ഥി തന്നെ. ഇവിടെ എല്ലായിടത്തും മുഹമ്മദിന്റെ കാർട്ടൂൺ ചിത്രങ്ങൾ ഇല്ലാത്തൊരു ലൈബ്രറി ഇല്ല, ഒരു ഓഡിറ്റോറിയം ഇല്ല, ഇങ്ങേയറ്റം ബാറുകളിൽ വരെ ഈ ചിത്രങ്ങൾ. നമ്മൾ ഏതൊന്നിനെയാണോ പേടിക്കുന്നത് അത് സംഭവിക്കുമല്ലോ. ഇനിയിപ്പോ കള്ളിന്റെ ബോട്ടിന്റെ മേല് മമ്മദ് ബ്രാൻഡിലൊക്കെ ഇനി കള്ളും കൂടി ഇറക്കിയ പൂർത്തിയായി. അല്ല, അതൊന്നും ഇല്ലെന്ന് പറയാൻ പറ്റില്ല കേട്ടോ, കാരണം ജൂതന്മാരുടെ തലയാണ്. ചിലപ്പോ അതൊക്കെ കാണും കേട്ടോ, നമ്മൾ ഇതുവരെ അത് എത്തിയിട്ടില്ലെന്ന്. ഇപ്പൊ ഇതിലേക്കൊക്കെ ഈ കേരളക്കാർക്ക് ഇതൊക്കെ എത്താൻ പറ്റുമോ? അയ്യോ ഇങ്ങനെയൊക്കെ ഉണ്ട് എന്ന് പറയാൻ പറ്റും. നമ്മൾ കഴിഞ്ഞ ദിവസം
ഈ മറ്റേ ഒരു വിവാഹത്തെ കുറിച്ച് കാണിച്ചിരുന്നല്ലോ. അതെ. ഹഫ്സയും നബിയും തമ്മിലുള്ള യെസ്. ഒരു അതെ. ഇന്റർകോഴ്സ് കണ്ടുകൊണ്ടുവരുന്ന, അല്ല, മാരിയത്തുൽ കിബ്തിയും നബിയും തമ്മിൽ കണ്ടുകൊണ്ടുവരുന്നത് പാവിനെയൊക്കെ വെച്ചിട്ട് ഇവർക്ക് ഇതൊക്കെ അഡ്മിറ്റ് ചെയ്യാൻ പറ്റുമോ? നമ്മൾ ഇതിന് ഖുർആാനിനകത്തുള്ള വചനങ്ങൾ പറയുമ്പോ തന്നെ ഇന്നലെ ഒരുത്തൻ, അതെ, കേരളത്തിലെ ചോണക്കുട്ടികൾ ഇല്ലെങ്കിൽ പറ, ഇവരുടെ തലയെടുക്കാൻ ബാംഗ്ലൂരിൽ നിന്ന് ഞാൻ വരാമോ, എന്നിട്ട് വെട്ടി നിന്നെ കഷ്ണമാക്കൂടി, തുണ്ടമാക്കൂടി, അങ്ങനെ ആക്കൂടി, ഇങ്ങനെ എത്ര പേരെ കൊല്ലേണ്ടി വരൂ? അതെ അതെ അതെ. ബോംബ് ആശയങ്ങൾ ചേകനൂർ മൗലവി മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ആശയങ്ങൾ ഇല്ലാത്തവന്റെ അവസാനത്തെ നിലപാടാണ് ആയുധമെടുക്കുക എന്നത്. കാരണം ഇവർക്ക് ആശയങ്ങളിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഇപ്പൊ തന്നെ നമ്മളൊരു സംവാദം കാണുന്നില്ലേ, ഇപ്പം അയ്യൂബുമായിട്ട് ഇവര് പറയുന്നത് പരസ്പര വിരുദ്ധമായിട്ടുള്ള ആശയങ്ങളല്ലേ. 2 മിനിറ്റ് കൊണ്ട് ഇത്രയും കാലവും ചെയ്തു വന്ന മുഴുവൻ ജബ്ബാർ മാഷിന്റെ വിമർശനങ്ങളും ഇദ്ദേഹം അങ്ങ് പൊട്ടിച്ച് ഭസ്മമാക്കി കളയുമെന്നാണ് പറഞ്ഞത്. അപ്പൊ അതിന്റെ അർത്ഥം മനസ്സിലായോ? യുക്തിവാദി ആയപ്പോഴും ഇദ്ദേഹമാണ് യുക്തിവാദികളിലെ പുലി, സംവാദത്തിനൊക്കെ പോകുന്ന ആള്. ഇനിയും യുക്തിവാദികൾക്ക് മറുപടി പറയണമെങ്കിൽ പോലും അതിനകത്ത് പുലികളില്ല, അവിടെയും ഒരു പുലിയായിട്ട് അവതരിച്ചു. കക്ഷി എന്താണ് വിചാരിച്ചത് എന്നുള്ള കാര്യം നമുക്കറിയാം, കാരണം നമ്മളൊക്കെ അയാളുടെ കൂടെ കുറെ കാലം നടന്നതല്ലേ, അതുകൊണ്ട് നമുക്കറിയാം. അപ്പൊ ഇതുവരെ ഒരുപാട് ദാരിമിമാരും സുല്ലമിമാരും സലഫിമാരും സൊലാഹിമാരും ഒക്കെ ഉണ്ടായിട്ട് ഇവർക്ക് ആർക്കും ഒരു യുക്തിവാദിയോട് നേരിട്ട് മുട്ടാനുള്ള ധൈര്യമില്ല. അതുകൊണ്ട് ഞാൻ റെഡിയാണ്. അപ്പൊ ഒരു യുക്തിവാദി വീണ്ടും വിശ്വാസത്തിലേക്ക് തന്നെ പോകേണ്ടി വന്നു. മൗലവി എന്ന പദമൊന്നും എനിക്ക് വേണ്ട, അതൊക്കെ പറ്റിച്ച് തിന്നുന്നവർക്കുള്ളതാണ് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ സൈറ്റിൽ ട്രിഗർഡ്. അതാ ടീച്ചർക്കുള്ള കോൾ ആയിരിക്കും, നമുക്ക് എടുത്തേക്കാം. ഓക്കെ. ഹലോ. ഹലോ. പറയൂ. ജാമിദ ടീച്ചർ ഉണ്ട്, ടീച്ചറോട് നേരിട്ട് സംസാരിക്കാം. സാർ, എനിക്ക് ഇങ്ങനെ കിട്ടുമോ ഇല്ലയോ ഒന്നും എനിക്ക് പറഞ്ഞോളൂ, സമയമില്ല. ടീച്ചർ അതേ 10 മിനിറ്റ് കഷ്ടിച്ചേ ഉള്ളൂ, വേഗം പറഞ്ഞോളൂ. അല്ല, ഞാൻ എന്താ പറയാൻ പറ്റുന്നത് സാറേ, എനിക്ക് എന്നാ നമുക്ക് പിന്നെ അടുത്ത ആളേക്ക് പോകാം. നിങ്ങൾ ആലോചിച്ചിട്ട് വരൂ. ഓക്കെ. സമയമില്ല, ടീച്ചർ പെട്ടെന്ന് പോവും. ഓക്കെ, അടുത്ത ആൾ വരാം. അപ്പോഴേക്കും ഈ പറഞ്ഞ ടീച്ചർ പറഞ്ഞൊരു കാര്യം വളരെ ക്ലിയർ ആണ്. അതായത് യുക്തിവാദി ആയിരുന്നപ്പോഴും അവിടെ ഓൾറൗണ്ടറായിട്ട് അതിൽ മാൻ ഓഫ് ദ മാച്ച് ആയിട്ട് നമ്മളുടെ അയ്യൂബ് മൗലവി, ഇപ്പോഴും അയ്യൂബ് മൗലവി തന്നെ വേണം. അതെ, യുക്തിവാദികൾക്ക് മറുപടി പറയാനും കക്ഷി തന്നെ വേണമെന്നുള്ളത്. അയാള് പറഞ്ഞത് സത്യത്തില് മാന്യനല്ല, അതുകൊണ്ട് നമുക്ക് മാന്യത ഉണ്ടെങ്കിൽ എന്ന് പറയേണ്ട കാര്യമില്ല. ഓക്കെ, പറഞ്ഞോളൂ. ടീച്ചർ ഉണ്ട്, ലൈനിലുണ്ട്, പറഞ്ഞോളൂ, കേൾക്കാം. ഓക്കെ, എന്റെ പേര് മനു എന്നാണ്. ഞാൻ ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നു. രണ്ടുപേർക്കും നമസ്കാരം. നമസ്കാരം. ടീച്ചർ കേൾക്കാലോ അല്ലേ? ഞാൻ ടീച്ചറോട് നേരത്തെ സംസാരിച്ചിട്ടുണ്ട്. ഞാൻ ഇന്നലെ ഡോക്ടർ ഒരു പ്രോഗ്രാം ചെയ്തിരുന്നില്ലേ, അതായത് ഒരു മുസ്ലിം പയ്യനെ വെടിവെച്ചു വന്ന് 6 ഹിന്ദുക്കളുടെ കാര്യം, ബീഫിന്റെ വിഷയത്തിലുള്ള. അപ്പൊ അതിനെപ്പറ്റി എനിക്ക് ഒന്ന് ക്ലാരിഫൈ ചെയ്യാനുണ്ട്. നമുക്ക് ഇന്നിപ്പോ ഈ വിഷയമാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. ടീച്ചർ ഇവിടെ ഉണ്ട്, അപ്പൊ ടീച്ചറോട് എന്തെങ്കിലും ഇതിനകത്തൊക്കെ സംസാരിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് സംസാരിക്കാം. ഉണ്ട്, ഞാൻ ടീച്ചറോട് സംസാരിക്കുന്നത്. അതായത് നമ്മള് ഇപ്പം ഈ ഹിന്ദുക്കളാണ് മുസ്ലിമിനെ കൊന്നത് എന്ന് പറയുന്നു. പക്ഷെ ആക്ച്വലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദുസാണ് ബ്രാഹ്മണ്യ സംസ്കാരം മുതൽ ഈ ഗോമാംസത്തെ പറ്റി, ഗോമാംസം കഴിച്ചതിനെ പറ്റിയും ഏറ്റവും കൂടുതൽ എഴുതിയിട്ടുള്ളത്. നമ്മൾ ഇന്നത്തെ വിഷയത്തിൽ നിങ്ങൾ സംസാരിക്കൂ, നിങ്ങൾ വിഷയം മനസ്സിലാക്കിയിട്ട് പറയൂ. ഓക്കെ, അന്ന് ഇസ്ലാം ഉണ്ട്. ഓക്കെ, എനിക്ക് ആ മതത്തെ പറ്റി കൂടുതൽ അറിയില്ല. ഐ ആം സോറി ഫോർ ദാറ്റ്. ഓക്കെ, ടീച്ചറോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ, മറ്റുള്ള കാര്യങ്ങൾ എന്തെങ്കിലും? ഹായ് ടീച്ചർ, ഹൗ ആർ യു? ടീച്ചർക്ക് ഓക്കെ, വെരി ഗുഡ്. ഓക്കെ മാഡം, ഞാൻ ഈ വിഷയത്തിൽ എനിക്കൊന്നും ചോദിക്കാനില്ല. അത് നമുക്ക് ഈ പറഞ്ഞ ഗോവധത്തിന്റെ വിഷയത്തിൽ നമ്മൾ ശനിയാഴ്ച പ്രവീൺ രവി ഉണ്ടാവും, നമ്മളുടെ എക്സ് സംഘി. അപ്പൊ പുള്ളിയായിട്ട് നമ്മൾ വേറൊരു ലൈവ് വരുന്നുണ്ട്, അപ്പൊ നിങ്ങൾക്ക് വിളിക്കാം. ഓക്കെ, താങ്ക് യു വെരി മച്ച് ഫോർ അപ്പൊ നമുക്ക് അതിൽ സംസാരിക്കാം. താങ്ക് യു വെരി മച്ച്. ഓക്കെ, ബൈ. അപ്പൊ ഇവിടെ എന്തെന്നറിയാമോ, അടുത്ത കൊള്ളുണ്ടോ? അതായത് ഇവിടെ എല്ലാത്തിനും ഞാൻ തന്നെ വേണം എന്നൊരു രീതി ഉണ്ടല്ലോ, അവിടെയും ഞാൻ തന്നെ വേണമായിരുന്നു സംവാദങ്ങൾക്ക് പോകാന്. ഇവിടെയും ഞാൻ തന്നെ വേണം. അപ്പൊ യുക്തിവാദികളുടെ ഇടയ്ക്ക് നിന്ന് വന്ന ആളായതുകൊണ്ട് അവരെ മുട്ടിക്കാൻ നല്ലതുപോലെ നമുക്ക് പറ്റും എന്നുള്ള ഒരു ഓവർ കോൺഫിഡൻസ് ഉണ്ട്. പക്ഷെ ഈ ജബ്ബാർ മാഷോട് എടുത്ത ഈ വിളവ് നമ്മളോട് പറ്റൂ, എന്നോട് പറ്റില്ല.
ഉറപ്പായിട്ട് എന്നോട് പറ്റില്ല. വെല്ലുവിളിയാണ്. ഒരു കോൾ ഉണ്ട്. ഹലോ, പേര് പറഞ്ഞോളൂ. ടീച്ചർ ഇവിടെ ഉണ്ട്, ലൈനിലുണ്ട്, സംസാരിക്കാം. ജാമിദ ടീച്ചറായിട്ടാണ് സംസാരിക്കാൻ താല്പര്യം. പറഞ്ഞോളൂ, കേൾക്കുന്നുണ്ട്, ടീച്ചർ കേൾക്കുന്നുണ്ട്. ടീച്ചർ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഖദീജയാണ് പിന്നെ ഈ ഖദീജയുടെ കേസിലാണ് ഞാൻ മനസ്സിലാക്കിയത്. ഹലോ, പറഞ്ഞോളൂ, കേൾക്കുന്നുണ്ട്, പറയൂ. ടീച്ചറെ, ഖദീജയാണ് ശരിക്കും പറഞ്ഞാൽ ഇസ്ലാമിന്റെ ഉറവിടം. അതിന്റെ രത്നചിത്രം ഇത്രയേ ഉള്ളൂ. മുഹമ്മദ് എന്ന് പറയുന്ന മനുഷ്യൻ ഒന്നാമത്തെ എഴുത്തു വായന അറിയത്തില്ല. ഖദീജ എന്ന് പറയുന്ന ഒരു ബിസിനസ് വേണ്ടിയാണ്. ബിസിനസ് പരമായിട്ട് പല അന്നത്തെ ഗോത്രങ്ങളുമായിട്ട് ഒരുപാട് ബന്ധങ്ങൾ ഉണ്ടാക്കുകയും അത് ബിസിനസ് തരത്തിലാക്കിയതും ആ സ്ത്രീ കുറെ നേട്ടങ്ങൾ നേടുകയും ചെയ്തപ്പോ മുഹമ്മദിലുള്ള ആകെ ഗുണം എന്ന് പറയുന്നത് ഒരു സ്ത്രീക്ക് ഇഷ്ടപ്പെടാൻ പറ്റുന്ന പുരുഷന്റെ ഒരു സെക്സ് ഓറിയന്റൽ ആയിട്ട് നോക്കുകയും മുഹമ്മദിന് അതിനൊരു മിടുക്കുണ്ട് എന്നുള്ള ഒരൊറ്റ ക്വാളിഫിക്കേഷനാണ് ഖദീജ മൂന്നാമതായി ഈ കക്ഷിയെ സ്വീകരിക്കാനുള്ള കാരണം എന്നുള്ളത് ഖദീജയുടെ ഒരു ചെറിയ നോട്ടിൽ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതിന്റെ എവിഡൻസ് ഞാൻ തരാം. പിന്നെ ഒന്നാമെന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ ഈ കച്ചവട സ്ഥാപനത്തിൽ ഇയാൾ ഖദീജ കല്യാണം കഴിച്ചതിന് ശേഷം ഇയാൾ വാമൊഴി മാത്രമാണ് കണക്കുകൾ ബോധിപ്പിക്കുന്നത്. അപ്പൊ ഇയാൾക്ക് മെമ്മറി പവർ ഉണ്ട് എന്ന് ഖദീജ മനസ്സിലാക്കിയതോടുകൂടി ഇയാൾക്ക് ഇനി മുന്നോട്ട് പോകണമെങ്കിൽ ഇയാൾക്ക് നല്ല മെമ്മറി പവറും അതുപോലെ വാക്ചാരുതയും ഉണ്ട് എന്ന് മനസ്സിലാക്കിയതോടുകൂടി ഒരു ഇസ്ലാം എന്ന് പറയും, ഇസ്ലാം എന്ന് ആ സമയത്തൊന്നും പേര് വന്നിട്ടില്ല. അങ്ങനെ ഖദീജയാണ് ഈ ആയത്തിറക്കാനും ഈറാ ഗുഹയും ഇതിന്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ യഹൂദരിൽ നിന്നും ക്രിസ്ത്യാനിറ്റിയിൽ നിന്നും കടമെടുത്തിട്ട് ഒരു ഇസ്ലാമിക് ഉണ്ടാക്കാൻ വേണ്ടി ഖദീജ ഉണ്ടാക്കിയ ഒരു ഇദ്ദേഹം പറഞ്ഞത് എല്ലാം ക്രോസ് ചെയ്യേണ്ടുന്ന സംഗതിയാണ്. ഒന്നാമത്തെ കാര്യം, ഇദ്ദേഹത്തിന് ഈ പവർ ഉണ്ടായിരുന്നു എന്ന് മറ്റാരെങ്കിലും സെക്സ് ചെയ്യുന്നത് കണ്ടോ? ഇദ്ദേഹത്തിന് സെക്ഷുവൽ പവർ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ ഇല്ല. നേരത്തെ തന്നെ അള്ളാഹു തെരഞ്ഞെടുത്തിരിക്കുന്നു എന്നാണ്. നമ്മൾ ഞാൻ പറഞ്ഞതിനെല്ലാം റെഫറൻസ് എന്റെ കയ്യിലുണ്ട്. ഞാൻ ഖുർആനാണ് പറഞ്ഞത്, ഹദീസാണ് പറഞ്ഞത്, ചരിത്രമാണ് പറഞ്ഞത്. നിങ്ങൾ പറയുന്നത് ഞാൻ മനസ്സിലാക്കിയത്, നിങ്ങൾ മനസ്സിലാക്കിയത് തെളിവല്ല. തറത്തു ഫീക്കും അംറൈൻ, ഇസ്ലാമിലെ 2 കാര്യങ്ങളാണ് വിട്ടിട്ട് പോയത് പ്രവാചകൻ. ലൻ തളില്ലു മാ തമസ്സക്തും ബിഹിമാ, അത് മുറുകെ പിടിക്കുന്നവർ വഴി പിഴയ്ക്കുകയില്ല. അതിലൊന്ന് കിതാബില്ല, അള്ളാഹുവിന്റെ ഗ്രന്ഥമാണ്. 2 സുന്നത്ത് റസൂലില്ല. നമ്മൾ സംവദിക്കുന്നത് വിശ്വാസികളോടാണ്. ആ വിശ്വാസികളുടെ 2 പ്രമാണങ്ങളാണിത്. ഇൻ തനാസഅതും ഫീഹി ഷൈഇൻ, നിങ്ങൾ ഏതെങ്കിലും ഒരു വിഷയത്തിൽ തർക്കിക്കുന്നെങ്കിൽ ഫറദ്ദു ഇലല്ലാഹ്, നിങ്ങൾ ആദ്യം അള്ളാഹുവിലേക്ക് മടങ്ങിക്കോ, റസൂലിലേക്ക് മടങ്ങിക്കോ. അപ്പൊ ഖുർആനിന്റെയും ഹദീസിന്റെയും ആശയപ്രകാരം നിങ്ങൾ പറയുന്നതെല്ലാം തെറ്റാണ്. പിന്നെ മുഹമ്മദിന് മെമ്മറി ഉണ്ടായിരുന്നു എന്നാണ് നിങ്ങൾ പറഞ്ഞത്, മെമ്മറി പവർ, അതും തെറ്റ്. ഒരിക്കല് പ്രവാചകനും ഉമറും തമ്മിൽ ഒരു യാത്ര പോയി. എന്നിട്ട് ഉമറിനോട് ഒരു വഴിക്ക് നിൽക്കാൻ പറഞ്ഞു. നബി പോയി, എന്തിനു പോയതാണെന്ന് അറിയില്ല. അപ്പുറത്തൂടെ പോയിട്ട് നബി അപ്പുറത്തൂടെ ഇങ്ങനെ തിരിച്ചു വന്നു. കാരണം വാക്ക് ഭയങ്കരമായിട്ട് പാലിക്കുന്ന ആളായിരുന്നു. ഇയാൾ ഇങ്ങനെ കാത്തു നിന്നു. അടുത്ത ദിവസം അതുവഴി വന്നപ്പോൾ പ്രവാചകന്റെ ഏതോ ഒരു അനുചരനാണ് കേട്ടോ, ഉമറാണെന്നാണ് എന്റെ ഓർമ്മ. ഇയാളോട് നീ എന്താ ഇവിടെ നിൽക്കുന്നത്? അല്ല നബിയെ, ഇന്നലെ നമ്മൾ 2 പേരും ഒരുമിച്ച് ഇങ്ങോട്ട് വന്നതല്ലേ. അപ്പൊ നബി അപ്പുറത്തോടെ അങ്ങ് പോയി. ആരും കാണണ്ടെന്ന് വിചാരിച്ചിട്ട് കള്ളപിടിക്കുമല്ലോ വന്നിട്ട് പോയതായിരിക്കും. അങ്ങനെ നബി അപ്പുറത്തോടെ അങ്ങ് പോയി. അപ്പൊ ഇയാൾ ഇവിടെ കാത്തു നിൽക്കുകയും ചെയ്തു. അപ്പൊ ഓർമ്മശക്തി ഉണ്ടായിരുന്ന ആളല്ല, 1. 2, ഹഫ്സ എന്ന് പറയുന്ന ഇദ്ദേഹത്തിന്റെ ഭാര്യയെ പറഞ്ഞ് വാപ്പ വിളിക്കുന്ന മോളെ പോയിട്ട് വാന്ന് പറഞ്ഞു. അപ്പൊ ഇപ്പൊ പോയിട്ടേ ഉള്ളൂ. ഉമറിന്റെ വീടിന്റെ ദൂരം പ്രവാചകൻ അറിയാം. അപ്പൊ ഉടനെ തന്നെ മടങ്ങി വരും. നബി അങ്ങ് മറന്നുപോയി. മാരിയത്തിൽ കിത്തി എന്ന് പറഞ്ഞ പെണ്ണിനെ കണ്ടപ്പോഴേക്ക് ഡിങ്കോഡാൽഫയ്ക്ക് തിരക്ക് കൂട്ടി പെട്ടെന്ന് തുണി ഉരിയലായി, കാര്യം സാധിക്കലായി. അപ്പോഴേക്ക് ഹഫ്സ വരലുമായി. അപ്പൊ ഓർമ്മശക്തിയുള്ള ആളായിരുന്നു എന്നത് തെറ്റ്. പിന്നെ ഖദീജയ്ക്ക് വേണ്ടിയാണ് വാക്ചാതുര്യതയുള്ള എത്രയോ ആളുകളുണ്ട്. മൈസറത്ത് എന്ന് പറയുന്ന അടിമ വളരെ പ്രഗത്ഭമതിയായിട്ടുള്ള ഒരു സ്ത്രീ ആയിരുന്നു. അപ്പോ അത് തെറ്റ്. അപ്പൊ ഖദീജയ്ക്ക് വേണ്ടിയിട്ടായിരുന്നില്ല ഇതൊന്നും. ഇത് നബി മാനുഫാക്ചർ ചെയ്തതാണ്. ഇതെല്ലാം പ്രവാചകന്റെ ക്രിയേഷനാണ്. പ്രവാചകന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പടച്ചവൻ വേണമായിരുന്നു. ആ പടച്ചവനെ ജനങ്ങൾക്ക് വിശ്വസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഖുർആൻ വേണമായിരുന്നു. ഇതെല്ലാം അതാണ്. ഡോക്ടർ, എനിക്ക് പോകാൻ സമയമായി. ഞാൻ കോൾ അത് കാരണം എടുത്തിട്ടില്ല, വേറെ കോൾസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും ടീച്ചർക്ക് ലീവ് ചെയ്യേണ്ട സമയമായി. ഞാനിത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അപ്പൊ ബാക്കി കണ്ടിന്യൂ ചെയ്താല് 8:30 9 മണിയാകുമ്പോഴേക്ക് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ വരാം.
ആയിക്കോട്ടെ ആയിക്കോട്ടെ, ഇവിടെ ഉണ്ടാവും. 9 മണിക്കും തീർന്നിട്ടില്ലെങ്കിൽ യെസ് യെസ്, 9:30 വരെ ഇവിടെ ഞാൻ 9 മണിക്ക് ജോയിൻ ചെയ്തോളാം. ഓ യെസ്, ഓക്കെ, താങ്ക് യു. അപ്പോൾ ടീച്ചർ നമ്മളടുത്ത് ഇപ്പോൾ താൽക്കാലികമായിട്ടൊന്ന് വിട പറയുകയാണ്, കുഴപ്പമില്ല. ടീച്ചർ വീണ്ടും തിരിച്ചു വരുന്നതാണ് വിചാരിക്കുന്നത്. പറയൂ. ഹലോ, ആ, ആരാണ്? പേര് പറയൂ. എന്റെ പേര് സൈബക് എന്നാണ്. എന്താണ്? സൈബക്. സൈബക്. ആ, ഓക്കെ. ആ, നിങ്ങൾ ഏത് വിശ്വാസിയാണ്? ഏത് ഭാഷയല്ല ഈ പേര്? ഇത് അറബിക്കാണ്, പേർഷ്യൻ എങ്ങാണ്ടാണ്. ആ, ഓക്കെ ഓക്കെ. ആ, പറഞ്ഞോളൂ. എക്സ് മുസ്ലിം ആണോ? എക്സ് ആണ്, ഒരുപാട് കാലമായിട്ട് എക്സ് ആണ്. ആ, ഓക്കെ, പറയൂ. ഞാൻ വെൽക്കം. നിങ്ങൾ ഫോൺ എടുക്കുന്നു വിചാരിച്ചില്ല കേട്ടോ. ഞാൻ ലൈവ് ഒന്ന് കണ്ടു, എന്താ വിഷയം എന്ന് കണ്ടില്ല. ജാമിദ ടീച്ചറായിട്ട് സംസാരിക്കുന്നത് കാണുന്നു. ആ, ഓക്കെ. ഇപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം, കാരണം ടീച്ചർ ഉള്ളപ്പോൾ, ടീച്ചർ പോകാൻ തിരക്കുള്ളപ്പോൾ നമ്മൾ മറ്റു വിഷയങ്ങൾ പറഞ്ഞാൽ വിഷയം കൈമാറിപ്പോവും, വഴി മാറിപ്പോവും. അതുകൊണ്ട് ഞാൻ അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്തതാണ്. ഇപ്പോൾ ചോദിച്ചോളൂ, നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? അല്ല, ഞാൻ എന്തായാലും എക്സ് മുസ്ലിം ആണ്, അത് റിലേറ്റഡ് ആയിട്ടാണ് ചോദിക്കുന്നത്. ഓക്കെ. അല്ല, ഇത് വിഷയം എന്തായിരുന്നു സത്യത്തിൽ? നിങ്ങളിപ്പോ നമ്മളുടെ വിഷയം മുഹമ്മദ് നബിയുടെ ആദ്യ ഭാര്യ ഖദീജ, അതിനെയൊക്കെ പൊലിപ്പിച്ചിട്ട് നമ്മുടെ നാട്ടിലെ ആളുകളെ പറ്റിക്കുന്ന ഒരു പരിപാടിയുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ നബിദിനം വരെയാണ്. അപ്പോൾ നബിദിനത്തിന് മുന്നോടിയായിട്ട് നമ്മൾ പറഞ്ഞു വെക്കുകയാണ്, ഇസ്ലാം സ്ത്രീകൾക്ക് വളരെയധികം ബഹുമാനം കൊടുക്കുന്ന മതമാണെന്നൊക്കെ പറഞ്ഞാണ് ഇവിടെ തള്ളിമറിക്കുക. അപ്പോൾ യഥാർത്ഥത്തിൽ എങ്ങനെയാണ്? അതുകൂടാതെ തന്നെ നമ്മളിവിടെ എടുത്തു വെച്ചൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ഡിസ്പ്ലേയിൽ കാണുന്നുണ്ടോയെന്ന് അറിയില്ല, ഒരു ഹദീസാണ്. ദ മെസ്സഞ്ചർ ഓഫ് അള്ളാഹ് സെഡ്, നോ വുമൻ ഷുഡ് അറേഞ്ച് ദ മാരേജ് ഓഫ് അനദർ വുമൻ ആൻഡ് നോ വുമൻ ഷുഡ് അറേഞ്ച് ഹെർ ഓൺ മാരേജ്. ദ അഡൾട്രസ് ഈസ് ദ വൺ ഹു അറേഞ്ചസ് ഹെർ ഓൺ മാരേജ്. ഇതാണ് ഒരു ഹദീസ്. എന്ന് വെച്ചാൽ സഹിയായിട്ടുള്ള ഹദീസാണ്. അപ്പോൾ സ്വന്തമായിട്ട് കല്യാണം ആലോചിക്കുക, അത് നടപ്പിലാക്കാൻ വേണ്ടി വരിക, നടപ്പിലാക്കുക. അതുകൂടാതെ അറേഞ്ച് എന്നാണ് പറയുന്നത്. അതുകൂടാതെ തന്നെ വേറെ ആർക്കെങ്കിലും വേണ്ടിയിട്ട് ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീക്ക് വേണ്ടിയിട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ അത് ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്യുന്ന ആളുകൾ അവർ വേശ്യകളാണെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുഹമ്മദ് നബിയുടെ ആദ്യ ഭാര്യ ഒരു വേശ്യയാണെന്ന് മുഹമ്മദ് നബി തന്നെ പഠിപ്പിക്കുകയാണ്. കാരണം മുഹമ്മദ് നബിയുടെ ആദ്യ ഭാര്യ ആയിട്ടുള്ള ഖദീജ കല്യാണം കഴിക്കാൻ വേണ്ടി ഇത് അറേഞ്ച് ചെയ്യുന്നതും സ്വന്തം വാപ്പാനെ കള്ളു കുടിപ്പിച്ച് കിടത്തിയ കഥയൊക്കെയാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടത്. അപ്പോൾ ഇതൊക്കെയാണ് ഇസ്ലാമിലെ ചരിത്രം. മനസ്സിലായി. ഞാൻ ആക്ച്വലി UK-യിലാണ് താമസം, 15 വർഷമായിട്ട്. അപ്പൊ ഞാൻ ഇവിടെ ഒരു സ്പീക്കേഴ്സ് കോർണർ നിങ്ങൾക്ക് അറിയായിരിക്കും, മാർബിൾ ആർച്ചിലുള്ള. അപ്പൊ ഞാൻ പോകാറുണ്ട്. ഞാൻ അവിടുത്തെ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കുക, 1-2 പേരോട് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം കൂടുതലും അവിടെ വരുന്നവർ കൂടുതലും ഈ അറബ്സാണ്. അപ്പൊ അവര് പോലും ഈ ഖദീജയുടെ വിവാഹമായിട്ട് ബന്ധപ്പെട്ടും ആയിഷയുടെ ഒക്കെ മാരേജും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടും സംസാരിക്കുന്ന കേൾക്കുന്ന സമയത്ത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കുമ്പം ഇവരൊന്നും കേൾക്കാനേ തയ്യാറല്ല. അവര് പറയുന്ന സമയത്ത് അവർ അറബി സംസാരിക്കും. നമുക്ക് അത്തരത്തിലുള്ള ടോപ്പിക്കും കാര്യങ്ങളും ഹദീസും ഖുറാനും വെച്ച് കാണിച്ചാൽ ആരും സംസാരിക്കാനേ തയ്യാറില്ല. അപ്പൊ മലയാളികൾ, ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇന്ത്യക്കാര് ആ കേസിൽ കുറെ കൂടി ബെറ്ററാണ്, ഇന്ത്യൻ മുസ്ലിംസ് എന്ന് പറയുന്നത്. അവര് കുറച്ചുകൂടെ അത് മനസ്സിലാക്കാനും അത് പഠിക്കാനും ഒക്കെ തയ്യാറാണ്. ഈ അറബി സംസാരിക്കുന്നവരും ഈ പാകിസ്ഥാനിൽ നിന്നുള്ളവരൊക്കെയാണ് കുറെ കൂടി ഇത് സ്ട്രോങ് ആയിട്ട് അവർ വായിക്കുകയില്ല, കഥകളിൽ വിശ്വസിക്കായിരിക്കും അല്ലേ? അതെ. ഇവിടുത്തെ മദ്രസകളും കാര്യങ്ങളൊക്കെ എന്റെ ഫ്രണ്ട്സ് ഒക്കെ പിള്ളേരൊക്കെ വിടുന്നുണ്ട് മദ്രസയിലൊക്കെ. അപ്പൊ അവർ എന്താണ് പഠിക്കുന്നതെന്ന് അറിയാനുള്ള ഒരു ശ്രമവും കാര്യങ്ങളൊക്കെ നടത്തിയപ്പോഴും നമ്മുടെ നാട്ടിലുള്ള മദ്രസയിൽ പഠിപ്പിക്കുന്നത് പോലെയും ഒക്കെ തന്നെയാണ്. അപ്പം ഇപ്പൊ ഇവിടെ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഇപ്പൊ മുസ്ലിങ്ങൾ എന്ന് പറയുന്ന ആളുകൾ പോലും ഇവിടെ ജനിച്ചു വളർന്നവരാണെന്ന് അറിയുമ്പോഴാണ് എനിക്കും ഈ കാര്യത്തിൽ ഭയങ്കരമായിട്ടുള്ള അത്ഭുതം. ഇവിടെ ജനിച്ചു വളർന്ന് ഇവിടുത്തെ ഒരു കൾച്ചറുമായിട്ട് എല്ലാ കാര്യങ്ങളും കണ്ടു മനസ്സിലാക്കിയിട്ടും ഇവര് ഈ മദ്രസയിൽ നിന്ന് പഠിച്ച ആ കാര്യങ്ങൾ തന്നെ ഉറച്ചു വിശ്വസിക്കുകയും അത് പലതവണയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന കാണുമ്പോൾ എനിക്കും അത്ഭുതം തോന്നാറുണ്ട് പലപ്പോഴും. ഓക്കെ, എന്തായാലും ഒരുപാട് ആളുകൾ നമ്മളോട് റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു ആളുണ്ട്, അരുൾ എന്ന് പറഞ്ഞിട്ട്, ഒരു ക്രിസ്ത്യൻ അപ്പോളജറ്റിക് ആണെന്നാണ് മനസ്സിലാവുന്നത് അവിടെ സ്പീക്കേഴ്സ് കോർണറിൽ. മനസ്സിലായി, ഞാൻ കാണാറുണ്ട്. പക്ഷെ പുള്ളി ഈ പറഞ്ഞ പോലെ അങ്ങനെ സ്ട്രോങ് ആയിട്ട് ഇസ്ലാമിനെ വിമർശിക്കാൻ മാത്രമുള്ള അറിവൊന്നുമില്ല. പുള്ളി വളരെ ബേസിക്. എനിക്കും നിങ്ങളൊക്കെ അവിടെ വരണം, നിങ്ങൾക്ക് കുറെ കൂടി അതിനെപ്പറ്റി ധാരണ. പുള്ളി ബൈബിൾ പൊക്കി പിടിച്ചിട്ട് അപ്പൊ നമ്മൾ ഇസ്ലാമിനെ എതിർക്കുന്ന സമയത്ത് നമ്മൾ അതേ ഇത് ബൈബിളിൽ യൂസ് ചെയ്യുന്നില്ല, അതേ ഒരു ലോജിക്ക് യൂസ് ചെയ്യുന്നില്ല. അപ്പം അതിലൊരു പ്രശ്നമുണ്ട്. ഞാൻ കേൾക്കാറുണ്ട് പുള്ളി. എന്തായാലും ഇനി കാണുമ്പോൾ നമ്മളൊരു അന്വേഷണം അറിയിച്ചിട്ട് നമ്മളെ ചുമ്മാ ഒരു കാഷ്വൽ ആയിട്ടുള്ള ഒരു ഡിസ്കഷൻ, ചുമ്മാ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ചാനലിലേക്ക് കൊണ്ടുവരണം ഒരു ആഗ്രഹമുണ്ട്. പല ആളുകളും പറയാറുണ്ട് ഇങ്ങനെയുള്ള ആളുകളൊക്കെ. അപ്പോൾ അതിനെപ്പറ്റി ആരെങ്കിലും ഉണ്ടെങ്കിൽ
ഞാൻ ചെയ്യാം. ഞാൻ പുള്ളിയെ കാണുന്ന സമയത്ത് നിങ്ങളെ ചാനൽ പരിചയപ്പെടുത്താം, എന്നിട്ട് നമ്പർ കൊടുക്കാം. ഓ യെസ്, നന്നായിരിക്കും. അപ്പോൾ ഒന്ന് എനിക്ക് ടെലഗ്രാമിലോ വാട്സാപ്പിലോ ഒന്ന് മെസ്സേജ് ചെയ്തിട്ടാൽ മതി, നമുക്കത് ബാക്കി ഡിസ്കസ് നോ ചെയ്യാം. പ്രോബ്ലം, നോ പ്രോബ്ലം, ചെയ്യാവുന്നതാണ്. അതുപോലെ മുഹമ്മദ് ഹിജാബിനെയൊക്കെ കാണാറുണ്ടോ? ഈ ഒരു തവണ കണ്ടുള്ളൂ. പുള്ളിയുടെ ചുറ്റും ഒരുപാട് ആൾക്കാരുണ്ട്. അതൊരു റയർ സാധനമാണ് പുള്ളിയൊക്കെ. എനിക്ക് തോന്നുന്നു പുള്ളിക്കൊക്കെ ഇതിന്റെ അകത്തുള്ള പോരായ്മകളും പ്രശ്നങ്ങളൊക്കെ നന്നായിട്ട് അറിയാം. ഇതൊരു വിശ്വസിച്ചു പോയി എന്നുള്ളത് കൊണ്ട് അതൊക്കെ മുറുകെ പിടിച്ച് അങ്ങനെ നടക്കുന്നുള്ളതാണ്. ഇപ്പം ഈ ഖദീജയുടെ വിവാഹം പറഞ്ഞ പോലെ തന്നെ എനിക്ക് സൂറ ബക്രയിലാണെന്ന് തോന്നുന്നത്, ഈ നമ്മൾ അന്യമതസ്ഥരായിട്ടുള്ളൊരു സ്ത്രീയെ കല്യാണം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അതും വേശ്യയായിട്ട് കണക്കാക്കപ്പെടുന്നുള്ളൊരു ഇതൊക്കെ അല്ലേ. ഞാൻ അങ്ങനെ മാരേജ് ചെയ്ത ഒരാളാണ്. അവിശ്വാസിയായ സ്ത്രീയെ കല്യാണം കഴിക്കുക ഒന്നുകിൽ അവിശ്വാസിനിയോ അല്ലെങ്കിൽ ഒരു വേശ്യയോ ആയിരിക്കും. അതേപോലെ തിരിച്ചും. ഞാൻ അതിന്റെ അകത്തൊരു ചോദ്യമുണ്ട്, ആരിഫ് അല്ലെങ്കിൽ ജാമിദ ടീച്ചർ ഉണ്ടെങ്കിൽ, ഇപ്പം അത് വേദം കൊടുക്കപ്പെട്ടവരെന്ന് പറയുന്നുണ്ട്. അതായത് ഇപ്പം ക്രിസ്ത്യാനി ആയാൽ കുഴപ്പമില്ല എന്നതിന്റെ അകത്ത് അർത്ഥമുണ്ടോ ശരിക്കും? ഇതെന്താ വെച്ചാൽ ഇതിനകത്തൊരു ക്രോണോളജിക്കൽ ഓർഡർ ഉണ്ട് ഈ പറയുന്ന വിഷയങ്ങളിൽ. അപ്പോൾ ഇതിൽ പലപ്പോഴും നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ ഓർമ്മയിലേക്ക് വരാതെ പോകുന്നത് ആ ക്രോണോളജിയാണ്. അതായത് ഇസ്ലാമിൻ്റെ തുടക്ക കാലഘട്ടങ്ങളിൽ വേദക്കാരോട് ഭയങ്കര ബഹുമാനവും ഭയങ്കര സ്നേഹമൊക്കെ ആയിരുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് പിന്നെ അങ്ങനെ വേദക്കാരനൊന്നുമില്ല. പിന്നെ ക്രിസ്ത്യാനിയെ മറ്റേ അതുപോലെ ജൂതനെയൊക്കെ മറ്റേ പന്നിയെന്നും കുരങ്ങനെന്നൊക്കെ തന്നെയാണ് വിളിച്ചിട്ടുള്ളത്. അതുകൂടാതെ അവസാനം മരിക്കാൻ കിടക്കുന്നതിനൊക്കെ ആഴ്ചകൾ മുന്നേ പറഞ്ഞിരിക്കുന്നത് ഞാൻ ഈ അറേബ്യൻ പെനിൻസുലയിൽ നിന്നും ഇതുപോലെയുള്ള ആളുകളൊക്കെ ഓടിക്കും, ഇവിടെ മുസ്ലിങ്ങൾ മാത്രമേ പാടുള്ളൂ എന്ന് അങ്ങനെ പച്ചയ്ക്ക് പറയുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും. അതൊക്കെ നടപ്പിലാക്കി കാണിച്ച ആളുകളാണ് ഉമറിൻ്റെയൊക്കെ ഭരണം വരുമ്പോഴേക്കും അവിടെ പാക്ട് ഓഫ് ഉമറൊക്കെ ഉണ്ടാക്കി അവിടെ കൃത്യമായിട്ട് ഒരു റിലീജിയൻ വെച്ചുകൊണ്ടുള്ള ഒരു അപ്പാർട്ടൈഡ് അവിടെ ഉണ്ടായിരുന്നു. കൃത്യമായിട്ട് അവർ നടപ്പിലാക്കിയിട്ടുള്ളതാണ്. ഇതൊന്നും ആരും പറയാറില്ല. അപ്പോൾ നമ്മൾ ഇസ്ലാമിനെ പഠിക്കുമ്പോൾ ഈ ഖുർആൻ ഇങ്ങനെ കുത്തി നിറച്ച് ഇങ്ങനെ വലിയ സൂറത്ത് ആദ്യം ഏറ്റവും താഴെ ചെറിയ സൂറത്ത് ഇങ്ങനെ വെച്ചിരിക്കുന്നതുകൊണ്ട് ഇതൊരു ക്രോണോളജി ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറന്നുപോകും. ഇല്ല, എല്ലാരും മറന്നു പോകുന്നു. അത് ആലോചിക്കില്ല, ആരും ആലോചിക്കില്ല. ആൽക്കഹോളിന്റെ കാര്യം സംസാരിക്കുന്ന സമയത്തും അങ്ങനെ തന്നെയാണല്ലോ. ഞാൻ പലരോടും ആ മാറ്റർ പറഞ്ഞിട്ടുണ്ട്. ആൽക്കഹോൾ ഒരിക്കലും ഹറാമെന്ന് പറഞ്ഞിട്ടില്ല, മാറ്റി നിർത്തേണ്ടതാണെന്നാണ് പറഞ്ഞിട്ടില്ല. അപ്പം അപ്പോഴും അത് തർക്കിക്കുന്നവരുണ്ട്. നമ്മളിവിടെ ഇപ്പൊ പ്ലേ ചെയ്ത വീഡിയോ തന്നെ അത് ആ കല്യാണത്തെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടല്ല. ആ വീഡിയോ ഇസ്ലാമിൽ യഥാർത്ഥത്തിൽ കള്ള് നിരോധിച്ചിട്ടില്ല. പിന്നെ നമ്മളിപ്പോൾ ഒരു മെഡിക്കൽ പ്രൊഫഷണലുള്ള ആളായതുകൊണ്ട് കള്ള് ഒരു പ്രശ്നമാണെന്ന് അറിയുന്നതുകൊണ്ട് ഈ പറയാത്ത സാധനം പറഞ്ഞു എന്നും പറഞ്ഞ് ഇനിയിപ്പോൾ അതിനെ നമ്മൾ പഞ്ഞിക്കിടണ്ട. ഇനി അത് കേട്ടിട്ടെങ്കിലും കാക്കാമാർ കുടിക്കാതിരിക്കണേ അങ്ങനെ കുടിക്കാതിരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാമിനെ അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല. നിങ്ങൾ കള്ളു കുടിച്ചിട്ട് നിസ്കരിക്കാൻ പറ്റും. എന്റെ 1-2 ഫ്രണ്ട്സ് അത്യാവശ്യം മദ്യപിക്കും, പക്ഷെ അവർ നല്ല വിശ്വാസിയാണ് ഒരേ സമയം. അപ്പൊ ഞാൻ അവരുടെ അടുത്ത് ഈ കാര്യം പറഞ്ഞപ്പോ അവർക്ക് ചെറിയൊരു ആശ്വാസം കിട്ടിയതായിട്ട് ഞാൻ കണ്ടു. ഞാൻ കള്ള് ഹറാമെന്ന് പറഞ്ഞിട്ടില്ല, ഹറാമെന്ന് പറഞ്ഞ ലിസ്റ്റിൽ കള്ളില്ലെന്ന് പറഞ്ഞു. അപ്പൊ അവര് സമ്മതിക്കുന്നില്ല കുറെ പേര്. അപ്പൊ ഞാനത് കറക്റ്റ് നമ്മൾ കാണിച്ചു കൊടുക്കുന്ന സമയത്ത് കാണുന്നില്ല. ശരിയാണ്, ഹറാമെന്ന് പറഞ്ഞ ലിസ്റ്റിൽ അതില്ല. കള്ള് ഒഴിവാക്കണം എന്ന് പറയുന്നുണ്ട്, ഗുണവും ദോഷവും ഉണ്ടെന്നും പറയുന്നത്. ചില ഹദീസുകളിലൊക്കെ കാണാം കള്ള് കുടിക്കരുത്, സമീപിക്കരുത് എന്നൊക്കെ. പക്ഷെ അതൊന്നും ഒരു ബ്ലാങ്കറ്റ് ആയിട്ട് ഒരു റൂളായിട്ടല്ല വരുന്നത്. ഇത് യുദ്ധസമയത്ത് കുടിക്കരുത്, നിസ്കരിക്കുമ്പോൾ കുടിക്കരുത്, ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഓക്കെ, പിന്നെ അതുകൂടാതെ പന്നിമാംസം അങ്ങനെ അല്ലല്ലോ പറഞ്ഞിട്ടില്ല. ഞാനത് ചോദിക്കുന്നത്, പന്നിമാംസത്തിന്റെ കറക്റ്റ് പറയുന്നുണ്ട്, കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം കള്ളിന്റെ കാര്യത്തിൽ അങ്ങനെ പറയാമായിരുന്നു. ഞാനാണ് പഠിച്ചോണ്ടെങ്കിൽ പറയായിരുന്നു. അത് മാത്രമല്ലെന്നേ, ഈ കള്ള് നിരോധിച്ച സമയത്ത് നമ്മളിവിടെ കഥ പൊലിപ്പിച്ച് പറയുന്നത് കേട്ടിട്ടുണ്ടാവും. അതായത് അവിടെയുള്ള ആളുകൾ മുഴുവൻ അത് തട്ടിമറിച്ചിട്ടു. അത് മക്കയിലെ തെരുവുകളിലൂടെ, മദീനയിലെ തെരുവുകളിലൂടെ കള്ള് ഒഴുകുകയായിരുന്നു, മദ്യപ്പുഴയായിരുന്നു എന്നൊക്കെ പറയും. സത്യത്തിൽ നമുക്ക് കാണാം ചില ഹദീസുകളിൽ ഇതെങ്ങനെ ഒരു കള്ള് നിരോധിക്കാൻ പോകുന്നുണ്ട്, അപ്പോൾ നിങ്ങളുടെ വീടുകളിൽ കള്ളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് വിറ്റ് തീർത്തോ എന്ന് മുഹമ്മദ് നബി പറയുന്നത് കാണാം. വിറ്റ് തീർത്തോ എന്നാ പറയുന്നത്, കുടിച്ചു തീർത്തോ എന്നല്ല. ഓക്കെ, അപ്പൊ ഇത് എന്താ പറയാ, ബ്ലേറ്റന്റ് ആയിട്ട് നമുക്ക് അവിടെ പറഞ്ഞു വെക്കുന്നതായിട്ടാണ് കാണുന്നത്. അതായത് ഇത് മുഹമ്മദ് നബിയാണ് ഈ ആയത്തൊക്കെ ഇറക്കുന്നത് എന്നുള്ളതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം കൂടിയാണിത്. അല്ലെങ്കിൽ എങ്ങനെയാണ് അറിയാ, പുറപ്പെട്ടു അരമണിക്കൂർ മുന്നേ വീണ്ടും പുറപ്പെടാന്ന് പറയാൻ പറ്റില്ലല്ലോ. ഇത് അതേപോലെയാണ് പറഞ്ഞു വെക്കുന്നത്. കള്ള് നിരോധിക്കാനുള്ള ആയത്ത് വരാൻ സാധ്യതയുണ്ട്, അപ്പൊ അതുകൊണ്ട് നിങ്ങൾ വേഗം സ്റ്റോക്കൊക്കെ തീർത്തോളൂ എന്ന് പറയുമ്പോൾ അതെന്ത് നിരോധനമാണ്? മനസ്സിലായി. നിരോധനം അങ്ങനെയല്ലല്ലോ വരേണ്ടത്.
പുള്ളിക്ക് മുൻകൂട്ടി കിട്ടാണ്. അപ്പൊ കൂടെയുള്ള ആളുകളൊക്കെ കള്ളു കച്ചവടമൊക്കെ നടത്തുന്ന ആൾക്കാരുണ്ട്, അവരെ സഹായിക്കുകയാണ്. ഇതാണ് നമ്മൾ നോട്ട് നിരോധനത്തിന് മുന്നേ മോദി ചെയ്തു എന്ന് പറയുന്നത്. മോദിക്ക് വേണ്ട ആളുകളെയൊക്കെ അറിയിച്ചു. ഇത് തന്നെയല്ലേ മുഹമ്മദ് നബി ചെയ്തത്. അപ്പൊ സത്യത്തിലൂടെ സുന്നത്തൊക്കെ ഫോളോ ചെയ്യുന്നത് മോദിയാണ് നമ്മൾ സമ്മതിക്കേണ്ടി വരും. അതാണ് ഉണ്ടാവുക. അപ്പൊ എന്തായാലും ജോയിൻ ചെയ്തതിൽ സന്തോഷം. ഒരു ഒറ്റ മാറ്റർ കൂടെ നിങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന കൂട്ടത്തില് ഞാൻ എന്റെ ഒരു ഫ്രണ്ട് ഇതുപോലെ ഭയങ്കര വിശ്വാസിയായിരുന്നു. അപ്പൊ ഞാൻ പുള്ളിക്ക് ഇതുപോലെ ഈ സ്ലേവറിന്റെ കാര്യമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞു തുടങ്ങി, അങ്ങനെ ഡിസ്കഷൻ തുടങ്ങി. പുള്ളി ഇപ്പം മാറിട്ടോ, പുള്ളി ഇപ്പൊ എക്സ് മുസ്ലിമായി. അപ്പം അതിന്റെ അകത്ത് ഒരു പോയിന്റ് പുള്ളി കറക്റ്റ് പറഞ്ഞപ്പം കുറെ കൂടി ചിന്തിക്കാൻ തുടങ്ങിയത് ഈ സൂറ അശ്വറയിൽ ഒരു കാര്യം പറയുന്നുണ്ട്, ഈ മക്കയിലുള്ളവർക്കും മക്കയ്ക്ക് ചുറ്റുമുള്ളവർക്കും എന്ന് പറയുന്ന ഒരു പോയിന്റ്. അവിടെ അത് പലരും, അതായത് ഇവര് ചില ആൾക്കാർ വ്യാഖ്യാനിക്കുന്നതായിട്ട് എന്റെ അടുത്ത് വന്നു. അതായത് മക്കയ്ക്ക് ചുറ്റും എന്ന് പറയുമ്പോൾ മക്ക ഭൂമിയുടെ സെന്ററിലാണ്, അപ്പൊ ചുറ്റുമുള്ളതെന്ന് പറയുമ്പോൾ ഭൂമിയാണ് എന്നുള്ള രീതിയിലൊക്കെ. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ 1-2 വീഡിയോസ് ഒക്കെ അത് നിങ്ങളാരും ചർച്ച ചെയ്തില്ലെന്ന് പറയാറുണ്ട്. നമ്മളെപ്പോഴും പറയുന്ന കാര്യമാണ്. അതിലെന്താ പ്രശ്നം വെച്ചാൽ, ഈ ഖുർആൻ നിങ്ങൾക്ക് അറബിയിൽ ഇറക്കിയിരിക്കുന്നു. അത് നിങ്ങൾക്ക് ചുറ്റും, അതായത് മക്കയ്ക്ക് ചുറ്റുമുള്ള ആളുകൾക്കും വേണ്ടി എന്ന് പറയുമ്പോൾ ഇവർ പറഞ്ഞ ന്യായം അവിടെ വരും. ഇത് മക്കയ്ക്ക് ചുറ്റുമുള്ള ആളുകൾക്ക് വേണ്ടിയാണ് എന്ന് മാത്രമാണ് പറഞ്ഞിരുന്നത്. ഇത് അറബിയിലാണെന്ന് കൂടി പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതാണ് ഇതിലെ പ്രശ്നം. ഓക്കെ, ഇത് ഒരു അറബി അറിയുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടെന്നല്ലേ അതിൻ്റെ അർത്ഥം. ഇപ്പോൾ തമിഴിൽ നിങ്ങളുടെ ഖുർആൻ ഞാൻ തമിഴിൽ ഇറക്കിയിരിക്കുന്നു, അത് കോയമ്പത്തൂരിന് ചുറ്റുമുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ? തമിഴ് അറിയുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട്. അതല്ലേ അതിന്റെ അർത്ഥം വരുന്നുള്ളൂ. അല്ലാതെ അങ്ങ് മറ്റേ കാശ്മീരിലുള്ള ആൾക്കും കൂടി വേണ്ടിയിട്ടാണ് തമിഴിൽ ഇറക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളൊരു മണ്ടനാണെന്നല്ലേ നമ്മൾ പറയാം. കാശ്മീരിലുള്ള ആൾക്ക് അല്ലെങ്കിൽ ബംഗാളിക്ക് തമിഴ് അറിയോ? ഇല്ലല്ലോ. അതറിയാത്ത ആളാണ് ഇപ്പോൾ ഇത് ഇറക്കിയെന്ന് അവിടെ ചോദ്യം വരും. ഇതാണ് അതിൽ സംഭവിക്കുക. ഇത് കൂടാതെ വേറെ ഉണ്ട്. ഒരു സമുദായത്തെയും നമ്മൾ അവരുടെ ഭാഷയിൽ സംസാരിക്കുന്ന പ്രവാചകന്മാരെ അയക്കാതെ നമ്മൾ വിട്ടിട്ടില്ല എന്നും പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചോദിക്കും, ഇന്ത്യയിലേക്ക് വിട്ട പ്രവാചകൻ ആരാണ്? അതല്ലെങ്കിൽ അതെ. അപ്പൊ നമ്മൾ ചോദിക്കുന്നത് അതാണ്. ഇപ്പോഴും അതെ, നമ്മളെ സെന്റിനൽ ഐലൻഡിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ മനുഷ്യന്മാരെ വേറെ പുറത്തുനിന്ന് കയറ്റാറില്ല. അപ്പൊ അവിടെ ഏത് പ്രവാചകനാണ് പോയിട്ടുള്ളത്? ആമസോൺ കാടുകളിൽ ഇപ്പോഴും പുറം ലോകം കണ്ടിട്ടില്ല പല ആളുകളും. അവര് സ്വർഗത്തിലെത്തുന്ന പറയുന്നവരുണ്ട്. കാരണം അവരിലേക്ക് ഇസ്ലാം എത്തിയിട്ടില്ല, അതുകൊണ്ട് അവർക്ക് ബാധകമല്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. അത് ശരിയാണ്. പക്ഷെ അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട്. അതായത് മുസ്ലിമിന്റെ ബാധ്യതയാണ് ഇത് എത്തിക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അവൻ എത്തിക്കാൻ വേണ്ടി, അപ്പോൾ സെന്റിനൽ ഐലൻഡിൽ ജീവിക്കുന്ന ആളുകൾക്ക് അവർക്ക് ഇസ്ലാം എന്താണെന്ന് അറിയില്ല. അവർ ഓൾറെഡി സ്വർഗത്തിലാണെന്നാണ് ഇസ്ലാമിന്റെ തന്നെ കാഴ്ചപ്പാട്. അപ്പോൾ ഇവിടെ ചോദ്യം വരികയാണ്, ഒരാൾ സെന്റിനൽ ഐലൻഡിലേക്ക് പുറപ്പെടാൻ വേണ്ടി നിൽക്കുകയാണ്. അയാൾ അവിടെ പോകണോ വേണ്ടേ? ഇസ്ലാം തന്നെ പറയുന്നത് പോകണ്ടെന്നല്ലേ? അതായത് അയാൾ പോയി അവിടെ പറഞ്ഞ് അവർ വിശ്വസിച്ചില്ല എന്നുണ്ടെങ്കിൽ, ആ സെന്റിനൽ ഐലൻഡിൽ ഒരു 100 ആളുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ 50 പേര് നരകത്തിൽ പോകാനുള്ള കാരണമായി മാറുകയല്ലേ ഈ പറഞ്ഞ ചങ്ങാതി? അപ്പൊ എന്തിനാ വെറുതെ അങ്ങോട്ട് പോണത്? അവര് അല്ലെങ്കിൽ സ്വർഗത്തിൽ പോകുന്ന ആൾക്കാരല്ലേ? അപ്പൊ സ്വർഗത്തിൽ എത്തിക്കലാണ് നിങ്ങളുടെ ലക്ഷ്യമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇസ്ലാം പഠിപ്പിക്കാതിരുന്നാ പോരെ? പ്രശ്നം കഴിഞ്ഞു. വെറുതെ എന്തിനാ അവിടെ പോയി കുത്തിത്തിരിപ്പുണ്ടാക്കുന്നത്? അത് പോയി പഠിപ്പിച്ച് എന്നിട്ട് പിന്നെ അവർ വിശ്വസിപ്പിച്ച് എന്തിനാണ് നിൽക്കുന്നത്? അങ്ങനെ അറിയാത്ത ആളുകളൊക്കെ സ്വർഗത്തിലാന്ന് ആദ്യം പറഞ്ഞു വെച്ചിട്ടുണ്ട്. അവരറിയാതെ ഇരുന്നാൽ പോരെ? നമ്മൾ മതം വിടുന്ന സമയങ്ങളിൽ നമ്മളുടെ ഉള്ളിൽ ഉണ്ടായിട്ടുള്ള ചില ചോദ്യങ്ങൾ ഇതൊക്കെയാണ്. ഈ സെൻട്രൽ ഐലൻഡിൻ്റെ വിഷയമൊക്കെ വന്നത്. അപ്പം അന്ന് ഏതോ ഒരു ആളെ എന്താണ് നാറ്റ്ജിയോ അതിൻ്റെ ഏതൊരു ഫോട്ടോഗ്രാഫർ എങ്ങാണ്ടാണല്ലോ അവിടെ കൊല്ലപ്പെടുകയോ ചെയ്തത്. അപ്പൊ ആ സമയത്ത് എങ്ങനെ ആലോചിച്ചു? പുള്ളിയും മതം പറയാൻ വേണ്ടി പോയതെന്നാണ്. യെസ്. അപ്പൊ അത് വേറൊരാളാണ്. അപ്പൊ അതിലിങ്ങനെ കാണുന്നു. അപ്പൊ നമ്മൾ ആലോചിച്ചതാണ് എന്തിനാ പിന്നെ അവിടെ പോകണം? അപ്പൊ നമ്മളിപ്പോൾ അവിടെയാണ് ജീവിക്കുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ സ്വർഗത്തിൽ എത്തൂലേ, പിന്നെ എന്തിനാ ഇത്ര കഷ്ടപ്പെടുന്നതെന്നുള്ളൊരു ചിന്ത നമുക്ക് വരും. ഇതൊക്കെയാണ് ഇത് സംഭവിക്കുന്നത്. കയ്യിൽ നിന്ന് പോയി അതോടുകൂടി. ഇതിലെ ഈ ഇൻകൺസിസ്റ്റൻസീസ് ഇതൊക്കെയാണ് ഇതിലെ പ്രശ്നങ്ങൾ. അതുപോലെ സെൽഫ് ഡിഫീറ്റിംഗ് ആയിട്ടുള്ള കുറേ സാധനങ്ങൾ.
ഇതെല്ലാം കൂടി വരുമ്പോൾ മനസ്സിലാവും ഇതൊരു മനുഷ്യൻ തട്ടിക്കൂട്ടി ഉണ്ടാക്കുമ്പോൾ ഉണ്ടാകുന്ന സാധാരണ സംഭവിക്കാവുന്ന എറേഴ്സാണ് ഇതൊക്കെ. അതിന് ഇത്രയും എറർ ഉണ്ടാക്കേണ്ട ഗതികേട് ഒരു പടച്ചവനുണ്ടെങ്കിൽ ആ പടച്ചവനൊരു ദുരന്താണെന്ന് നമ്മൾ പറയുന്നത് ആണല്ലോ. ഞാൻ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായതാണ്. അപ്പോൾ എനിവേ താങ്കളുടെ ശബ്ദം നമ്മൾ കൂടുതൽ ആളുകൾക്ക് എത്തേണ്ടതുണ്ട്. വീണ്ടും എക്സ് മുസ്ലിങ്ങളെ നിങ്ങൾ അവിടെ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുക. അരുളുടെ കാര്യം മറക്കണ്ട. നമുക്ക് പറ്റുമെങ്കിൽ ഒരു ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. ഒരു ഫ്രണ്ട്ലി ഞാൻ മാക്സിമം ഞാൻ നിങ്ങൾക്കൊരു വാട്സ്ആപ്പ് അയക്കാം. യെസ്, ആബ്സല്യൂട്ട്ലി, താങ്ക് യു. അപ്പോൾ അരുളിനെ നമുക്ക് അധികം വൈകാതെ പ്രതീക്ഷിക്കാം. കോൾ ഡിസ്കണക്ട് ആയതാണോ? ഹലോ ഹലോ. പറയൂ, പേരെന്താണ്? പേര് നബിൻ എന്നാണ്, UK നിന്നാണ്. നബി? നബി അല്ല, നബിൻ എന്നാണ് പേര്. പേടിച്ചു പോയി. സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയണ വേണ്ടയോ എന്നിങ്ങനെ ആലോചിച്ചു. ഒരു വേള ഞാൻ ചിന്തിച്ചു പോയി. പറയൂ നബി, പറയൂ. തൽക്കാലം അതൊന്നും വേണ്ട. ഓക്കെ. അപ്പൊ ഞാൻ തൊട്ട് മുന്നത്തെ ആളുടെ കോൾ ഇങ്ങനെ നിങ്ങൾ UK ഇങ്ങനെ മറ്റേ ജാക്കിർ നായിക്കിന്റെ മൈക്കിന്റെ പിന്നിൽ ക്യൂ നിന്ന് വിളിക്കണ മാതിരിയാണോ? എല്ലാരും UK എന്നാണല്ലോ വിളിക്കണത്. അല്ല, നമുക്ക് ഇവിടെ ഈവനിങ് ടൈം ആണല്ലോ. ഇപ്പൊ ഒരു 4:15 അപ്പൊ ഈവനിങ് ടൈം ആണ്, നമുക്ക് പെർഫെക്റ്റ് ആണ്. നല്ല കാര്യം, പറയൂ എന്താണ് UK പുതിയ വിശേഷം? ഇതുവരെ സ്പീക്കേഴ്സ് കോർണറിലേക്ക് പോകാൻ പറ്റിയില്ല. നമ്മുടെ അടുത്ത് നിന്ന് ഒരുപാട് ദൂരെയാണത്. അപ്പൊ ഇതുവരെ അവിടെ ആക്സസ് കിട്ടിയിട്ടില്ല. നമ്മളുടെ കുറെ ആളുകൾ വിളിക്കാറുണ്ടല്ലോ. അപ്പൊ നിങ്ങളൊരു സ്പീക്കേഴ്സ് കോർണറിലൊക്കെ ഒന്ന് ചെന്നിട്ട് അവിടുന്ന് ഇതേപോലെ ഒരു ലൈവ് ഒക്കെ ഒന്നിട്ട് അല്ലെങ്കിൽ ഒരു വീഡിയോ എങ്കിലും റെക്കോർഡ് ചെയ്തൊക്കെ നമുക്ക് തന്നു കഴിഞ്ഞാൽ നമ്മൾ ആളുകളിലേക്ക് ഇടാം. മീൻസ് ആളുകൾ അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നിങ്ങൾക്ക് അവിടെ ഒത്തുകൂടാനൊക്കെ പറ്റൂലേ? പിന്നെ ആർക്ക് വേണമെങ്കിലും ഒത്തുകൂടാ. അവിടെ ആക്ച്വലി ദാവ മാത്രമല്ല, എല്ലാ ഇപ്പൊ ക്രിസ്ത്യൻസ് നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള ഒരു 4-5 സ്പീക്കേഴ്സ് ക്രിസ്ത്യൻസ് ഉണ്ട്. പിന്നെ വൈറ്റ്സ് ആയിട്ടുള്ള വെള്ളക്കാരായിട്ടുള്ള മറ്റേ സനാതന ധർമ്മവിശ്വാസികളും, അതായത് പ്രൊമോട്ട് ചെയ്യുന്ന വെള്ളക്കാർ. അതെ 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 കാണാറുണ്ട്. എനിക്ക് പോണമെന്ന് കുറെ നാളായിട്ട് ആഗ്രഹമുണ്ട്, പക്ഷെ ടൈം കിട്ടിയിട്ടില്ല. അറിയാലോ, അവിടെ നമ്മുടെ ഹറ്റുൻ ടാഷ് എന്ന് പറഞ്ഞ ഒരു എക്സ് മുസ്ലിം ക്രിസ്ത്യൻ ഉണ്ട്. ഇപ്പോൾ പുള്ളിക്കാരിക്ക് അവിടെ നിന്ന് കത്തിക്കുത്തൊക്കെ കിട്ടിയതാണ്. ഇതേപോലെ പോയി നിന്ന് ഖുറാനൊക്കെ പൊക്കി പിടിച്ച് വിവിധ വേർഷൻസ് ഓഫ് ഖുറാൻ. എനിക്ക് ആക്ച്വലി മനസ്സിലായത്, ഇപ്പൊ എന്റെ അടുത്ത് ഇപ്പൊ ഞാനൊരു എന്താ പറയാ, ഒരു നോൺ പ്രാക്ടീസിങ് മുസ്ലിമാണ്, ഒരു കൾച്ചറൽ മുസ്ലിമാണ് ഞാൻ. അതായത് ലൈക്ക് ഞാൻ ഫോർ എക്സാമ്പിൾ ഒരു അഗ്നോസ്റ്റിക് വ്യൂവിൽ നിന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഐ ബിലീവ് ഇൻ ഗോഡ്, ബട്ട് മറ്റു കാര്യങ്ങൾ കാരണം ഞാൻ ബോട്ടപ്പായ ഫാമിലി എന്ന് പറയുന്നത് മം സൈഡ്, ഉമ്മാന്റെ സൈഡ് ഓർത്തഡോക്സ് ആണെങ്കിലും ഫാദറിന്റെ സൈഡ് കമ്മ്യൂണിസ്റ്റുകാരാണ്. മീൻസ് ഇപ്പോഴത്തെ പിണറായിയുടെ കമ്മ്യൂണിസം അല്ല കേട്ടോ, മച്ച് ബെറ്റർ ആയിട്ടുള്ള ഒരു വെർഷൻ ഓഫ് കമ്മ്യൂണിസം ആയിരുന്നു. അപ്പോ രണ്ടും നമുക്ക് കിട്ടിയതുകൊണ്ട് ചെറുപ്പം തൊട്ടേ അങ്ങനെ മദ്രസയിലൊന്നും പോകേണ്ട വന്നിട്ടില്ല. ഒരു 2ാം ക്ലാസ് വരെയൊക്കെ പോയ ഓർമ്മ എനിക്കുള്ളൂ. അപ്പോ പിന്നെ ഈ പറഞ്ഞാൽ എല്ലാവർക്കും ഒരു പേഴ്സണൽ ബിലീഫ്, അതായത് ഇത് ബേസിക്കലി ഫിയർ ആണല്ലോ. അതായത് ഇപ്പൊ എനിക്കൊരു എന്റെ മുമ്പിൽ ഒരു പ്രതിസന്ധി വരുന്നു, എനിക്കത് നേരിടാൻ എല്ലാ മനുഷ്യർക്കും ഒരുപോലെ ഇപ്പൊ ഭഗത് സിംഗ് ആവാൻ പറ്റിയെന്ന് വരില്ലല്ലോ. അപ്പൊ എന്റെ പോലുള്ള ആളുകളുണ്ട്. അപ്പൊ ഞാനൊക്കെ നോർമലി എന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മളാ എന്താ പറയാ മെഡിറ്റേഷൻ കണ്ടെത്തുക, കുറച്ചു നേരം ഏകാഗ്രത കിട്ടുക എന്നുള്ളതാണ്. അപ്പോ 5 നേരം അല്ലെങ്കിലും നമുക്കൊരു ബുദ്ധിമുട്ടുള്ള സമയത്ത് നമുക്ക് തേടി ചെല്ലാൻ പറ്റിയ ഒരു സ്ഥലം. അത്രയാണ് ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുള്ളൂ ഇതുവരേക്കും. പക്ഷെ ഈ നിങ്ങളുടെ വീഡിയോസ് ഫോളോ ചെയ്യാൻ തുടങ്ങിയപ്പോഴും എസൻസ് ഗ്ലോബൽസിന്റെ, ഞാൻ ആക്ച്വലി അസ്കർ അലിയുടെ ഫോളോവർ ആയിരുന്നു. അസ്കർ അലി മതം വിട്ട് വന്ന ഒരു 2 years മുന്നെയാണ് ഞാൻ ആക്ച്വലി ഫോളോ ചെയ്യാൻ തുടങ്ങിയത് ഇതെന്താണെന്നുള്ളത്. ആക്ച്വലി ഖുറാനിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ അറിയുന്നത് 2 വർഷം മുമ്പാണ്. ഞാൻ ഇതുവരെ അത് ഫോളോ ചെയ്തിട്ടോ വായിച്ചിട്ടോ ഒന്നുമില്ല. പിന്നെ ഇപ്പൊ ഞാൻ പഠിച്ച കോളേജിലാണെങ്കിലും, ഞാൻ ഒരു മുസ്ലിം കോളേജിലാണ് പഠിച്ചത്. ഞാൻ പഠിച്ച കോളേജിലാണെങ്കിലും 2 പേര്, ഒരാള് തബ്ലീഗ് വിശ്വാസിയായിരുന്നു, ഒരാള് ജമാഅത്ത് ഇസ്ലാമി വിശ്വാസിയായിരുന്നു. 2 പേരും അതിന്റെ തീവ്ര മുസ്ലിംസ് ആയിരുന്നു. പക്ഷെ കോളേജ് കഴിഞ്ഞതിന് ശേഷം ഒരു 3 കൊല്ലം കഴിഞ്ഞ് 2 പേരെയും കോണ്ടാക്ട് ചെയ്യുമ്പോൾ 2 പേരും എക്സ് മുസ്ലിംസ് ആയി. അപ്പൊ എനിക്ക് എനിക്ക് മനസ്സിലാക്കിയ കാര്യം എന്താന്ന് വെച്ചാല്, നമ്മൾ റിയൽ ആയിട്ട് ഇതിന്റെ പുറകെ അന്വേഷിച്ച് പോയി കഴിയുമ്പോ നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങള് ഇതെന്താ ബേസിക്കലി എനിക്ക് മനസ്സിലായെന്ന് വെച്ചാല്, ഗ്ലോബലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇസ്ലാം അല്ലെങ്കിൽ ഏത് എക്സ്ട്രീമിസ്റ്റ്
ക്രിസ്തു മതമാണെങ്കിലും അതൊരു ഫെയിൽഡ് സൊസൈറ്റിയിലാണ് ഗ്രോ ചെയ്യാൻ പറ്റുള്ളൂ. അബ്സല്യൂട്ട്ലി. അതൊരു കൺട്രോളിംഗ് ടൂളാണ് അത്. വീഡിയോയില് അതിർക്കാട് ഒരു വീഡിയോ കണ്ടപ്പോ അതിനകത്ത് ഇങ്ങനെ ഈ തെറ്റ് കൂട്ടുന്നതുകൊണ്ടാണ് ഇസ്ലാം വളരുന്നതെന്നുള്ളൊരു ചിന്ത പറഞ്ഞില്ല. ആക്ച്വലി അതല്ല റീസൺ. ആക്ച്വലി റീസൺ ഒറിജിനൽ ആയിട്ട് ഇവിടെ ഉള്ള ആൾക്കാർ കൺവേർട്ട് ആവുന്നുണ്ട്, വൈറ്റ്സ് കൺവേർട്ട് ആവുന്നുണ്ട്. പക്ഷെ എന്താണ് കൺവേർട്ടിങ്ങിന്റെ കാര്യം എന്ന് വെച്ചാല്, ഇപ്പൊ നമ്മുടെ നാട്ടിൽ എങ്ങനെയാ, നമ്മുടെ നാട്ടിൽ ഒരു കുട്ടി ജനിക്കുന്നു, അവനെ നേരെ പിടിച്ച് ഒരു 3.5 വയസ്സാവുന്ന നഴ്സറി ചേർക്കുന്നു, അവിടെ നിന്ന് LKG UKG, അവിടെ നിന്ന് 1ാം ക്ലാസ് തൊട്ട് 10 കഴിഞ്ഞാൽ നേരെ +2 കഴിഞ്ഞാൽ ഡിഗ്രി, മേ ബി PG കൂടി കഴിഞ്ഞാൽ അവന് പുറത്തിറങ്ങാൻ പറ്റും. ഇത്രയും ബിസിയാണ് അവന്റെ ലൈഫ്. ഓക്കെ, യൂറോപ്പിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു മിനിമം വേജ് സിസ്റ്റം ഉണ്ട്. അതായത് എന്ത് പണിക്ക് പോയാലും നമുക്കൊരു 10.5 പൗണ്ട് 11 പൗണ്ട് സാലറി ഉറപ്പായിട്ടും കിട്ടും. സോ നിങ്ങളൊരു 10 വെള്ളക്കാർ കുട്ടികൾ എടുത്താൽ, അതായത് ഒരു 15നും ഒരു 30നും ഇടയിലുള്ള ഒരു 10 വെള്ളക്കാർ എടുത്തു കഴിഞ്ഞാൽ ആ 10ൽ 8 പേരും GCA പാസ്സായിട്ടുണ്ടാവുള്ളൂ, 10ാം ക്ലാസ് പാസ്സായിട്ടുണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് എന്തെങ്കിലും ഒരു ഇഷ്ടപ്പെട്ട മേഖല ചൂസ് ചെയ്ത് അതിലേക്ക് മൂവ് ചെയ്യണം. അപ്പൊ നമുക്ക് കിട്ടുന്ന പോലെ മേ ബി നമ്മളിപ്പോ എഞ്ചിനീയറിംഗിന് പഠിക്കുന്നത് പോലെയോ അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു കോളേജ് ലൈഫ്, മറ്റുള്ള ആൾക്കാരായിട്ടുള്ളൊരു സോഷ്യൽ ഒരു ഇതൊന്നും പൊതുവെ ഇവർക്ക് കിട്ടാറില്ല. അപ്പൊ അങ്ങനെ വരുമ്പോ ഇവർക്ക് ഇതിനകത്ത് വേറെ, അതായത് ഇപ്പൊ എനിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ട്, എനിക്ക് തുറന്നു പറയാൻ ഒരു 10 കൂട്ടുകാരന്മാരുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ എന്റെ പാരന്റ്സിനോട് ഈ ഞാൻ കണ്ടേക്കുന്ന വെള്ളക്കാരെല്ലാം ഭയങ്കര ഇൻഡിവിജ്വലിസ്റ്റുകളാണ്. അവരുടേതായ കാര്യങ്ങൾ മാത്രം നോക്കി നടക്കുന്ന ആൾക്കാരാണ്. അപ്പൊ ഓൾറെഡി ഇവിടെ ക്രിസ്ത്യാനിറ്റിക്ക് ഒരു ഇഷ്യൂ ഉണ്ട്. അതായത് ക്രിസ്ത്യാനിറ്റി ഇവർ ഈ ബ്രിട്ടീഷ് എംപയറിന്റെ ഭാഗമൊക്കെ ആയിട്ട്, അല്ലെങ്കിൽ ഇപ്പൊ അവിടെ നിന്ന് ഫ്രാൻസിൽ നിന്ന് ഇറ്റലിയിൽ നിന്നൊക്കെ എംപയർ ക്രിയേറ്റ്, റോമൻ എംപയർ ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് അന്ന് കുറെ ചീത്തപ്പേര് ഉണ്ടായി എന്നുള്ളൊരു ചിന്തയെ കൊണ്ട് ഇവരിപ്പോ ക്രിസ്ത്യാനിറ്റിയുടെ പ്രൊമോട്ടിങ് ഗവൺമെന്റ് തലത്തിൽ വളരെ കുറവാണ്. ഫോർ എക്സാമ്പിൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങളിപ്പോ ഫോർ എക്സാമ്പിൾ നിങ്ങൾ വെസ്റ്റ്മിനിസ്റ്ററിൽ പോയിട്ട് അതായത് മറ്റേ ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിന്റെ ഫ്രണ്ടിൽ പോയി, അല്ലെങ്കിൽ ബക്കിംഗ്ഹാം ആ ഭാഗത്ത് പോയിട്ട് നിങ്ങൾ ക്രിസ്ത്യാനിറ്റി പ്രൊമോട്ട് ചെയ്യാൻ ട്രൈ ചെയ്യണ ഒരു സ്പീക്കറൊക്കെ വെച്ചിട്ട് യു ഗെറ്റ് അറസ്റ്റഡ്. മനസ്സിലായോ? നിങ്ങൾ ഉടനടി അറസ്റ്റ് ചെയ്യും. ബട്ട് അറ്റ് ദ സെയിം ടൈം നിങ്ങൾ ഇസ്ലാമാണ് പ്രൊമോട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ അറസ്റ്റ് ചെയ്യപ്പെടില്ല. മേ ബി നിങ്ങൾ അവിടെ നിന്ന് റിമൂവ് ചെയ്യുമായിരിക്കും, പക്ഷെ നിങ്ങൾ അവിടെ നിന്ന് പിടിച്ച് ബലമായിട്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന സീനില്ല. ഇതിപ്പോ നമ്മുടെ തൗസി TV ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. തൗസി TV അതിന് കുറെ റിപ്പോർട്ടൊക്കെ ചെയ്യാറുണ്ട്. ഒരു ഫേമസ് ആയിട്ടുള്ള മുസ്ലിമാണ് പുള്ളി. അതെ 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 അതെ. അപ്പോ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിലവിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഈ ഇവർക്ക് ചർച്ചിന്റെ ഇമ്പോർട്ടൻസോ അല്ലെങ്കിൽ അതൊന്നും അറിയാൻ പാടില്ലാത്ത ആൾക്കാരും, അത് കൂടാതെ നോൺ ബിലീവേഴ്സ് ആയിട്ടുള്ള ആൾക്കാരും എല്ലാം ഈ കൾച്ചർ കണ്ടിട്ട്, അതായത് ഒരു മുസ്ലിംസ് തമ്മിലുള്ളൊരു ഒരു സ്നേഹം, അല്ലെങ്കിൽ അവര് കാര്യങ്ങൾ ചെയ്യുന്ന രീതിയൊക്കെ കണ്ട് അട്രാക്റ്റഡ് ആയിട്ട് ഒരുപാട് പേര്. ഇപ്പൊ ഞാൻ കഴിഞ്ഞ പെരുന്നാളുടെ നമസ്കാരത്തിന് ഞാൻ പോയി കഴിഞ്ഞപ്പോ ഒരു 20%, ഒരു 15 to 20% വൈറ്റ്സ് ആണ്. അതെല്ലാവരും കൺവേർട്ടഡ് ആണ്. ഞാൻ പറയുന്നത് എന്റെ ഏരിയയിലാണ് കേട്ടോ, അല്ലാതെ ഇത് ഓൾ യൂറോപ്പിൽ ഇങ്ങനെയാണെന്ന് വിചാരിക്കരുത്. എന്റെ ഏരിയയിൽ ഞാൻ കണ്ട കാഴ്ചകളാണ് ഞാൻ പറയുന്നത്. അപ്പോ എനിക്ക് മനസ്സിലായത് എന്താന്ന് വെച്ചാല്, കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലുള്ള എല്ലാവരും എന്റെ ഒരു കാഴ്ചപ്പാടിൽ ഇന്ത്യ നെക്സ്റ്റ് 30 years വളരെ വലുതായിട്ട് ഗ്രോ ചെയ്യാൻ പോവുകയാണെന്നാണ് എന്റെ ഒരു കാഴ്ചപ്പാട്. എക്കോണമിക്കലി ആണെങ്കിലും ഇപ്പോ ഇൻവെസ്റ്റ്മെന്റും ഒക്കെ ആണെങ്കിലും. അപ്പോ സ്വാഭാവികമായിട്ട് ഇന്ത്യയിൽ നിന്ന് ഇങ്ങനത്തെ ഉള്ള എക്സ്ട്രീമിസ്റ്റ് ആശയങ്ങൾ മാറ്റിവെക്കപ്പെടാനാണ് സാധ്യത. ഇപ്പോ അറിയോന്ന് എനിക്കറിയില്ല, ആലുവയിൽ ഒരു പഴയ മരിച്ചുപോയി മൂപ്പര്, ഒരു ജീലാനി ഉസ്താദ് എന്ന് പറഞ്ഞിട്ടൊരു ഉസ്താദ് ഉണ്ടായിരുന്നു. അപ്പൊ ഈ മൂപ്പര് പണ്ട് ഇവിടുന്ന് കേറി പോകുന്ന സമയത്ത് എന്റെ അറിവില് അന്ന് ഒന്നുമില്ലാതെ കൈയും വീശി പോയ ആളാണ്. പക്ഷെ മരണസമയത്ത് എനിക്ക് തോന്നുന്ന ഒരു ഫാൻഡമോ ഗോസ്റ്റോ എന്തോ ഉണ്ടായിരുന്നു മൂപ്പർക്ക്. റോൾസ് റോയ്സ് ഫാൻഡമാണോ ഗോസ്റ്റോ ആണോ എന്ന് എനിക്ക് അറിയില്ല, ഏതൊരു വണ്ടി. അപ്പൊ പുള്ളി ഒരു സ്റ്റാർട്ടപ്പ് ലീഡർ അല്ല, ഒരു ബിസിനസ് ഉണ്ടാക്കിയിട്ടില്ല, കമ്പനി തുടങ്ങി 3000. അത് വലിയൊരു സെന്ററാണ് ഇപ്പൊ മകനാണ്. ഇപ്പൊ മകൻ എന്തോ ആണെന്ന് നോക്കിയായിരുന്നു. ഇത് ആക്ച്വലി വലിയൊരു ബിസിനസ്സാണ്. ഇതിന്റെ അകത്ത് വളരെ വലിയ പണം വരുന്നുണ്ട്, വളരെ വലിയ ബിസിനസ്സാണ്. പിന്നെ പല കാര്യങ്ങളും ഇപ്പൊ ചെറുകിട ബിസിനസ്സുകാർക്കാണെങ്കിലും 2 സ്ഥലത്തും ബിസിനസ് ഉള്ള ആൾക്കാർക്കാണെങ്കിൽ ഇവര് ത്രൂ നമുക്ക് ഒരുപാട് മണി ലോണ്ടറിങ് ആക്ടിവിറ്റീസും ബ്ലാക്ക് വൈറ്റ് ആക്കുന്ന പരിപാടിയൊക്കെ നടക്കാം. അപ്പൊ ഈ ഒരു കാര്യം ബോധം വെച്ച് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ മനസ്സിലാവും ഇത് ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സാധനം മാത്രമാണ്, അല്ലാതെ
ഇതിന്റെ അകത്തൊന്നും വലിയ കപ്പം കിട്ടാനില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ. പക്ഷെ ഇതിലൊരു കാര്യമുണ്ട്, ഇപ്പം ഈ കൺവേർഷന്റെ കാര്യം അത് നമ്മൾ അഡ്രസ്സ് ചെയ്യാത്ത വിഷയമല്ല കേട്ടോ. കൺവേർഷന്റെ വിഷയം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വർഷം ഇപ്പോൾ US കണക്കാണ് നമുക്ക് ഇതിനകത്തൊരു യാർഡ് സ്റ്റിക്കായിട്ട് നമ്മൾ ഇതിനകത്ത് എടുക്കുക. അത് പ്യൂർ റിസർച്ച് തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൊരു സംഗതിയാണ്. അതായത് ഇസ്ലാമിനകത്തേക്ക് വരുന്ന ആളുകളും ഇസ്ലാമിൽ നിന്ന് ഒരു വർഷം പുറത്തേക്ക് പോകുന്ന ആളുകളും ഇറ്റ്സ് ഓൾമോസ്റ്റ് ഈക്വൽ. അതാണ് ഇതിൽ മറ്റൊരു കണക്കെന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ കൺവേർട്ട് ചെയ്ത് വരുന്നുണ്ടോ? ഉണ്ട്, ഇല്ല എന്നല്ല നമ്മൾ പറയുന്നത്. പക്ഷേ പുറത്തേക്ക് പുറത്തേക്ക് പോകുന്നതും ഓൾമോസ്റ്റ് ഈക്വൽ ആണെന്നല്ല, 1% കൂടുതലാണെങ്കിലേ ഉള്ളൂ. അതാണ് അതിൽ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഞാൻ പറയാം. അതായത് അപ്പം അതിൻ്റെ ഒരു ആസ്പെക്റ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൺവേർട്ടായി വരുന്ന ആളുകൾ അത് എനിക്ക് തോന്നുന്നു 7 വർഷത്തിന് ശേഷം ആ കൺവേർട്ടായി വരുന്ന ആളുകളിൽ ഒരു വലിയ ശതമാനം അവർ മതം ഉപേക്ഷിക്കുന്നു എന്നുള്ളൊരു കണക്ക് വേറെ ഉണ്ട്. അപ്പോൾ ജന്മന മുസ്ലിമായിട്ട് പറയൂ. അതാണ് ഞാൻ പറഞ്ഞത്. അതായത് ഇതറിയാത്ത ആൾക്കാരാണ് ഇതിലേക്ക് വരുന്നത്. അതെ, മനസ്സിലായോ? ഇപ്പൊ എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഭയങ്കര വിശ്വാസിയാണ്. അതുപോലെ മുപ്പത്തി ഫാമിലിയൊക്കെ അത്യാവശ്യം നല്ല മോഡേൺ ഫാമിലിയാണ്, റിച്ച് ആണ്, ഭയങ്കര വിശ്വാസികളുമാണ്. പക്ഷെ പുള്ളി, ഞങ്ങൾ തമ്മിൽ ഒരു തർക്കം ഉണ്ടായപ്പോ പുള്ളി പറയാണ് ആൻഡമാൻ നിക്കോബാർ പാകിസ്ഥാന്റെ മുകളിലാന്നാ പറയണേ. കാരണം ഇവരുടെ നോളജ് കിടക്കണ സൈഡ് വേറെയാണ്. അപ്പൊ അത് നമുക്ക് കണ്ണുറപ്പിക്കാൻ പറ്റില്ല. പക്ഷെ റിയൽ ആയിട്ട് ഇത് പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ വൺസ് ഇത് പഠിച്ചു കഴിയുമ്പോൾ ഇതിന് മാറി. ആക്ച്വലി ഇത് വേറൊന്നുമല്ല, ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഇന്ന് ക്രിസ്ത്യാനിറ്റി നിലനിൽക്കുന്ന പോലെ അല്ല. ഇപ്പൊ മനുഷ്യന് മതം വേണോന്നുള്ളൊരു ചിന്ത എന്ന് പറയുമ്പോൾ അത് ഇൻഡിവിജ്വാലിറ്റിയാണ്, അത് അവനവന്റെ പേഴ്സണൽ പെർസ്പെക്റ്റീവാണ്, മതം വേണോ വേണ്ടയോ എന്നുള്ളത്. പക്ഷെ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ പറയും, നവോത്ഥാനവൽക്കരിക്കപ്പെടേണ്ട ഒരു മതം നിലവിൽ എന്റെ കോൺസെപ്റ്റിൽ ഇപ്പൊ ഇസ്ലാം മാത്രമേ ഉള്ളൂ. നവോത്ഥാനവൽക്കരിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി നമ്മളതിനകത്ത് ഉപയോഗിക്കുന്ന വാക്ക് എക്സ്പോസ് ചെയ്യപ്പെടേണ്ട ഒരു മതം. കാരണം ഇത് ഇപ്പോഴും ഒരു പ്രിസ്റ്റീൻ ഒരു രൂപത്തിലാണ് ഇത് ഇപ്പോഴും നിലനിൽക്കുന്നത്. അത് മാറേണ്ടതുണ്ട്. ഇതിനെ വിമർശിച്ചാൽ പ്രശ്നം. ഇപ്പം ഈ പറഞ്ഞ കാര്യമുണ്ടല്ലോ, ഈ ആളുകൾ ഇസ്ലാമിനെ എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളത്, അത് ഒരു വീഡിയോ ഇപ്പോൾ കഴിഞ്ഞ ദിവസം കൈ കിട്ടിയതാണ്. പാകിസ്ഥാനിൽ നടക്കുന്ന ഒരു TV ചോദ്യം ചോദിക്കുമ്പോൾ साइंस, मैथ, फिजिक्स इनके एग्जाम होते हैं? नहीं, साइंस वगैरह कुछ नहीं। ये देख रहे हैं माइक, कैमरा, ये भी साइंस की देन है, टेक्नोलॉजी की देन है। आप लोगों को ये हमारे लिए, हम मानते हैं जब तक हम इस दुनिया में हैं, जब तक हमारे लिए ठीक है। लेकिन जब अगर हम मर गए तो हमारे लिए ये जो है साइंस है, साइकोलॉजी है, हमारे लिए किसी काम नहीं आएगी। लेकिन जो अरबिक है हमारे लिए, उर्दू है हमारे, वो यहाँ भी काम आ रही है और जो मरने के बाद वहाँ भी काम आएगी। ये चीजें आपको बताता कौन है? ये हमारे उस्ताद बताते हैं. ഇതാണ് അവസ്ഥ. ഇപ്പം ഇന്ന് രാവിലെ കിട്ടിയതാണ് ഇതേപോലെ. അപ്പോൾ അവർ ലാംഗ്വേജ് പഠിക്കുന്നത് പോലും സയൻസ് പഠിക്കുന്നതും ഒക്കെ അവർ കാണുമ്പോൾ തൽക്കാലത്തേക്ക് എന്തെങ്കിലും ഉപകാരം അത്രയേ ഉള്ളൂ. പക്ഷേ ആത്യന്തികമായ ഉപകാരം എന്ന് പറയുന്നത് അത് അറബി, ഉറുദു ഇതൊക്കെ പഠിച്ചാലേ ഉള്ളൂ. അങ്ങനെയൊക്കെ തന്നെയാണ് അവരുടെ ചിന്തകൾ പോകുന്നത്. ചെറിയ കുട്ടികളാണ് ഈ പറയുന്നത്. യെസ്. അപ്പോൾ താങ്കൾ പറഞ്ഞത് അതിനകത്ത് വീണ്ടും അത് വാസ്തവമാണെന്ന് വരികയാണ്. അതെ അതെ. അല്ല, അതിന് ഞാൻ പറഞ്ഞത് വൺസ് ഇതൊരു എന്താ പറയുക, ഇതൊരു ഡെവലപ്ഡ് സൊസൈറ്റിയിൽ ഈസി ആയിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല. ഒരു ഫെയിൽഡ് സൊസൈറ്റിയിൽ ഈസി ആയിട്ട് ഗ്രോ ചെയ്യുന്നതാണ്. പിന്നെ നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യത്തിന് പ്രവൃത്തി കുറച്ച് അപ്രിഷിയേറ്റ് ചെയ്യേണ്ട ഒരു പ്രവൃത്തി എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ആക്ച്വലി ഇതിനെ എക്സ്പോസ് ചെയ്യല്ല ചെയ്യുന്നതെന്നാണ് എന്റെ ഒരു വിശ്വാസം കേട്ടോ. നിങ്ങൾ ആക്ച്വലി ഇത് ചെയ്യണ എന്താന്ന് വെച്ചാൽ, എന്റെ പോലുള്ള ഒരുപാട് ആൾക്കാർ ഇപ്പോഴും സ്റ്റില്ലുണ്ട്. ഞങ്ങളെ പോലുള്ള ആൾക്കാർക്ക് സംസാരിക്കാനുള്ള ധൈര്യമാണ് നിങ്ങൾ. അത് ഇതിന്റെ എന്താണ് കൊളാറ്ററൽ ബെനിഫിറ്റ് ആണ്, ഇതിന്റെ പ്രൈമറി ബെനിഫിറ്റ് അല്ല. അതെ അതെ അതെ, അത് വളരെ വലിയ ബെനിഫിറ്റ്. കാരണം ഞങ്ങളുടെ ഇടയിലൊക്കെ പൊതുവെ ഞങ്ങൾ സംസാരിക്കാറില്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ. പക്ഷെ ഇപ്പൊ നമ്മുടെ കൂട്ടുകാരൊക്കെ വിളിക്കുമ്പോഴാണെങ്കിലും ഞാൻ ഈ പറഞ്ഞ പോലെ പതിയെ സംസാരിച്ച് വരുമ്പോ മേ ബി ഒന്നെങ്കിൽ ആരിഫ് ഹുസൈൻ തിരുവോത്തിന്റെ പേരൊക്കെ ഇങ്ങനെ വരുമ്പോ പുള്ളി പറയണൊരു പോയിന്റ് ഉണ്ട് കേട്ടോ, അത് ശരിയാണ്. നമ്മൾ ഈ പറഞ്ഞ പോലെ അങ്ങനെ ആൾക്കാർ സംസാരിച്ചു കൊടുക്കും. അത് എപ്പോഴും നമ്മൾ ബാക്കിയുള്ളവർക്ക് കൊടുക്കാറ്. ഒരെണ്ണം എനിക്കിരിക്കട്ടെ. ശരി. അതെ അതെ. അപ്പോ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പൊ ആൾക്കാർക്ക് അത് സംസാരിക്കാനൊരു പ്രചോദനമുണ്ട്. ബാക്കിയുള്ള അത് ഇതിനു മുമ്പുള്ള എത്തിയസ്റ്റ് കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ആൾക്കാർ സംസാരിക്കുമ്പോൾ പോലും നമുക്ക് ഇത് ഇത്രയും വലിയ ഒരു ധൈര്യം കിട്ടിയിട്ടില്ല. പക്ഷെ നിങ്ങൾ സത്യമായിട്ടും
വളരെയധികം ഒരു ധൈര്യം തരുന്നുണ്ട്. പക്ഷെ അത് ഞാൻ എന്റെ പെർസ്പെക്റ്റീവ് ഞാൻ ഇസ്ലാമിനെ എന്താ പറയാ മോശപ്പെടുത്താൻ വേണ്ടിയിട്ടൊന്നല്ല, അറിയുന്ന ആൾക്കാർ അത് തിരിച്ചറിഞ്ഞ് അത് മറ്റുള്ളവരിലേക്ക് സംസാരിക്കാനുള്ള തയ്യാറെടുപ്പ് നടത്തിയാൽ തന്നെ പകുതി മുക്കാൽ കാര്യങ്ങൾ ക്ലിയർ ആവും എന്നാണ് എന്റെ ഒരു കാഴ്ചപ്പാട്. അപ്പോ എന്തായാലും അതിന് വളരെ വലിയൊരു നന്ദിയുണ്ട്. പിന്നെ എസൻസ് ഗ്ലോബൽ നമുക്ക് യുകെയിലൊക്കെ എസൻസ് ഗ്ലോബൽ വലുതാക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളൊക്കെ അതിൽ ചേർന്ന് പ്രവർത്തിക്കാൻ ഓൾറെഡി ഉണ്ട് കേട്ടോ. യുകെയിൽ ഓൾറെഡി ഉണ്ട് എസൻസിന്റെ ആളുകളൊക്കെ അവിടെ ഉണ്ട്. അവിടെ ഇടയ്ക്ക് പ്രോഗ്രാംസ് ഒക്കെ വെക്കാറുണ്ട്. ഇപ്പോൾ ഈ ഏറ്റവും അടുത്ത് നമ്മളെ ടോമി സെബാസ്റ്റ്യനും അതുപോലെ രവിചന്ദ്രനും ഉണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. പിന്നെ നമ്മളുടെ അയർലൻഡിൽ വെച്ചാണെന്ന് തോന്നുന്നു അവിടെ നടത്തിയത് പ്രോഗ്രാം. യുകെയിലും അത് അവർ വന്നിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. ബ്രെക്സിറ്റ് അതെ. ഓക്കെ, അപ്പൊ എന്തായാലും വേണ്ടി വരും മിക്കവാറും. ഓക്കെ, അപ്പൊ എന്തായാലും സന്തോഷം സംസാരിക്കാൻ കഴിഞ്ഞാല്. ഓക്കെ, താങ്ക് യു, ബൈ. അങ്ങനെ ഇടയ്ക്കൊരു കയ്യടി നമുക്കും ഇരിക്കണമല്ലോ, ഇരുന്നു. നമുക്കൊരു 10 മിനിറ്റ് കൂടി നോക്കാം. അപ്പോൾ ഒരു 1.5 മണിക്കൂറാവും. ഹലോ, ഹരീഷ് ഹുസൈൻ സാറല്ലേ? അതെ. എനിക്ക് താങ്കളുടെ വീഡിയോസ് എല്ലാം ഞാൻ കാണാറുണ്ട്, കോളിംഗ് കേൾക്കാറുണ്ട്, എല്ലാം ഉണ്ട്. പേര് പറയൂ, എവിടുന്നാ വിളിക്കുന്നതെന്ന് പറയൂ. ഞാൻ കണ്ണൂരിന്നാണ്. പേരവിടെ എക്സ്. ഓ, പേര് എക്സ് എന്ന് വെച്ചാൽ വിരോധമില്ല. പേര് പറയാൻ ഇഷ്ടമില്ല. ഓക്കെ, പറയൂ. എനിക്ക് സാറിനോട് പറയുന്ന കൂട്ടത്തില് സാറിനെ ഫോൺ വിളിക്കുന്നവരോട് അറിയാൻ വേണ്ടി പറയുന്ന ഒരൊറ്റ കാര്യമുള്ളൂ. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാല്, ഗുരുവായൂരപ്പ എന്ന് വിളിക്കുമ്പോൾ അത് എന്താ പറയാ, അത് ഏറ്റവും വൃത്തികെട്ട ഇതാണ്, ഇസ്ലാമിൽ പെടാൻ പറ്റില്ല. അത് ഏതാ ഹദീസ് എന്ന് ഒരാൾ ഇതുവരെ വിളിച്ചു വെച്ചിട്ടില്ല. ഏത് പിന്നെ ഖുർആൻ സൂക്തത്തിലാണ് അങ്ങനെ പറഞ്ഞതെന്ന് ഒരു ഇപ്പോ മുജാഹിദ് ബാലുശ്ശേരി എന്റെ ഗുരുവായൂരപ്പാന്ന് വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അയാൾ എത്ര നല്ല മനുഷ്യനായാലും അയാൾക്ക് സ്വന്തം കിട്ടൂല, അല്ലെങ്കിൽ ഇങ്ങനെ ഇല്ല എന്ന് ഖുർആനില് ഏത് വചനമാണ് പറഞ്ഞത് എന്ന് ചോദിക്കാൻ ഒരു വിശ്വാസി ഇതുവരെ പോയിട്ടില്ല. അതേപോലെയാണ് ഓണം. അത് നമ്മുടെ കേരളത്തിന്റെ ഒരു കേരളത്തിന്റെ ആഘോഷമായിട്ടാണ് അത് സർക്കാർ കാണുന്നത്. അതുപോലെ കേരളത്തിലെ ഒരു ഹിന്ദു കുടുംബത്തിലും ഓണം ഒരു പൂജയോട് കൂടിയിട്ട്, പൂജ എന്നൊക്കെ പറഞ്ഞത് ഓണ ദിവസം അമ്പലത്തിൽ പോവോ എന്തെങ്കിലും ചെയ്യുമോ എന്നല്ലാതെ ഒരു ഓണത്തിന്റെ ഒരു ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ അവിടെ ഒരു പ്രാർത്ഥനയും ഒന്നുമില്ല. അത് ഡിപ്ലോമാറ്റിക് ആയിട്ട് അത് ഒരു മുട്ടായി കഴിച്ചിട്ട് ഞാനിപ്പോ ഭക്ഷണം കഴിച്ചിട്ടാ വരുന്നത് എന്ന് പറയുന്ന ആ പുള്ളിയോടോ അത് അങ്ങനെ പറയാൻ ഖുർആൻ ആയത്ത് ഏതാണ്, ഇല്ലെങ്കിൽ ഖുർആനിലെ ഏത് വചനം, അത് ചോദിക്കേണ്ട കാര്യം വരാത്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രസംഗം മുഴുവൻ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ഇപ്പോൾ ഡിപ്ലോമാറ്റിക്കായിട്ട് ഓണം ഉണ്ണണം എന്ന് പറയുന്നതിന് ഒരു ഹദീസാണ്. അതായത് നിങ്ങൾ മറ്റു കാഫിറുകളായിട്ടുള്ള ആളുകൾ, വിശ്വാസികൾ, ബഹുദൈവ ആരാധകരുടെ ആഘോഷങ്ങൾ അവരുമായിട്ട് നിങ്ങൾ സാദൃശ്യം നിങ്ങൾ പ്രാപിച്ചാൽ നിങ്ങൾ അവരിൽപ്പെട്ടവനായി എന്ന ഹദീസാണ്. അത് പറഞ്ഞു തന്നെയാണ് അവരിത് പറയുന്നത്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് പ്രചരിപ്പിക്കുമ്പോൾ ഹദീസ് അതിൽ ഇടാറില്ല എന്നുള്ളതേ ഉള്ളൂ. അതേപോലെ ഇപ്പോൾ അങ്ങനെയല്ല സാറിനോട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് സാറിന്റെ പോളിംഗില് അയാള് വളരെ നിഷ്കുണനായിട്ടാണ് സംസാരിച്ചത്. അയാൾ ഖുർആൻ വായിച്ചിട്ട് പോലുമില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ വായിച്ചിട്ട് പിന്നെ അങ്ങനെ ഒരു ഇന്നതായിട്ട് പറയാൻ കഴിയില്ല എന്ന് പറയുന്ന ഒരു മനുഷ്യൻ പോലും ഇസ്ലാം അതൊരു പുതുമയുള്ള കാര്യമല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം. പുതുമയല്ല, അതങ്ങനെയാണല്ലോ. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എപ്പോഴും പറയാറുണ്ട് 99% വിശ്വാസികളും ഖുർആൻ വായിച്ചിട്ടില്ല. അവർ അറബിയിൽ എന്തൊക്കെയോ മൂളിക്കൊണ്ട് നടക്കും. അവർക്ക് അതിനകത്ത് എന്താ എഴുതിയിരിക്കുന്നത് എന്നുള്ളത് അവർക്ക് അറിയില്ല. അത് നമുക്കും അറിയാലോ, നമ്മളും അങ്ങനെ ആയിരുന്നല്ലോ കുറെ കാലം. അപ്പോ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മള് പഠിപ്പിക്കുന്ന മാഷ് ഒരു കെമിസ്ട്രി ക്ലാസ്സിലായാൽ പോലും നമുക്ക് മനസ്സിലായില്ലെങ്കിൽ നമ്മൾ തിരിച്ച് ചോദ്യം ചെയ്തു. പക്ഷേ ഇപ്പം ഈ അറബിയിൽ നമ്മൾ ഖുർആൻ ഓതുന്നു, ഖുർആൻ ഓതിട്ട് അതെന്താണെന്ന് ഒരു അറബി എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെയല്ല മദ്രസയിൽ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ്
മദ്രസയിൽ നമുക്ക് അറിയേണ്ട കാര്യങ്ങൾ ഒരു പുസ്തകത്തിൽ വേറെ എഴുതി നമുക്ക് തരുന്നുണ്ട്. അത് സ്പൂൺ ഫീഡിംഗ് ആണ്. ഇതൊക്കെ സൈഡാണ് ഖുറാനൊക്കെ. അത് നിസ്കാരത്തിൽ ഓതാനൊക്കെ വേണ്ടിയിട്ട് പഠിപ്പിക്കുന്ന ഒരു സാധനമായിട്ടാണ് പലപ്പോഴും ഉണ്ടാവാറ്. പിന്നെ ഏതെങ്കിലുമൊക്കെ ആളുകൾക്ക് ഇഷ്ടപ്പെടുമ്പോൾ അവർ വായിക്കുന്നു. അതുകൂടാതെ ഖുറാനിൽ നിന്ന് തിരഞ്ഞെടുത്തിട്ട് കുറച്ച് ഭാഗങ്ങളൊക്കെ അർത്ഥമൊക്കെ വെച്ച് നമ്മൾ പഠിപ്പിക്കും. അതും സുന്നി മദ്രസയിലൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. മദ്രസയിൽ എന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഖുറാനിലല്ല, നമ്മളൊരു ഇസ്ലാം എന്ന് പറയുമ്പോൾ നമുക്ക് ചെയ്യേണ്ടുന്ന പ്രാർത്ഥന, അതാണ് പ്രധാനമായി നിസ്കാരം. ഇങ്ങനെയുള്ള ചെറിയ ഏറി വന്നു കഴിഞ്ഞാൽ ഒരു ഇസ്ലാമിന് അറിയാൻ പറ്റുന്ന ചില കാര്യങ്ങൾ എന്ന് പറയുന്നത് ഏറി വന്ന ഒരു 10-15 സൂക്തങ്ങളല്ലാതെ ഒരു സാധനം അറിയില്ല. അങ്ങനെയല്ല കേട്ടോ. ഇത് ഇപ്പോൾ പല പല വിഷയങ്ങൾ. നിങ്ങൾ മദ്രസയിൽ പോയിട്ടുള്ള ആളാണോ? മുസ്ലിം ആയിട്ടുള്ള ആളാണോ? അല്ല, പക്ഷെ എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുള്ളതുകൊണ്ട്. അങ്ങനെയല്ല, മദ്രസയിലൊരു സിലബസ് ഉണ്ട്. ആ സിലബസിൽ നമ്മൾ ഇസ്ലാമിൻ്റെ ചരിത്രം, പിന്നെ നമ്മൾ ഡെയിലി ചെയ്യേണ്ട കാര്യങ്ങൾ, നിയമങ്ങൾ, ഫിഖ്, അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വിവിധ ടെക്സ്റ്റ് ബുക്കുകളുണ്ട്. അതിൽ നമ്മൾ പഠിക്കും. അങ്ങനെയാണ് അത് വരുന്നത്. അതാണ് പരീക്ഷ എഴുതി നമ്മൾ പാസ്സായിട്ട് മദ്രസ IAS ഒക്കെ ആയി മാറുന്നത്. അങ്ങനെയാണ്. അപ്പൊ താങ്കളുടെ ചില വീഡിയോയെ പ്രസന്റ് ചെയ്തിട്ട് അവർ ചോദ്യം ചോദിക്കുന്നുണ്ടല്ലോ, നിങ്ങൾ എങ്ങനെയാണ് അങ്ങനെ പറഞ്ഞത്? അത് ചോദ്യം ചോദിക്കട്ടെന്നേ. ആ ചോദ്യം ചോദിക്കുന്ന ആ ഒരു ധൈര്യം അവർക്ക് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയാണ് വേണ്ടത്. അവർ നമ്മളോടെങ്കിലും ചോദിക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ഉത്തരങ്ങൾ അവർ കേൾക്കുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടില്ല, അത് നമുക്കറിയാം. അപ്പോൾ അവരെന്ത് ചെയ്യും? ഇപ്പം എന്നോട് കഴിഞ്ഞ ദിവസം ഒരു നമ്മളുടെ കോളിൽ തന്നെയാണെന്ന് തോന്നുന്നു ഒരാൾ വന്നിട്ട് പറഞ്ഞത്, പള്ളികളിൽ ഈ തരത്തിൽ കോയ കോളിംഗ് പോലെ വിശ്വാസികളുടെ സംശയങ്ങൾ ദൂരീകരിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം പള്ളികളിൽ വേണമെന്ന് പള്ളിയിൽ ആവശ്യം വന്നു തുടങ്ങി. അതാണ് അതിൻ്റെ ആവശ്യം. അപ്പോൾ ഈ ചോദ്യം ചോദിക്കേണ്ടതുണ്ട് എന്നൊരു കാര്യമുണ്ടല്ലോ, അതാണ് ഇതിലെ പ്രശ്നം. ഇസ്ലാം ഒരു മദ്രസയെ പഠിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ചോദ്യം ചോദിക്കേണ്ടതില്ല എന്നതാണ് അവന് കിട്ടുന്നൊരു അധ്യാപനം എന്ന് പറയുന്നത്. ഇത് ഉസ്താദ് പറയും, നിങ്ങൾ കേൾക്കുക. അതിനപ്പുറത്തേക്ക് ഇതിനകത്ത് നിങ്ങൾ കൂടുതൽ ചോദിക്കാനും പറയാനൊന്നും വരണ്ട. ഇതാണ് മദ്രസകളിൽ ഒരു ശരാശരി വിശ്വാസിക്ക് കിട്ടുന്ന ഒരു അധ്യാപനം എന്ന് പറയുന്നത്. ചോദ്യം ചോദിക്കേണ്ട കാര്യമില്ല. അങ്ങനെ നിങ്ങൾക്ക് കൊണസ്റ്റ് ചോദ്യമൊക്കെ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് പിശാച് ബാധിക്കുന്നു എന്നാണ്. അതിന് പ്രാർത്ഥനയുണ്ട്, ഔദുബില്ല. അത് ചൊല്ലി അവിടെ മൂലയിലിരിക്കുക, അത്രേ ഉള്ളൂ. വീഡിയോ കണ്ടതിന് ശേഷം ഞാനൊരു കാര്യം മനസ്സിലാക്കിയത്, നമ്മൾ പലപ്പോഴും ഈ സമ്പാദിക്കുന്ന കൂട്ടത്തില് പറയാറുള്ളത് എന്ന് വെച്ചാൽ ശ്രേഷ്ഠ മതം ഇസ്ലാമാണ് എന്നുള്ള ധാരണ. അതിനകത്ത് ഇത് കൂടുതലൊന്നും അറിയാത്ത നമ്മളെ സുഹൃത്തുക്കൾ പറയുമ്പോൾ ഞാൻ ഒരു പ്രാവശ്യം ഞാൻ പറഞ്ഞു, ഞാൻ ഈ ഖുറാൻ എന്ന് പറയുന്നത് ഞാൻ ജബാർ മാഷിന്റെ ക്ലാസ് കേട്ടിട്ടു. അദ്ദേഹത്തിന്റെ 215-ാമത്തെ ക്ലാസ് വരെ ഞാൻ കേൾക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പൊ ഞാൻ പറഞ്ഞാലും അവര് പറയുന്നത് അതല്ല ഖുറാൻ. ജബാർ മാഷ് എന്ന് പറയുന്ന ഈ ഖുറാൻ ക്ലാസ് എന്ന് പറയുന്നത് ജബാർ മാഷ് അത് ഇൻസൾട്ടിങ്ങിലെ കൂടിയാണ് പറയുന്നത്, അല്ല യഥാർത്ഥ അർത്ഥം അതല്ല. ഞാൻ ചോദിച്ചു, ഒരു കാര്യം ചെയ്യാം, മാഷിന്റെ മുഴുവൻ ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. എന്നിട്ട് അതിന്റെ യഥാർത്ഥ അർത്ഥം ഒന്ന് എനിക്ക് പറഞ്ഞു തരാമെന്ന് ചോദിച്ചപ്പോ എന്റെ ഒരൊറ്റ സുഹൃത്തുക്കൾക്കും അവർ പറയുന്നത് അറബി എന്ന് പറയുന്നത് അതിന്റെ യാഥാർത്ഥ്യം അറിയണമെങ്കിൽ അതിന്റെ പുള്ളി, കുത്ത്, കോമ എല്ലാം അറിയുന്നത് വളരെ കുറച്ച് പേർക്കേ ഉള്ളൂ. അത് അവർ പറയുമ്പോൾ അവർ തന്നെ പടച്ചോനെയാണ് തോൽപ്പിക്കുന്നത്. കാരണം ഇസ്ലാമിൽ പടച്ചോൻ ഖുറാനിൽ എഴുതി വെച്ചിരിക്കുന്നത് ഈ ഖുറാൻ നിങ്ങൾക്ക് അറബി ഭാഷയിൽ ഇറക്കി തന്നിരിക്കുന്നു, അത് നിങ്ങൾക്ക് മനസ്സിലാകുന്നതിന് വേണ്ടി ഏറ്റവും ലളിതമാക്കി തന്നിരിക്കുന്ന സാധനമാണ്, നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാവുന്നതാണ് ഖുറാനിൽ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ പടച്ചോൻ പറയുന്നു നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാവുന്നു, വിശ്വാസികൾ പറയുന്നു എളുപ്പം മനസ്സിലാവില്ല. ഇതിൽ ആര് പറയണത് നമ്മൾ എടുക്കേണ്ടത്? ഇതാണ് നമ്മളെ ചോദ്യം. ഒരു എക്സ് മുസ്ലിം എന്നുള്ള രീതിയിൽ നമ്മളുടെ മുന്നിലുള്ള പ്രശ്നം ഇതാണ്. ഖുർആൻ പറയുന്നത് നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാകുന്നു, നിങ്ങൾ പറയുന്നു 100,000 തഫ്സീർ നോക്കണം, അറബിയുടെ പ്രശ്നം, ആന ചേന, ഇത്. അപ്പോൾ ഇതെങ്ങനെ ശരിയാവുക? അപ്പോൾ പടച്ചോന് അവിടെ തെറ്റുപറ്റിയെന്നല്ല അതിൻ്റെ അർത്ഥം. അപ്പോൾ പടച്ചോൻ എന്താ ശരിക്കും പറയേണ്ടിയിരുന്നത്? ഇത് അങ്ങനെയൊന്നുമല്ല, നിങ്ങൾ അറബി പഠിക്കണം, ഇത് കുറച്ച് ബുദ്ധിമുട്ടാണ്, കുറച്ച് കഷ്ടപ്പെടണം എന്നാണ് പടച്ചോൻ പറഞ്ഞതെന്നുണ്ടെങ്കിൽ ഓക്കെ, നമുക്ക് മനസ്സിലാക്കാം. ഇത് അങ്ങനെയല്ലല്ലോ, ഇത് വളരെ എളുപ്പമാണെന്നാണ് പടച്ചോൻ പറഞ്ഞിരിക്കുന്നത്. എളുപ്പം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണോ? ഒരു തഫ്സീർ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഇപ്പോൾ ഭാര്യയെ തല്ലണം എന്ന് പറയുന്നൊരു വിഷയം നിങ്ങളെടുത്ത് നോക്കുകയാണെങ്കിൽ ആദ്യകാല തഫ്സീറുകൾ ചിലതൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് കെട്ടിയിട്ട് തല്ലണം എന്നാണ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ കെട്ടിയിട്ട് തല്ല എന്നൊക്കെ പറയുമ്പോൾ മോശമല്ലേ? അങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ? അപ്പോൾ പിന്നെ വരുന്ന തഫ്സീറുകളിലൊക്കെ കെട്ടിയിടണ്ട, വെറുതെ തല്ലിയാൽ മതി എന്നായി. ഇപ്പോൾ പറയുന്നത് എന്താണ്? തല്ലണ്ട, ഓങ്ങിയാൽ മതി എന്നാണ് ഇപ്പോൾ പറയുന്നത്. ഇതാണ് അതിൻ്റെ പ്രശ്നം.
പിന്നെ സുന്നി വന്നു, മുജാഹിദ് വന്നു, തബ്ലീഗ് വന്നു. ഇതൊക്കെ ഖുറാനിൽ നിന്ന് വ്യതിചലിച്ച് ഗ്രൂപ്പുകളാവുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാ ഇതിറക്കിയ ഖുറാനിൽ മനുഷ്യരെ അങ്ങോട്ടും ഇങ്ങോട്ടും വിഭജിപ്പിക്കലാണോ? അതെ, അത് സ്വാഭാവികം. അത് ഇങ്ങനെയുള്ള പ്രത്യയശാസ്ത്രങ്ങളുടെ വകുപ്പ് വന്നു കഴിയുമ്പോൾ CPIM ഒക്കെ ഉണ്ടാവുന്നത് പോലെ ABCD ഉണ്ടല്ലോ. അപ്പോൾ വരട്ടെ. കോൺഗ്രസിൽ എയും പൈയും പിന്നെ ഇപ്പം ഗ്രൂപ്പ് വേറെ അങ്ങനെയും വരും പോലെ. ഇനി ഇത് കുറച്ചുകൂടി കേരളത്തിൽ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാല് പിന്നെ കേസ് മറ്റേ ഗ്രൂപ്പ് പോലെ ആവും. ഇതൊക്കെ എന്ന് പറയുന്നത് പൊളിറ്റിക്സ് പോലെ തന്നെയാണ് രാഷ്ട്രീയം. അത് ഹിന്ദുവിൽ നോക്കി കഴിഞ്ഞാൽ ജാതീയത വന്നു. അപ്പോൾ എന്തായാലും താങ്കൾ വിളിച്ചാലും നന്ദി. ഓക്കെ, താങ്ക് യു. യെസ്. അപ്പോൾ ഒരുപാട് ആളുകൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫോൺ വിളിക്കും ഈ വീഡിയോ വന്നു കഴിയുമ്പോൾ. അപ്പോൾ അവർക്കും കൂടിയുള്ള ഒരു സമയമായിട്ട് തന്നെ നമ്മൾ മാറ്റുകയാണ്. അപ്പോൾ അങ്ങനെ വിളിക്കാൻ താല്പര്യമുള്ള ആളുകൾ ഈ സമയത്ത് വിളിക്കുക. ഈ ലൈവിൽ വിളിച്ചിട്ടേ കാര്യമുള്ളൂ. അല്ലാത്തപ്പോൾ നമ്മൾ ഫോൺ അവിടെ എടുക്കില്ല എന്നുള്ളത് നിങ്ങൾ വീണ്ടും ഒന്ന് ഓർത്തേക്കുക. കാരണം നമ്മൾ വേറെ ജോലിയും കൂലിയൊക്കെ ആയിട്ട് ഇരിക്കുന്ന ആളുകളാണ്. സോ അതൊന്ന് മനസ്സിലുണ്ടാവണമെന്ന് പറയാണ്, ഓർമ്മിപ്പിക്കുകയാണ്. പറയൂ, ആരാണ്? ഹലോ. പറഞ്ഞോളൂ, ആരാണ്? ഓ, കേൾക്കുന്നില്ലേ? പറയൂ. പേര് ഓഷ്യൻ ഫ്രാൻസ്. എന്താണ് ഹലോ? പേര് പറയൂ, കേട്ടില്ല. ഓഷ്യൻ ഫ്രാൻസ്. ഓഷ്യൻ ഫ്രാൻസ്. ഓക്കെ. ഞാൻ എൻ്റെ ഒരു കാര്യം പറയാൻ ആണ് വിളിച്ചത്. അതിനാണല്ലോ വിളിക്കാറ്, പറയൂ. അതിന് തന്നെയാണ് വിളിച്ചത്. അപ്പൊ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ചെറുപ്പം മുതലേ എനിക്ക് ഈ ഇപ്പൊ എക്സ് മുസ്ലിം അല്ലെങ്കിൽ എക്സ് മതമില്ലാത്ത ആള് എത്തിസ്റ്റ് അങ്ങനെയൊക്കെ എന്നെ കുറിച്ച് പറയാനായിട്ട് എനിക്ക് പറ്റത്തില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറുതിലേ മുതലേ ഞാൻ ക്രിസ്ത്യനാണ്, പള്ളികളിലൊക്കെ പോകും. പക്ഷെ എനിക്ക് വിശ്വാസം വന്നിട്ടില്ല, ദൈവവിശ്വാസം വന്നിട്ടില്ല. ഒരു മതത്തിന്റെയും ദൈവത്തിൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല. ഇതുവരെ ഞാൻ വിശ്വസിച്ചിട്ടില്ല, എനിക്ക് ഓർമ്മയുള്ള കാലം മുതൽ. ഒരു സെക്കൻഡ് സ്റ്റാൻഡേർഡ് തൊട്ടാണ് എനിക്ക് ഒരു ഓർമ്മയുള്ളത്. അപ്പം അങ്ങനെ അത് എന്റെ വല്ല കുഴപ്പം കൊണ്ടാണ് എനിക്ക് അങ്ങനെ പറ്റാത്തത് എന്നാണ് എനിക്ക് ദൈവത്തിൽ വിശ്വസിക്കാൻ പറ്റാത്തതോ? ദൈവത്തിലെന്നല്ല, ഈ ഒരു മതത്തിലും ദൈവത്തിലൊട്ടും. പാരന്റ്സ് ഒക്കെ എങ്ങനെയാണ്? അവരൊക്കെ ദൈവവിശ്വാസികളാണ്, മതവിശ്വാസികളാണ്, വളരെ വലിയ വിശ്വാസികളാണ്. റിലീജിയസ് ആണ്. ഓക്കെ. അപ്പോൾ ഏത് റിലീജിയനാണ്? ക്രിസ്ത്യൻ തന്നെയാണ്. ഓക്കെ. അവര് നിങ്ങളെ നിർബന്ധിച്ച് പള്ളിയിൽ കൊണ്ടുപോവുക അങ്ങനെയൊക്കെ ചെയ്യിക്കായിരുന്നോ? അതോ? നിർബന്ധിച്ച് കൊണ്ടുപോകല്ല. സൺഡേ ക്ലാസ്സില് പോകും, സൺഡേ പള്ളിയിൽ പോകും, പിന്നെ ഫെസ്റ്റിവൽ എല്ലാം പോകും, എല്ലാം പങ്കെടുക്കുകയും ചെയ്യും. നിങ്ങൾ ഈ നരകം സ്വർഗം ഇതൊക്കെ പറഞ്ഞ് പേടിപ്പിക്കാറുണ്ടായിരുന്നോ? എല്ലാം ഉണ്ട്. എന്നിട്ട് നിങ്ങൾക്ക് പേടി തോന്നിയില്ല? എനിക്ക് ചിരി വരും. ഓക്കെ. അപ്പൊ എനിക്ക് എന്തോ കുഴപ്പമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ കുഴപ്പമില്ല, അത് നിങ്ങളുടെ ഒരു പ്രത്യേകത. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ പേടിക്കാനുള്ള സാധ്യത കുറവാണ്. പിന്നെ ചുറ്റുമുള്ള ആളുകൾ ഇതുപോലെ ഒരേപോലെ പേടിക്കുന്നതായിട്ട് നിങ്ങൾ കാണുന്നുണ്ടാവില്ല ചിലപ്പോൾ നിങ്ങളെ പീർ ഗ്രൂപ്പിൽ. ബാക്കിയുള്ള സുഹൃത്തുക്കളൊക്കെ എങ്ങനെയായിരുന്നു? എന്റെ സുഹൃത്തുക്കളൊക്കെ റിലീജിയസ് ആയിട്ടുള്ള, ഇപ്പം എന്റെ സൺഡേ ക്ലാസ്സിലൊക്കെ വന്നവരാണെങ്കിൽ അവര് ഭയങ്കര ഭക്തരും ഇതൊക്കെയാണ്, ഭക്തിപൂർവ്വം. നരകവും സ്വർഗവും കേൾക്കുമ്പോൾ അവർ ചിരിക്കാറുണ്ടോ? അല്ലല്ലോ, അവർക്കൊക്കെ ഭയങ്കര അവര് ഒരു എന്താ പറയാ, അയ്യോ നരകത്തിൽ പോവും, നമ്മളത് ചെയ്യാൻ പാടില്ല എന്നൊക്കെയുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ട്. ഓക്കെ. അപ്പൊ പിന്നെ വേറൊന്നുമില്ല, എനിക്ക് തോന്നുന്നു നമ്മളെ ഡിങ്കൻ നിങ്ങളെ തെരഞ്ഞെടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ്, അതുകൊണ്ടായിരിക്കുള്ളൂ. അപ്പൊ ഡിങ്കൻ നിങ്ങളെ പിന്നാലെ ഉണ്ട്, സ്കെച്ച് ഇടുന്നുണ്ട് ഡിങ്കൻ. ഓക്കെ, അതുകൊണ്ടാണ്. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ കുറച്ച് ഈ അനാലിറ്റിക്കൽ തിങ്കിങ്ങും ഇതുപോലുള്ള സാധനങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നിങ്ങളെ ബാധിക്കുന്നില്ല. ഇപ്പം എനിക്കങ്ങനെ ആ ഒരു ചിന്ത വന്നു എന്നുള്ളത് എനിക്ക് അറിയത്തില്ല. പക്ഷെ ഈ ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ പറയുമ്പോ എനിക്ക് ചിരി മാത്രമല്ല, എനിക്ക് എന്ത് വിഡ്ഢികളാണ് ഇവരെല്ലാം, ചിന്തിക്കാത്ത പൊട്ടന്മാരാണല്ലോ എന്നുള്ളൊരു തോന്നല് എല്ലാവരെ കുറിച്ചുണ്ട്. ഞാൻ ബാക്കി കാണുന്ന എല്ലാവരെയും എനിക്ക് ചിരിക്കാം. വിശ്വാസികളെ കളിയാക്കരുത്, പാവങ്ങളാണ് അവര്, വിശ്വാസത്തിന്റെ ഇരകളാണ്. അപ്പൊ ആ ഒരു അനുകമ്പ നിങ്ങൾ കാണിക്കണം. ഞാൻ കാണിക്കാറുള്ളതാണല്ലോ, അതെല്ലാവരും പറയാം. അനുകമ്പ കാണിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ പിറ്റേ ദിവസം നമ്മളവരെ
അവരെ വിളിച്ചണ്ടായിട്ട് വരും. ഓക്കെ, ശരി, ആയിക്കോട്ടെ. അപ്പോൾ എന്തായാലും ബി കെയർഫുൾ. യു ആർ ദ ചൂസർ. ഓക്കെ ഓക്കെ, താങ്ക് യു മിസ്റ്റർ ആരിഫ്, താങ്ക് യു. ഓക്കെ, വെൽക്കം. ജാമിദ ടീച്ചർ വന്നിട്ടില്ല. എനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ ടീച്ചർ അവിടെ തിരക്കിലായിരിക്കും. നമുക്കിത് കുറച്ചുകൂടി കോൾസ് ഒന്ന് നോക്കിയിട്ട് നമുക്കിത് വൈൻഡപ്പ് ചെയ്യാം. എനിക്ക് എന്തത്ര തിരക്ക്, കുറച്ച് നേരം അവിടെ ഇരിക്കുന്നതാണ് ചില കമൻ്റൊക്കെ കാണും. ഇപ്പോൾ അവിടെ വരെയായി കാര്യങ്ങളൊക്കെ. പറയൂ. അവിടെ മ്യൂട്ട് ചെയ്തിട്ട് ഇവിടെ ശ്രദ്ധിച്ചിട്ട് സംസാരിക്കും. പറയൂ. കുറെ കാലമായി സംസാരിക്കാൻ വിചാരിച്ചിരുന്നു. കിട്ടി. പേര് റഫീഖ് എന്നാണ്. പക്ഷെ വിശ്വാസിയൊന്നും അല്ല, എക്സ് മുസ്ലിം ആണ്. എക്സ് ആണോ പറയാൻ പറ്റില്ല. അതായത് കപട മുസ്ലിം ആണെന്ന് പറയാം. അഭിനയിച്ചിങ്ങനെ പോണം. അത് മതി. ഫാമിലിയൊക്കെ ഭയങ്കര വിശ്വാസികളാണ്. അപ്പൊ ശരി. അപ്പൊ കപട വിശ്വാസിയായിട്ടുള്ള ജീവിതം എങ്ങനെ പോകുന്നു? അഭിനയിക്കണം എന്നുള്ളൂ. പിന്നെ ഞാൻ നിങ്ങളെ മാതിരി അത്ര ധീരനൊന്നും അല്ല. പക്ഷെ ചോദിക്കേണ്ടവർക്കൊക്കെ ഞാൻ ചോദിക്കും. കുറച്ച് ലോജിക്കലായിട്ടുള്ള അടി വാങ്ങില്ല. അപ്പൊ ആൾക്കാർക്ക് എന്നോട് മതം പറയാൻ ഒരു പേടിയുണ്ട്. അതായത് ഞാൻ തിരിച്ച് ലോജിക്കലായി ചോദിച്ചു കഴിഞ്ഞാൽ അവസാനം എനിക്ക് കിട്ടിയ റെസ്പോൺസ് മതം ലോജിക്കലായിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല എന്നാണ്. അതെ, അത് തന്നെയാണ് നമ്മുടെ ആനമയിലൊട്ടകം ടീമും പറയാറ്. ഇവിടെ നമ്മൾ ലോജിക്ക് എടുക്കൂല. അപ്പോ അത് കാരണം പക്ഷെ ഞാൻ നിങ്ങള് ജാമിദ ടീച്ചർ പിന്നെ ജബ്ബാർ മാഷ് അവരൊക്കെ ചെയ്യണത് വളരെ ഗ്രേറ്റ് പ്രവൃത്തിയാണ്. അത് നിങ്ങൾ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ടാവും. പക്ഷെ എനിക്ക് തോന്നുന്നത് പേഴ്സണൽ ഫീലിംഗ്, മനുഷ്യന്മാര് പൊതുവെ പൊട്ടന്മാരാണ്. അതായത് ലേസി പീപ്പിൾ. അവർക്ക് കൂടുതൽ എന്താ പറയാ പരിശ്രമിച്ച് കാര്യങ്ങൾ അറിയണമെന്നില്ല. എനിക്ക് എന്റെ മുന്നിൽ കൊടുന്ന് ചമച്ച് തന്നത് ഞാൻ അങ്ങനെ എടുത്ത് വിഴുങ്ങും. അത്ര തന്നെ എനിക്ക് വഹിക്കുള്ളൂ. അപ്പൊ ഇപ്പൊ അടുത്ത് നിങ്ങളെ ഇതിലൊരു ന്യൂസിലാൻഡോ അതോ സ്വീഡൻ എന്നൊരു പയ്യൻ വിളിച്ച് പറഞ്ഞില്ലേ, അതായത് നിങ്ങൾക്ക് സ്വർഗത്തേക്ക് പോണത് ഇത്ര വലിയ കാര്യമാണെങ്കിൽ നിങ്ങൾ എഞ്ചിനീയറിംഗ് ഒക്കെ 12-14 കൊല്ലം പഠിച്ചിട്ടാണ് എഞ്ചിനീയർ ആവണത്. അപ്പൊ നിങ്ങൾ എന്തുകൊണ്ട് ഇത് പഠിക്കണില്ല? അപ്പൊ അതിനുള്ള ഉത്തരം ആർക്കില്ല അവിടെ. അവർക്ക് ശരിക്കും ഇതാണ് കൂടുതൽ ഇമ്പോർട്ടന്റ് ആണ്. ഇത് പഠിച്ച് മനസ്സിലാക്കി എനിക്ക് മനസ്സിലായത് ശരിയാണോ? ബുദ്ധിസത്തിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, അത് എന്നെ വല്ലാതെ ഇൻസ്പയർ ചെയ്താണ്. അപ്പൊ ഇത് കേൾക്കുന്ന ആൾക്കാർക്കും അത്, അതായത് ബുദ്ധൻ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞ കാര്യങ്ങളടക്കം നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ എടുക്കാൻ പാടില്ല. നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ മാത്രമേ എടുക്കാൻ പാടുള്ളൂ എന്നാണ്. ഇത് ശ്രീകൃഷ്ണനും പറഞ്ഞിട്ടുണ്ടെന്നാണല്ലോ പറയുന്നത്. എന്ത്? ഇത് ശ്രീകൃഷ്ണനും പറഞ്ഞിട്ടുണ്ടെന്നാ പറയുന്നത്. ആണോ? അതെനിക്കറിയില്ല. പക്ഷെ നിങ്ങൾ ബുദ്ധൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ നിങ്ങൾ സംഖ്യയാവും. അല്ല, എനിക്കത് അത് ഭയങ്കരമായിട്ട് എന്റെ ലൈഫിൽ അത് ഞാനത് ഒരു പ്രാക്ടിക്കൽ ആയിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ്. കൃഷ്ണൻ. അപ്പൊ പക്ഷെ ഞാൻ ഒന്ന് ഷെയർ ചെയ്യാനുള്ളത്, ഈ വിശ്വാസികൾ കേൾക്കാൻ വേണ്ടി പറയാനുള്ളതൊന്ന്, നിങ്ങളെ വിമർശിക്കുന്ന ആൾക്കാർ പലരും പറയും നിങ്ങൾ മറ്റേ മതത്തിന് പുറത്ത് പോയി കഴിഞ്ഞാൽ മൊറാലിറ്റി ഇല്ലാത്ത ആൾക്കാരാവും എന്നൊക്കെ. പക്ഷെ ഞാൻ കണ്ടത് ഈ വിശ്വാസികളാണ് കൂടുതൽ ഹിപ്പോക്രേറ്റ്സ്. അതായത് പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എന്ത് തെണ്ടിത്തരം ചെയ്യാന്നാണ് അവര് കരുതി വെച്ചിരിക്കുന്നത്. അങ്ങനെ മാത്രമല്ല, അതായത് മതത്തിന്റെ ഒരു കവർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് തെണ്ടിത്തരം ചെയ്യാം, അങ്ങനെയാണ്. നിങ്ങൾക്കൊരു നിസ്കാര താഴ്മുണ്ടെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ആളെ പറ്റിക്കാം എന്നത് തന്നെയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ പല ബ്രോക്കർമാരുടെയും ഒരു കാലത്ത് ഈ റിയൽ എസ്റ്റേറ്റ് ബൂം ഉണ്ടായിരുന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ടുള്ള, ഞാൻ ആ സമയത്ത് പല കാര്യങ്ങൾക്കും ഇതേപോലെ അവരെയൊക്കെ കോണ്ടാക്ട് ചെയ്യേണ്ടി വന്നപ്പോൾ ശ്രദ്ധിച്ചിട്ടുള്ളതാണ്. ഇവർ വെള്ളയൊക്കെ ഇട്ട് കണ്ടു കഴിഞ്ഞാൽ കാക്കാമാരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സലാം ഇൻഷാ അല്ലാ ഇത് വിട്ടിട്ടുള്ള കളിയൊന്നും ഉണ്ടാവില്ല. അതൊക്കെ ഇപ്പൊ അടുത്താണ് വെറും ഇൻഷാ അല്ലാ കളിയൊക്കെ ഭയങ്കരമായിട്ട് കൂടിയത്. പണ്ടൊന്നും ഇതൊന്നും ഉണ്ടായിരുന്നില്ല. എന്റെ ചെറുപ്പത്തിലൊന്നും സലാം പോലും ഉണ്ടായിരുന്നില്ല എന്നാണ് എന്റെ ഓർമ്മ ചെറുപ്പത്തില്. ഇപ്പൊ ഫുള്ള് ഇൻഷാ അല്ലാ മാഷാ അല്ലാ ഇൻഷാല്ലാ മാത്രമല്ല, സ്വന്തം അച്ഛനെ ഉപ്പാന്ന് വിളിച്ചോളണം എന്ന് വരെയാണ് ഇപ്പോൾ പറയുന്നത്. ആദരാഞ്ജലി എന്ന് പറയരുത്, അതിന് ആദര പാത്തുമ്മ എന്ന് പറയണം എന്നും കൂടിയാണ് ഇപ്പോൾ പറഞ്ഞു വെച്ചിരിക്കുന്നത്. കാലം പോയ പോക്കാണ്. പിന്നെ
നിങ്ങൾ ഈ അറബി മൂളിച്ചാന്ന് പറയില്ലേ, അത് ഈ അറബി വാക്ക് ഒരു 2 വാക്ക് മുന്നിലും പറഞ്ഞു പിന്നിലും പറഞ്ഞു, അതിന്റെ ഇടയിൽ എന്ത് വിവരക്കേട് പറഞ്ഞാലും അത് അങ്ങനെ അങ്ങോട്ട് വിഴുങ്ങും. 2 തലയ്ക്ക് അറബി വാക്കുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പെർഫെക്റ്റ് ആണെന്നാണ് അവര് വിചാരം. അപ്പൊ ഇതിനൊക്കെ ഞാൻ പലരും എതിർത്തിട്ടുമുണ്ട്, എന്റെ ഫാമിലിയിൽ തന്നെ എതിർക്കാറുണ്ട്. അപ്പൊ അവരിപ്പോ എന്നോട് അങ്ങനെ ഒന്നും ഇതാക്കില്ല. ഞാൻ അങ്ങനെയാണെന്ന് ചെറുപ്പം മുതലേ അങ്ങനെയാണ്. അപ്പൊ എന്റെ അടുത്തേക്കൊന്നും അങ്ങനെ വരാറില്ല. ഞാനപ്പോ ഈ മൊറാലിറ്റിയുടെ കാര്യം പറഞ്ഞു വന്നത്, എന്റെ വൈഫൊക്കെ ഭയങ്കര വിശ്വാസിയാണ്. അപ്പൊ അവര് ഫാമിലിയൊക്കെ ഭയങ്കര വിശ്വാസിയാണ്. അപ്പൊ ഇത് ഞാൻ കല്യാണം കഴിച്ചത് തന്നെ ഒരു എന്താ പറയാ റീസൺ, അതായത് ഞാൻ വളർന്നു വന്നപ്പോ തന്നെ എനിക്ക് ഇതിലൊക്കെ ഭയങ്കര തെറ്റുകളുണ്ട്, ഇതൊന്നും ശരിയല്ല. അപ്പൊ ഞാൻ അങ്ങനെ ഫോളോ ചെയ്യാത്ത ആളാണ്. അപ്പൊ നാളെ കുട്ടികളും കുടുംബമായി കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ തെറ്റുകാരനാണെങ്കിൽ കുട്ടികൾക്ക് മറ്റു മറു സൈഡും ഒന്ന് കാണണമല്ലോ, എന്നിട്ട് അവര് തീരുമാനിച്ചോട്ടെ വെച്ചിട്ടാണ് ഞാനൊരു വിശ്വാസം തന്നെ കെട്ടുന്നത്. പിന്നെ എന്റെ ഭാര്യ എന്നെ മാറ്റാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അത് പിയർ പ്രഷർ അല്ലെങ്കിൽ ഫാമിലി പ്രഷർ കാരണം നിനക്ക് പറഞ്ഞുകൂടെ എന്നൊക്കെ പറഞ്ഞേ. അങ്ങനെ പറയുന്ന ആളുകളോട് നിങ്ങൾ പറയേണ്ടത് പ്രഷറൈസേഷൻ അല്ല, നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക ഹിദായത്ത് തരാൻ, അതേ നമ്മൾ പറയേണ്ടുള്ളൂ. അല്ല, ഞാൻ എന്നിട്ട് ഈ പുസ്തകമൊക്കെ ഇരുന്ന് വായിച്ചിട്ടുണ്ട്, ഖുറാനിന്റെ കുറച്ചൊക്കെ വാങ്ങിച്ചു, പൈസ കൊടുത്ത് വാങ്ങിച്ച്. നിങ്ങളൊന്നും ചെയ്ത് കാണിക്കേണ്ട കാര്യമില്ല. അതായത് നിങ്ങൾ ഒറ്റ കാര്യം പറഞ്ഞാൽ മതി, പടച്ചോൻ എനിക്ക് തോന്നിപ്പിക്കണം. നിങ്ങളുടെ പടച്ചോനിലാണ് കാര്യം. പടച്ചോൻ വിചാരിക്കണവരെ നേർവഴിയിലാക്കും, പടച്ചോൻ വിചാരിക്കണവരെ ദുർമാർഗികളാക്കും. ഇതാണ് പടച്ചോൻ പറഞ്ഞു വെച്ചിരിക്കണത്. അപ്പോൾ എന്നെ കൊണ്ട് ഇങ്ങനെ ചിന്തിപ്പിക്കുന്നത്, ഞാനിപ്പോൾ ഇങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദി പടച്ചോൻ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, എത്രയും പെട്ടെന്ന് എനിക്ക് നല്ല ബോധം ഉണ്ടായി ഹിദായത്ത് എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുക. ഞാനിവിടെ വെറുതെ ഇരിക്കും. ഇത്രയാണ് നമ്മൾ പറയേണ്ട കാര്യമുള്ളൂ. അതന്നെ. അപ്പൊ ഞാനിത് വായിക്കുമ്പോ ഞാൻ ക്രിട്ടിക്കൽ ബുദ്ധി വെച്ചിട്ടാണ് വായിക്കണം. അപ്പൊ എനിക്കിതൊന്നും ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല, ഞാനത് അപ്പൊ തന്നെ തള്ളുന്നുണ്ട്. പക്ഷെ ഈ മദ്രസയിൽ പോയവർക്കൊക്കെ എനിക്ക് തോന്നുന്നു ചെറുപ്പം മുതലേ ഇവരിത് ബ്രെയിൻ വാഷ് ചെയ്ത് വെച്ചോണ്ട് അവർക്ക് ആ മെന്റൽ ബ്ലോക്ക് ഉണ്ട്. അതിനെ ചോദ്യം ചെയ്തിട്ട് മറികടക്കാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ട്. അപ്പോ ആ ബുദ്ധിമുട്ടാണ് നിങ്ങളെ കോളിങ്ങിലൊക്കെ പലരെയും കാണുന്നതും ഇതാക്കണൊക്കെ. പക്ഷെ അത് ആ ക്രിട്ടിക്കൽ തിങ്കിങ് ഒരു സ്റ്റേജ് നിങ്ങൾക്ക് അത് സെൽഫായിട്ട്, ഈ ലേസിനെസ് ഉണ്ടെങ്കിൽ കിട്ടില്ല. നിങ്ങൾ സെൽഫായിട്ട് തന്നെ ഇപ്പൊ അടുത്തൊരു പയ്യൻ അത് ആ കോളിംഗ് കേട്ടപ്പോ എനിക്ക് നല്ല ഇഷ്ടമായി. അവനാ മറ്റേ സയന്റിഫിക് എന്താ ബിഗ് ബാങ് തിയറി എന്തൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ചോദിച്ചിരുന്നല്ലോ, കിട്ടില്ലെന്നായിരുന്നു. അതൊക്കെ കേട്ട് ആൾക്കാർക്ക് വല്ല വിവരം വെക്കുകയാണെങ്കിൽ വെക്കാൻ സാധ്യതയുണ്ട്. അപ്പോ ഞാൻ പറഞ്ഞതാ മൊറാലിറ്റിയുടെ കാര്യം. അപ്പൊ ഇവര് നിങ്ങളെ എന്താ വിമർശിക്കണ മൊറാലിറ്റി ഇല്ല എന്നാണല്ലോ. അപ്പൊ ഞാൻ എന്റെ വൈഫിന്റെ ഫാമിലി, ഞങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ ഇവര് അത് കടുത്ത വിശ്വാസികളാണ്. പക്ഷെ സൊസൈറ്റിയിലൊക്കെ നല്ല ആൾക്കാരാണ്. അതായത് തൊട്ടടുത്ത ഫാമിലി ഒരു ഹിന്ദു ഫാമിലിയാണ്. അപ്പൊ ഇവര് നല്ല നെയ്ബേഴ്സ് ആണ്. ഇവര് ചെറുപ്പത്തിൽ ഓണത്തിന് അങ്ങോട്ട് പോയി അവര് പെരുന്നാളിന് ഇങ്ങോട്ട് വന്നുകൊണ്ട് അങ്ങനെ ഭയങ്കര, അതായത് ഇവര് ചെറുപ്പത്തിൽ കളിച്ച് വളർന്നൊക്കെ അവര് മുറ്റത്തൊക്കെയാണ്. അവിടുത്തെ കുട്ടികളും അവിടുത്തെ മുറ്റത്ത് കളിച്ചു വളർന്നു. അപ്പൊ അത്രയും നല്ല സ്ട്രോങ് നെയ്ബേഴ്സ് ആണ്. അപ്പൊ അവിടുത്തെ അത് ഇവര് അമ്മ തന്നെ വിളിക്കുക, അവർക്ക് അവിടുത്തെ അച്ഛൻ തന്നെ വിളിക്കുക. അപ്പോ അവിടുത്തെ അച്ഛൻ മരിച്ചു. അപ്പോ വാട്സാപ്പ് ഗ്രൂപ്പിൽ മെസ്സേജ് വരുന്നു, അച്ഛൻ മരിച്ചു. ഇതെല്ലാരും മിണ്ടാതിരിക്കുന്നു. പക്ഷെ ഇതേമാതിരി വയനാട്ടിൽ ഇവർ ഏതൊരു ഫാമിലി ഉണ്ട്, മറ്റേ ആ ഫാമിലിയുടെ ആരോ മൂത്താപ്പയുടെ മോനോ ആരോ ചിലപ്പോ കണ്ടിട്ടുണ്ടാവും, പക്ഷെ അത്ര ക്ലോസ് ഒന്നല്ല. അപ്പൊ അത്രയും, ഞങ്ങൾ പാലക്കാട്ട് നിന്നാണ്. അപ്പൊ അത്രയും ദൂരത്തുള്ള ആൾക്കാർ ഒരു വിശ്വാസി മരിച്ചു എന്ന് പറഞ്ഞപ്പോ അപ്പൊ അവര് ഇന്നാലില്ലാഹി എന്ന് പറഞ്ഞിട്ട് ഇടും. അതെല്ലാരും ഉണ്ടാവും. അപ്പൊ എനിക്ക് അച്ഛൻ മരിച്ചു, അത് നിങ്ങൾ എത്ര അടുത്തുള്ള ആള്, എത്ര നിങ്ങൾ ഉപ്പാനെ പോലെ സ്നേഹിച്ച ഒരാള്, അയാള് മരിച്ചപ്പോ നിങ്ങൾക്ക് ഒരു വാക്ക് മിണ്ടാൻ, അതായത് നിങ്ങൾക്ക് അപടമായിട്ടെങ്കിലും പറയാലോ. മൊറാലിറ്റി എന്ന് പറയുന്നത് അതാണല്ലോ. ഈ അച്ഛന് വിശ്വാസം ഉണ്ടായിരുന്നു, എന്നാലും പഠിച്ചോനെ നിങ്ങൾ അവർക്കൊരു സ്വർഗം കൊടുക്കുന്നോ എന്തെങ്കിലും ഒരു വാക്ക്. പക്ഷെ അത് അവർക്ക് പറയാൻ കഴിയാത്തത് അവർ നല്ല മനുഷ്യന്മാരല്ലാത്തോണ്ടല്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ പറയാൻ പറ്റില്ല, ഇത് ഓൺലി മുസ്ലിംസിനുള്ള സംഭവമാണ് എന്ന് പറഞ്ഞു. അപ്പൊ അത് മൊറാലിറ്റി, അത് മേജർ മൊറാലിറ്റി പ്രശ്നമല്ലേ? നിങ്ങൾ കിതാബില് പറഞ്ഞോണ്ട് നിങ്ങൾക്ക് അത് ചെയ്യാൻ കഴിയാത്തത് നിങ്ങളെ തെറ്റന്നല്ലേ? അതെ, തീർച്ചയായിട്ടും. ഏതായാലും നിങ്ങളുടെ ആ ഒരു എക്സിസ്റ്റൻസിൻ്റെ ഭാഗമായിട്ടുള്ള ചുറ്റുപാടിൽ നിന്നും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഉദാഹരണങ്ങൾ കണ്ടെത്തി നമുക്ക് പങ്കുവെക്കാൻ കഴിയുമ്പോൾ അതൊരു അഡീഷനാണ്. അത് കൂടുതൽ ആളുകൾക്ക് അവരുടെ ലൈഫുമായിട്ട് കോറിലേറ്റ് ചെയ്യാൻ സാധിച്ചാൽ, നമ്മളൊക്കെ ഇങ്ങനെ കഷ്ടപ്പെട്ട് കോളിങ്ങിലൂടെയൊക്കെ പറയുന്നതിനേക്കാൾ എഫക്റ്റീവ് ആവും. അപ്പോൾ അത് നിങ്ങൾ മുന്നോട്ട് വെച്ച ഉദാഹരണം വളരെ മികച്ചൊരു ഉദാഹരണമാണ്. അതുതന്നെയാണ് ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞത്. അതായത് ഒരാൾ മരിച്ചു കഴിയുമ്പോൾ, എനിക്ക് തോന്നുന്നു മറഡോണ ഇവിടെ മരിച്ചപ്പോൾ, മറഡോണ അറിയില്ലേ?
മറഡോണ തന്നെയല്ലേ? അതെ, അർജന്റീനിയൻ ഫുട്ബോളർ. അറിയാം. പുള്ളി മരിച്ചപ്പോൾ ആ സമയത്ത് നമ്മളെ ഫുട്ബോൾ മേഖലയിലുള്ള ഒരുപാട് ആളുകൾ RIP എന്ന് പറഞ്ഞിട്ട് പുള്ളിയുടെ ഫോട്ടോ വെച്ചിട്ട് പോസ്റ്റ് ചെയ്തു ഇൻസ്റ്റാഗ്രാമിലും ട്വിറ്ററിലും പല സ്ഥലങ്ങളിൽ. അപ്പോൾ ആ കൂട്ടത്തിൽ അന്ന് കത്തി നിന്നിരുന്ന ഒരാളാണ്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നമ്മളുടെ സാലെ എന്ന് പറയുന്ന ഒരു കളിക്കാരൻ. ആള് ഈജിപ്ഷ്യൻ. അപ്പോൾ ആൾക്ക് വലിയ ഫാൻസ് ഉള്ളതാണ്. അപ്പോൾ ആ സമയത്ത് സാലെ തന്നെയാണെന്നാണ് എൻ്റെ ഓർമ്മ. അത് അല്ലെങ്കിൽ ഏതോ ഒരു മുസ്ലിം കളിക്കാരൻ. അപ്പോൾ പുള്ളി മറഡോണയുടെ ഈ ചിത്രം വെച്ചിട്ട് ഇങ്ങനെ RIP എന്നിട്ടപ്പോൾ അതിൻ്റെ താഴെ വന്നിട്ട് ലോകത്തുള്ള സകലമാന കാക്കമാർ, ഇന്ത്യക്കാരടക്കം കാക്കമാർ വന്നിട്ട് അയാളെ പഠിപ്പിക്കുകയാണ്, മതം പഠിപ്പിക്കുകയാണ്. ഇയാൾക്ക് ഇങ്ങനെ RIP പറയാൻ പാടില്ല, ബിക്കോസ് ഹീ ഈസ് നോട്ട് ഗോയിങ് ടു റെസ്റ്റ് ഇൻ പീസ് ബിക്കോസ് ഹീ ഈസ് നോട്ട് എ മുസ്ലിം. ഇതാണ് അവിടെ പറഞ്ഞു പഠിപ്പിക്കുന്നത്. എന്താണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്? അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ, നിങ്ങൾ മരിക്കുന്ന സമയത്ത് നിങ്ങൾ മുസ്ലിമായിട്ടല്ലാതെ നിങ്ങൾ മരിക്കാൻ പാടില്ല എന്ന് നമ്മൾ പ്രാർത്ഥിക്കാറില്ലേ? അതുതന്നെയാണ് അവിടെ ഇവർ പറഞ്ഞു വെക്കുന്നത്. മുസ്ലിമായിട്ടല്ല അയാൾ മരിച്ചത്, മുസ്ലിം ആകാതെ മരിച്ചു എന്ന് പറഞ്ഞാൽ അയാൾ നരകത്തിലേക്കാണ്, പിന്നെ എന്തുകൊണ്ട് പീസ്? ഇതാണ് നമ്മൾ ചോദിക്കണേ, ഇതാണ് അവരും ചോദിക്കുന്നത്. അപ്പോൾ ഇതൊരു ധാർമ്മികത എന്നുള്ള ആംഗിളിൽ പോലും നമ്മളെടുത്ത് പരിശോധിക്കുമ്പോൾ അതെന്തുകൊണ്ട് ഇവർക്ക് പറയാൻ കഴിയുന്നില്ല? അത് പറയരുതെന്ന് പറയുന്നത് ആദരാഞ്ജലികൾ എന്ന് പറയുന്നതിനെ പോലും അവർ പറയേണ്ട ആവശ്യമില്ല. ഹിന്ദുക്കൾ മരിച്ച നമ്മുടെയൊക്കെ വാട്സപ്പ് ഗ്രൂപ്പുകൾ, ക്ലാസ് ഗ്രൂപ്പിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള കാര്യമാണ്. ഒരു ഹിന്ദു ആയിട്ടുള്ള ഒരാൾ മരിച്ചാൽ ആരും മിണ്ടില്ല. അതേസമയം കാക്കാമാരാണ് മരിച്ചെങ്കിൽ ഇന്നാലില്ല പറഞ്ഞ് മെഴുകാൻ ആളുകളുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മളെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ചുറ്റുവട്ടത്തുള്ള കാര്യങ്ങളെന്ന് പറയുകയാണ്. എനിവേ, താങ്കളത് പങ്കുവെച്ചത് നന്നായി. കൂടുതൽ വിശ്വാസികൾക്ക് അവരുടെ ലൈഫുമായിട്ട് ഇത് കോറിലേറ്റ് ചെയ്യാൻ എളുപ്പമായിരിക്കും എന്നും കൂടി ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. താങ്ക് യു. പിന്നെ നിങ്ങളിപ്പോ ഒരു ഫുട്ബോൾ എക്സാമ്പിൾ പറഞ്ഞുകൊണ്ട് വേറൊരു എക്സാമ്പിൾ, പക്ഷെ അത് മതപരമായിട്ടല്ല, നമ്മളെ മനുഷ്യരിലുള്ള ഒരു നാച്ചുറൽ ബയാസാണ് സംഭവം. അതായത് ഇതിനെ പറ്റിയിട്ട് ഒരു സ്റ്റഡി ഉണ്ടായിരുന്നു. അതായത് കുറെ ക്രിമിനൽസിനെ വെച്ചിട്ട് ഇവര് കാണിച്ചു. ഒരു നല്ല ഭംഗിയുള്ള ക്രിമിനൽ പെണ്ണ്, അവള് ഒരു കുറ്റം ചെയ്തു എന്ന് പറയാണ്. എന്നിട്ട് അതേ സെയിം തരമുള്ള കുറ്റം ഒരു കറുത്തിട്ട് ഭംഗിയില്ലാത്ത പെണ്ണോ ആണോ പറയണോ. പക്ഷെ നമ്മൾക്ക് ഈ കറുത്ത ആളിനെ കാണുമ്പോൾ ക്രിമിനലായി തോന്നും, പക്ഷെ നല്ല ഭംഗിയുള്ള ആളെ കാണുമ്പോൾ അത് സാഹചര്യങ്ങൾ കൊണ്ട് അങ്ങനെ ആയിപ്പോയി എന്നല്ല. അതൊരു മാനസിക ബയാസാണ്. ആ ബയാസ് ഈ പറഞ്ഞ ഈ ഫുട്ബോൾ ഇതിൽ മുഹമ്മദ് സാലേനെ അവര് വാഴ്ത്തുന്നില്ലേ, അത് അവൻ നല്ലൊരു കളിക്കാരനായോണ്ടോ അല്ല, അവനെ കാണാനും ഭംഗിയുണ്ട്, പിന്നെ ഈ പറഞ്ഞ പേരുകൊണ്ടുള്ള മുഹമ്മദ് സാലെ എന്നുള്ള അവര് അതേ ടീമിൽ മാനെ എന്ന് പറഞ്ഞ ഒരു കളിക്കാരനുണ്ട്. അയാൾ മുസ്ലിമാണ്, പക്ഷെ അയാളിനെ ഈ അറബ് ലോകമൊന്നും ഇത്ര വാഴ്ത്തുമ്പോ ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ സാലനെ പൊക്കി പിടിച്ച് അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഒരു നാച്ചുറൽ ഹ്യൂമൻ ബയാസസ് ആണ്, അതെല്ലായിടത്തും ഉള്ളത് തന്നെയാണ്. അപ്പോ എനിവേ, എന്തായാലും താങ്കള് കാര്യങ്ങൾ പങ്കുവച്ചതിന് വലിയ നന്ദി. പിന്നെ നിങ്ങൾ ചെയ്യണതൊക്കെ ഭയങ്കര ധീരമായ പ്രവൃത്തിയാണ്. പക്ഷെ എന്റെ ഒരു കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്താലും ലാസ്റ്റ് എന്താവാൻ പറഞ്ഞാൽ നമ്മളെ കാലൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ കുറെ വെട്ടി തിരിച്ചുള്ള കൂടുന്നത് കുറച്ച് കമ്മിയാക്കിയിട്ട് പിന്നെ പറയും ഈ പണ്ട് രാജാറാം മോഹൻ റോയിനെ ഇവരിപ്പോ വാഴ്ത്തുന്ന മാതിരി നിങ്ങളെയും വാഴ്ത്തും. ഞങ്ങളെ ഇസ്ലാമിൽ ഉണ്ടായിരുന്ന ആരിഫ് ഹുസൈൻ ഭായ് ഇതിലത്തെ തെറ്റുകൾ ചൂണ്ടിക്കാട്ടി ഞങ്ങളിപ്പോ ശരിയായിട്ടുണ്ട്, എന്നാലും ഇതിനെ പച്ച വിടാനൊന്നും പോണില്ല എന്നാണ് എന്റെ ഒരു അഭിപ്രായം. അല്ല, ഒരു പരുവപ്പെടൽ എന്തായാലും ഉണ്ടാവണം. അത് പിന്നെ എങ്ങനെ ആയാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, എനിവേ, താങ്ക്സ് എ ലോട്ട്. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഗ്രേറ്റ്, അപ്രീഷിയേറ്റഡ്. ഇതൊക്കെ നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും. പക്ഷേ പറഞ്ഞോളൂ, എനിക്ക് ഇഷ്ടമാണ് അത് എന്നെ പുകഴ്ത്തുന്നത്. ഞാൻ നിങ്ങളൊന്നും കേട്ടിട്ടില്ല. ഞാൻ പണ്ട് മുതലേ ഈ ലോജിക്കൽ തിങ്കിങ് ആയതുകൊണ്ട് അങ്ങനെ വിട്ടതാണ്. ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ നിങ്ങൾ ഈ കോയ കോളിംഗ് തുടങ്ങിയിട്ട് അങ്ങനെ ഈ കോയ കോളിംഗ് കേൾക്കണത് ഭയങ്കര രസമായി, ഇപ്പൊ അഡിക്ഷൻ ആയിപ്പോയി. നിങ്ങളപ്പോ അത് നിങ്ങൾക്ക് വേറെ ജോലിയുണ്ട്, 9-5 വേറെ ജോലി ഉണ്ട് എന്ന് പറയണൊക്കെ ശരിക്കും നിങ്ങളെ വ്യൂവേഴ്സിനോട് നിങ്ങൾ ചെയ്യണ ചതിയാണ്. നിങ്ങൾ അതൊക്കെ വിട്ടിട്ട് ഇത് 24/7 ചെയ്യണം. അത് യൂട്യൂബും കൂടി വിചാരിക്കണം. കാരണം ഈ കോയ കോളിങ്ങും എല്ലാം ഒന്നും മോണിറ്റൈസ്ഡ് അല്ല, എല്ലാ വീഡിയോ ഒന്നും. വ്യൂ ഒക്കെ കണ്ടമാനമൊക്കെ ഉണ്ടാവും, പക്ഷേ ഇത് കുറേ ദിവസം കഴിയുമ്പോഴാണ് മോണിറ്റൈസേഷനൊക്കെ വരിക. മിക്കവാറും അത് റെസ്ട്രിക്ഷനാണ്, ഈ റിപ്പോർട്ടിങ്ങും എല്ലാം കൂടിയാണ്. അപ്പം അങ്ങനെയുള്ള വിഷയങ്ങൾ വേറെ ഉണ്ട്. ഓക്കെ, യെസ്, ആയിക്കോട്ടെ, താങ്ക് യു. യെസ്, അപ്പോൾ അതാണ് കാര്യം. അപ്പം ഞാനിങ്ങനെ ആലോചിക്കാകില്ല കേട്ടോ, അടുത്ത കോയ കോളിംഗ് നമുക്ക് നമ്മളുടെ മറ്റേതെങ്കിലും ഒരു ചാനലിൽ കൂടി ഒന്ന് ലോഞ്ച് ചെയ്ത് ആ ചാനൽ പൊക്കിയെടുക്കാനുള്ള ഒരു വഴിയായിട്ട് അത് ഉപയോഗിക്കാം. എന്ത് പറയുന്നു? നമുക്കൊരു ശ്രമം നടത്തി കളയാം. ഹലോ,
ഹലോ, പറയൂ. ഇത് പ്രശാന്താണ് വിളിക്കുന്നത്. ഞാൻ UK ന്നാണ്. വീണ്ടും UK ന്ന് പറയൂ. ഞാന് ഇതുപോലെ ഞാനിപ്പോ ഇവിടെ കണ്ടിട്ടുള്ള എന്റെ ഒരു പേഴ്സണൽ ഒരു വ്യൂ പോയിന്റില് ഇവര് കൂടുതൽ ഈ ഖുറാനിൽ നമ്മൾ പഠിച്ച് അങ്ങനെ ഖുറാൻ കൂടുതൽ പഠിക്കുന്നതുകൊണ്ട് ഒരു ഇന്നത്തേക്ക് പോകുന്നു എന്നുള്ളതിനൊക്കെ കൂടുതൽ എനിക്ക് കണ്ടതും തോന്നിയിട്ടുള്ള കാര്യം, പ്രത്യേകിച്ച് ഞാനിവിടെ UK വന്നതിന് ശേഷം പ്രത്യേകിച്ച് ഇവര് ഈ ഒരു ഇരവാദം നോക്കുന്നുണ്ടല്ലോ, ഈ അതായത് മൊത്തത്തില് ഈ പാലസ്തീന് വേണ്ടിയിട്ടൊക്കെ ഇവിടെ നടക്കുന്ന കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പാലസ്തീന്റെ പേരിൽ ഉണ്ടാവുന്ന ഒരു മൊത്തത്തില് എല്ലാവരെയും ആളുകളൊക്കെ കൂട്ടി സംഘടിപ്പിച്ചുകൊണ്ടുള്ള എല്ലായിടത്തും ഉണ്ട് ഇവിടെ. പ്രത്യേകിച്ച് ഞാൻ താമസിക്കുന്ന ഒരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ താമസിക്കുന്ന ഒരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മുസ്ലിം ഡോമിനേറ്റഡ് ഏരിയ ആണ്. പ്രത്യേകിച്ച് പാകിസ്ഥാൻ മുസ്ലിംസ് എല്ലാം ഉണ്ട്. അപ്പൊ ഈ ശരിക്കും ഇവിടെ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, ഇവരെ കൂടുതൽ എന്താ ചെയ്യാ കുറച്ച് എക്സ്ട്രീമിസ്റ്റിലേക്ക് കൊണ്ടുപോകുന്നത് ഇരവാദമാണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. മറിച്ച് അതിനുശേഷമാണ് പലപ്പോഴും ഇവര് കൂടുതൽ ഈ ടെക്സ്റ്റ് സംബന്ധിച്ച് ഈ പഠനത്തിലേക്കൊക്കെ കൂടുതൽ കടക്കുകയും കൂടുതൽ അറിയാൻ നോക്കുന്നതൊക്കെ ചെയ്യുന്നതാണ് തോന്നിയിട്ടുള്ളത്. എനിക്ക് എത്രമാത്രം ശരിയാണെന്ന് അറിയത്തില്ല. പിന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ മലയാളികൾ പോലും പലരും നാട്ടിൽ നിന്ന് വന്നിട്ട് ഇപ്പോ ഇവിടെ ഈ നല്ല എക്സ്ട്രീം ആയിട്ടുള്ള ആൾക്കാർ ഇവിടെ പാലസ്തീന് വേണ്ടിയിട്ട് ഭയങ്കര പ്രക്ഷോഭങ്ങളും ഇതൊക്കെ നടക്കുന്ന സമയത്ത് ഇപ്പൊ എന്റെ കൂടെ താമസിച്ച ഒരാൾ തന്നെ ഈ പാലസ്തീന്റെ കൂടിയൊക്കെ ആയിട്ട് അപ്പൊ വീട്ടിൽ നിന്ന് ഒരു കറങ്ങാനായിട്ട് പോകുന്നു, നല്ല മട്ടിലേക്കാണ് പോകുന്നത്. പക്ഷെ അതിന്റെ പിന്നെ സ്റ്റാറ്റസിൽ കാണുമ്പോൾ ഇവരുടെ കൂടെ അതിൽ ഇവർക്ക് യാതൊരു പരിചയമില്ലാത്ത എത്രമാത്രം തീവ്രത ഉണ്ടാവുകയുള്ള ആൾക്കാരാണ് ഇതിനകത്തുള്ളത്. ഇവർക്ക് രാജ്യം ഒരു മിക്സാണ്. അപ്പൊ അതിന്റെ നിന്ന് കാണുമ്പോൾ നമുക്കൊരു പ്രേരണ തോന്നാറുണ്ട്. അപ്പം എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരിങ്ങനെ കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ അറ്റാക്ക് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു ഫീൽ ഉണ്ടാക്കിയിട്ട് ഇതിങ്ങനെ കുത്തി നിറച്ചെടുക്കാമെന്ന് തോന്നിയിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞ കറക്റ്റാണ്. നമ്മളത് തന്നെയാണ് പറയാറുള്ളത്. ഇരവാദം ഒരു വലിയ വിഷയമാണ്. ഈ വിക്ടിം മെന്റാലിറ്റി, അതുപോലെ ഒരു പെർസിക്യൂഷൻ എപ്പോഴും നേരിടുന്നു എന്ന് പറഞ്ഞ് അതിന്റെ പേരിൽ യുണൈറ്റ് ചെയ്യാൻ പറ്റും. ഇത് തന്നെയാണ് നമ്മളെപ്പോഴും പറയാറുള്ള ഒരു വിഷയമാണത്. താങ്ക് യു. ഈ ഈവൻ തീവ്ര ചിന്താഗതി ഇല്ലാത്ത ആൾക്കാരെ പോലും ഇവര് അത്ര എക്സ്ട്രീം ചിന്താഗതി ഇല്ലാത്ത ആൾക്കാരെ പോലും ഇവർക്ക് അങ്ങോട്ട് വലിച്ചു കൊണ്ടുപോകുന്ന നമ്മൾ യാഥാർത്ഥ്യം. മിഷൻ 2047 ഡോക്യുമെന്റിൽ പോപ്പുലർ ഫ്രണ്ടുകാർ എഴുതി വെച്ച അവരുടെ സ്ട്രാറ്റജി ഇത് തന്നെയാണ്. ക്ലിയർ അല്ലേ? ഇങ്ങനെ ചെയ്യണം തന്നെയാണ് അവർ. ഒരു കാര്യങ്ങൾ ഞാൻ പണ്ട് മുമ്പൊരു സംഘി അനുഭാവി ആ രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ഒരാളാണ്. അപ്പൊ പിന്നീട് അതിനുശേഷം ചെറിയ ലോക്കൽ രീതികളൊക്കെ കാരണം കൊണ്ടാണ് നമ്മൾ അന്ന് മാറി നിൽക്കേണ്ട ഒരു ആഗ്രഹം ഉണ്ടായി. പക്ഷെ അതിനുശേഷം നമ്മൾ ഒരു ഓൾട്ടർനേറ്റീവ് നോക്കുമ്പോൾ നമുക്ക് ഇതല്ലാതെ വേറെ നല്ലത് എന്ന് നോക്കുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ നമുക്ക് ഒരു പേടിയുണ്ട്. നമ്മൾ ഉണ്ടാവുന്ന ഒരു നമ്മൾ അപ്പുറ സൈഡിൽ ഇങ്ങനെ ഒരു യൂണിറ്റി ഉണ്ടാവേ ഒരു ത്രെറ്റായിട്ട് എപ്പോഴും നമുക്ക് മുമ്പിൽ നിൽക്കുക. അപ്പൊ നാളെ നമുക്ക് ഒരു നമ്മൾക്ക് വേണ്ടി ഇപ്പം ഈവൻ ഇൻക്ലൂഡിങ് സാറിന് ഉൾപ്പെടെ അരിസാറിന് ഉൾപ്പെടെ ഉള്ളവർക്ക് ഉണ്ടാകാൻ പോകുന്ന ഒരു ത്രെറ്റ് ഉണ്ട്. ഇവരിങ്ങനെ കൂടുതൽ ഡോമിനിങ് പവറായിട്ട് വരും സമയത്ത് അങ്ങനെ വന്നാൽ എന്താകുന്ന ഒരു ത്രെറ്റ് ഉണ്ടല്ലോ. അപ്പൊ അതിനെക്കുറിച്ച് ടെൻഷൻ. അപ്പൊ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി അറിയില്ല. ഇപ്പം നമ്മുടെ ഒരു ഗവൺമെന്റിന്റെ സൈഡിൽ അല്ലെങ്കിൽ ഒരു ഇപ്പൊ ഇന്ത്യയിലേക്കാൾ മോശമാണ് UK-യിലൊക്കെ അവസ്ഥ. ഇവിടെ നമുക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ എത്രമാത്രം ഈ ഒരു എക്സ്ട്രീമിസ്റ്റ് ആളുകളുടെ അടുത്ത് നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടുന്നുള്ള കാര്യത്തിൽ നമുക്ക് അത്ര ഉറപ്പില്ല. അങ്ങനെയാണ്. അപ്പൊ നമ്മൾ ആരെ ആശ്രയിക്കും എന്നുള്ള കാര്യം പലപ്പോഴും തോന്നാറുണ്ട്. നിങ്ങൾ ആശ്രയിക്കേണ്ടത് ഇത് നമ്മളുടെ എക്സിസ്റ്റൻസിൻ്റെ ഒരു പാർട്ടാണ് ഈ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. ഇത് പുറത്തുനിന്ന് ആരും കൊണ്ടുവന്നല്ല, നമ്മൾ തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൽ നമുക്കൊക്കെ പങ്കുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് സോൾവ് ചെയ്തെടുക്കുന്നതിൽ നമുക്ക് തന്നെയാണ് പങ്ക്. അതിനുള്ള നിയമനിർമ്മാണങ്ങളായിട്ടും അതിൻ്റെ മറ്റുള്ള രീതികളിൽ ഏറ്റവും പ്രധാനമാണ് ഈ ഫ്രീ സ്പീച്ച് എന്ന് പറയുന്നത്. അതിനൊക്കെ നമ്മൾ നിൽക്കണം. ഇപ്പോൾ ഇന്ത്യയിലേക്കൊക്കെ വരുമ്പോൾ നമ്മൾ പറയാറുണ്ട് ഈ ബ്ലാസ്ഫമി നിയമങ്ങൾ ഇവിടെ ഉള്ള കാലത്തോളം ഇത് കാക്കമാർക്ക് വളാവുക ചെയ്യാം. അതാണ് നമ്മളത് എടുത്തു കളയണമെന്ന് പറയുന്നത്. ഇവിടെ ഇന്ത്യയിൽ ഇസ്ലാമിനെ പൂട്ടാനുള്ള, ലോകത്ത് തന്നെ നമ്മളതാണ് പറയുക, പക്ഷേ ഇന്ത്യയിൽ ഏറ്റവും എളുപ്പമാണ്. കാരണം ഇവിടെ ഹിന്ദു സമൂഹം എന്ന് പറയുന്നത് അവർ ഈ രീതിയിൽ മതം പ്രചരിപ്പിക്കാൻ വേണ്ടി മുന്നോട്ട് വരുന്ന ഒരാളല്ല. അവരിപ്പോൾ അവരുടെ മതത്തെ ഒരു ക്രിറ്റിസിസം കൊണ്ടുവന്നാൽ
കാലങ്ങളായിട്ട് അത് കേട്ട് പരിചയിച്ച അങ്ങനെയെങ്കിൽ അങ്ങനെ എന്ന് പറഞ്ഞ് മുന്നോട്ട് പോയിട്ടുള്ള ആളുകളാണ്. തുടക്കകാലത്തൊക്കെ അതിന് എതിർപ്പൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും. അപ്പോൾ അങ്ങനെ പോയിട്ടുള്ളൊരു സമൂഹമായതുകൊണ്ട് അവർക്ക് ഇന്ന് നമ്മളെ ഒരു കാലഘട്ടത്തിൽ പോലും ഹിന്ദു മതം എന്നല്ല ഏത് മതത്തെയും വിമർശിക്കാം എന്നൊരു സംഗതി വന്നാൽ അത് ഇസ്ലാമിനാണ് ഏറ്റവും കൂടുതൽ പണിയിട്ടത്. കാരണം എന്താണ്, നിങ്ങൾ ഹിന്ദു മതത്തെ വിമർശിക്കുന്ന സമയത്ത് അവർ പറയുന്നൊരു ഒരു സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നിങ്ങൾ അങ്ങനെ നമ്മളെ മാത്രം വിമർശിക്കണ്ട, നിങ്ങൾ അതിനെയും വിമർശിക്കണം എന്നേ അവർ പറയാറുള്ളൂ. ഓക്കെ. അതേസമയം നിങ്ങൾ കാക്കാമാരുടെ അടുത്ത് പോയിട്ട് ഇത് പറഞ്ഞു നോക്കിയേ, മതങ്ങളെ ഒന്നും വിമർശിക്കാൻ പാടില്ല, എല്ലാ മതങ്ങളെയും റെസ്പെക്ട് ചെയ്യണമെന്നാണ് അവർ പറഞ്ഞു വെക്കുക. എന്നിട്ട് അവരെന്ത് ചെയ്യും, അവർ ഇസ്ലാമിനെ പൊക്കിയടിക്കും, ബാക്കിയുള്ളതിനെ വിമർശിക്കുകയും ചെയ്യും. ഇതാണ് അവർ ചെയ്യുക. നമുക്ക് ഹിന്ദു വായിക്കുന്ന സമയത്ത് നമുക്ക് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ സ്വാതന്ത്ര്യമുണ്ട്. തീർച്ചയായിട്ടും കുറച്ചുകൂടെ ഫീലുണ്ട് നമുക്ക്. ഈവൻ എന്റെ സംഗീത സുഹൃത്തുക്കളുടെ അകത്ത് ഞാൻ ഇപ്പം ശ്രീരാമൻ സംഭവങ്ങള് അങ്ങനെയുള്ള ഒരുപാട് ഒരു ആയിരക്കണക്കിന് ഈ ഇസ്ലാം മതത്തിലുള്ളതിനേക്കാൾ കൂടുതൽ കാരണം സ്റ്റോറീസ് കൂടുതലുള്ളതുകൊണ്ടായിരിക്കും നമുക്ക് ഒരുപാട് ചൂണ്ടിക്കാണിക്കും. അപ്പൊ ഞാൻ എന്റെ സംഗീത സുഹൃത്തുക്കളുടെ അടുത്ത് തന്നെ ആർഗ്യുമെന്റ്സ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അവർക്ക് അറിയാം, എന്നാലും തുറന്ന് സമ്മതിക്കാൻ പറ്റാത്ത ചില അങ്ങനെയുള്ളവരുണ്ട്. എന്നാലും കുറച്ചുകൂടി എളുപ്പമാണ് നമ്മുടെ കോഫി വിത്ത് കാഫിറിൽ വരുന്ന എല്ലാ കാഫിറുകളും അവരുടെ മതത്തിന് കുറ്റം പറഞ്ഞേ പോകാറുള്ളൂ. ഓക്കെ, അങ്ങനെ ഒരു കുറ്റം പറയാനുള്ള ഒരു മാനസികാവസ്ഥ ഇവിടുത്തെ ഒരു കാക്കാനും ഉണ്ടാവില്ല. അതാണ് നമ്മൾ പറഞ്ഞു വെക്കുന്നത്. അറിയാന്നേ, നിങ്ങളത് പറയുന്നത് നമുക്ക് അറിയാം. അതുകൊണ്ടാണല്ലോ എല്ലാ മതവും പോലെ ഒരു മതമാണ് ഇസ്ലാം എന്ന് ഞാൻ പറയാത്തത്. പണ്ടൊക്കെ ഞാനും പറഞ്ഞു നടന്നിട്ടുണ്ട്, ഇപ്പൊ അത് പറയാറില്ല. ഓക്കെ ഓക്കെ, എന്തായാലും താങ്ക് യു. എന്തായാലും സാറിന്റെ വീഡിയോസ് കണ്ടു തുടങ്ങിയ ശേഷമാണ് കുറച്ചൊരു കോൺഫിഡൻസ് ഇതിനകത്ത് വന്നു തുടങ്ങിയത്. പിന്നെ നമുക്ക് ആരുടെയും സംസാരിക്കാൻ പറ്റും, എവിടെയെങ്കിലും നമുക്ക് ആരെങ്കിലൊക്കെ ഉണ്ട് നമുക്ക് വേണ്ടിയിട്ട് എന്ന് തോന്നുന്നത്. അവരുടെ സാറ് കണ്ടിന്യൂ ചെയ്ത് പോവുക പറയാൻ. തീർച്ചയായിട്ടും താങ്ക് യു. പ്രചോദനങ്ങൾ ഇങ്ങനെ വരികയാണ് പിന്നാലെ. ഓക്കെ, ഇനിയുണ്ടോ കോളേഴ്സ്? 9:30. ഞാനൊരു ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ട്, അത് വരുന്നവരെ നമുക്ക് കോൾ എടുക്കാം. ബിരിയാണിയുടെ ബെല്ലടിച്ചാൽ മിനിറ്റിലേ നമ്മളിത് അവസാനിപ്പിക്കും. ഓക്കെ, പറയൂ. ഹലോ, ഹാരിഫ് ഹുസൈൻ. പറയൂ. നിങ്ങളുടെ എല്ലാ വീഡിയോസ് ഒക്കെ കാണാറുണ്ട്. പേര്? നെവിൻ. വീണ്ടും നെവിൻ. പറയൂ. നെവിൻ. അല്ല, ഞാന് സൗദി അറേബ്യയിലായിരുന്നു ഒരു 20 വർഷം. അവിടെ വെച്ച് ഇവിടുന്ന് പോകുമ്പോഴും വലിയ വിശ്വാസിയൊന്നും അല്ലായിരുന്നു. നിങ്ങൾ മുസ്ലിം? പിന്നെ എന്റെ ഒരു റൂംമേറ്റ് മുസ്ലിം അല്ലല്ലോ, ഞാൻ ക്രിസ്ത്യൻ റിലീജിയനാണ് വളർന്നത്. ഓക്കെ. അല്ല, നേരത്തെ ഒരു നിവിൻ വിളിച്ചിട്ട് നെബിൻ എന്നാണ് പറഞ്ഞത്. ആള് മുസ്ലിം ആയിരുന്നു. ഇത് എന്റെ പേര് ആന്റണി നെവിൻ എന്നാ. ശരി, ആന്റണി നെവിൻ. അപ്പൊ ആന്റണി എന്ന് പറയാറില്ല. ഓക്കെ, പറയൂ. പോയി, എല്ലാം പോച്ച്. അപ്പോൾ അത് കോളിനി കിട്ടുമെന്ന് നമുക്ക് കണ്ടറിയാം. യെസ്, അടുത്ത ആൾ വരട്ടെ. പറയൂ. ഹലോ, ആരിഫ് ഹുസൈൻ സാറല്ലേ? അതെ, ആരിഫ് ഹുസൈൻ ആണ്. എന്റെ പേര് അരുൺ എന്നാണ്. എറണാകുളത്ത് നിന്നാണ് വിളിക്കുന്നത്. ഓക്കെ. ഞാനിപ്പം സാറ് പറഞ്ഞൊക്കെ കേട്ടു ഹിന്ദുക്കളെ പറ്റിയും. ഞാനൊരു സംഖ്യയാണ്. പ്രണാമം. ഞാൻ വിളിച്ചത് അതെ. അല്ല, സാറ് പറയുന്ന കേട്ടു. ഇപ്പൊ നേരത്തെ വന്ന കോളിലൊക്കെ ഹിന്ദുക്കളെ പറ്റിയുള്ള സാറിന്റെ ഒരു അഭിപ്രായം കേട്ടപ്പോ ഒരു ചെറിയൊരു അഭിമാനം. കാര്യം അതെ, അതായത് ഈ സനാതന ധർമ്മം എന്ന് പറയുന്നത് മറ്റു മതക്കാരെയും ജാതിക്കാരെയും അംഗീകരിച്ചു കൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. പിന്നെ ഇപ്പൊ ഈ കോളുകളൊക്കെ കണ്ടപ്പോഴും സാറിന്റെ പഴയ എല്ലാ വീഡിയോസും അല്ലെങ്കിൽ ഇതെല്ലാം കാണുമ്പോഴും ഇപ്പം എന്റെ വീട്ടിൽ ഞാനൊക്കെ ജനിച്ചപ്പോ തൊട്ട് തന്നെ എന്റെ അച്ഛനമ്മയൊന്നും കോവിലിലോ അല്ലെങ്കിൽ കോവിലിൽ പോകണമെന്ന് നിർബന്ധിക്കുകയോ അല്ലെങ്കിൽ ഇങ്ങനെ ദൈവം അങ്ങനെയൊന്നും പറഞ്ഞു തന്നിട്ടില്ല. പിന്നെ നമ്മൾ വളർന്ന സാഹചര്യം കൊണ്ട് നമ്മൾ ഇങ്ങനെ ഹിന്ദുക്കൾ കോവിലിൽ പോകുന്നു, അങ്ങനെ നമ്മൾ പോകുന്നു. ചിലപ്പം കൂട്ടുകാർ വിളിക്കും, നമുക്കൊന്ന് പോവാം, എന്നാ ശരി അമ്പലത്തിൽ പോവാം, അങ്ങനെ അമ്പലത്തിൽ പോകുന്നു. അല്ലാതെ ഇങ്ങനെ നമ്മൾ ഭയങ്കര ഭക്തിപൂർവം അങ്ങനെയൊന്നും അല്ല. നിങ്ങൾ ഈ ഗോവധത്തെ അനുകൂലിക്കുന്ന ആളാണോ? ഒരിക്കലും ഇല്ല. ബീഫ് കഴിക്കാറുണ്ടോ? ബീഫൊക്കെ നല്ല രീതിയിൽ കഴിക്കാറുണ്ട്. നിങ്ങൾ എന്തുട്ട സംഖ്യയാണ്?
അല്ലല്ല, അതാണ് ആരിഫ് ഹുസൈൻ സാറിനെ പറയാൻ വന്നത്. ഈ അത് ചാർത്തി കൊടുത്തതാണ്, ഈ കമ്മ്യൂണിസ്റ്റുകാർ ചാർത്തി കൊടുത്തതാണ്. അല്ല, അത് ഞാനും പറയാറുണ്ട് കേട്ടോ, സവർക്കർ ബീഫിനെയൊക്കെ തിന്നണം എന്ന് പറയുന്ന ആളാണ്. അതെ. അല്ല, ഞാനും സവർക്കറിന്റെ ഉപമൊക്കെ വായിക്കുകയും ഒക്കെ ചെയ്ത ആളാണ്. അതെ. പക്ഷെ ഈ ഗോവധം എന്ന് പറയുന്നത് പണ്ടത്തെ കാലഘട്ടത്തിൽ ആ ഒരു സാഹചര്യത്തിൽ ഉണ്ടായതാണ്. അത് കാലഘട്ടം മാറി. നമ്മളിപ്പം കാലഘട്ടം മാറി ചിന്തിക്കുന്ന ആൾക്കാരാണ് ഹിന്ദുക്കള് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് കേട്ടോ. ഇന്ന് ബീഫിനെ തിന്നണം തന്നെയാണ് നമ്മൾ പറയുന്നത്. അല്ല, ആവശ്യമുള്ളവർ കഴിച്ചോട്ടെ, അത്രേ ഉള്ളൂ. അതിനെ നമ്മൾ കഴിക്കേണ്ടവർ കഴിക്കട്ടെ. അതെ, ഞാൻ പറയുന്നത് ഇപ്പൊ ഈ ഹിന്ദു മതം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ സനാതന യഥാർത്ഥത്തിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എല്ലാം ഒന്നാണ്. അതാണല്ലോ തൂണിലും തുരുമ്പിലും എല്ലാ ദൈവം ഉണ്ടെന്ന് പറയുന്നത്. ഈശ്വരനുണ്ടെന്നൊരു പാട്ട് തന്നെ ഉണ്ട്. അരുൺ എന്നല്ലേ പേര് പറഞ്ഞേ? അതെ. അരുൺ, എന്നെ ദയവായിട്ട് സാറെന്ന് വിളിക്കരുത്, എന്നെ ചേട്ടാന്ന് വിളിച്ചാൽ മതി. ഓക്കെ. അല്ല, അതൊരു ഈ സൊസൈറ്റിയില് ഇപ്പം ഞാൻ ഈ മുസ്ലിം കൂട്ടുകാരൊക്കെ എനിക്കുണ്ട്. അപ്പൊ ഇഷ്ടം പോലെ കൂട്ടുകാരുണ്ട്. ഞാൻ ടെക്നോ പാർക്കിലാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ ഇഷ്ടം പോലെ കൂട്ടുകാരുണ്ട്. പക്ഷേ മുസ്ലിം മതത്തിനെ പറ്റിയൊന്നും എനിക്ക് ഇത്രയ്ക്ക് അറിഞ്ഞൂടായിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ സാറിന്റെ ആരിഫ് ഹുസൈന്റെ ഈ ഇതൊക്കെ കാണുമ്പോ, ഈ വീഡിയോസ് ഒക്കെ പേരങ്ങനെ വിളിക്കണ്ട, ചേട്ടാന്ന് വിളി. കുറെ കാലം ഓക്കെ ചേട്ടാ. അപ്പൊ ട്രിവാൻഡ്രം ഭാഷയിൽ അതെ ചേട്ടാ. അപ്പം ഈ ക്രിസ്ത്യൻ കൂട്ടുകാരും മുസ്ലിം കൂട്ടുകാരൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അവരൊക്കെ ഈ ഓരോ സമയത്ത് പള്ളിയിൽ പോകണമെന്ന് പറയുകയും അവര് പലയിടത്തും പോകുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ചിട്ടയൊന്നും ഇല്ലല്ലോ എന്നുള്ള കാര്യം വർക്ക് ചെയ്യാതിരിക്കാനേ കുറച്ച് സമയം കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് പോയിട്ട് 1 മണിക്കൂർ കഴിഞ്ഞ് വന്നാൽ മതി. ഞാൻ അതൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. അപ്പൊ അത്രയും നല്ല മതമാണല്ലോ മുസ്ലിം മതം, ഇത്രയും ഫ്രീഡം കൊടുക്കുന്ന മതമാണല്ലോ. പക്ഷെ ചേട്ടന്റെ ഈ പറഞ്ഞ പോലെ ഇതൊക്കെ കേട്ടപ്പോഴേ, ഈ വീഡിയോസ് ഒക്കെ കണ്ടപ്പോഴത്തേക്ക് ഇത്രയും ഒരു ഇത് പ്രശ്നമുള്ളതാണല്ലോ എന്നുള്ള ഒരു തോന്നൽ വന്നുപോയി. എന്നിട്ട് ചേട്ടൻ ഈ സമൂഹത്തിന് വേണ്ടി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത് കാരണം നമ്മളെ കൊച്ചിന് ഞാൻ ഷാഹിറൊക്കെ പോകാറുള്ള വ്യക്തിയായിരുന്നു. അപ്പൊ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ദേശസ്നേഹമാണ് അവർ പഠിപ്പിക്കുന്നത്. എങ്ങനെയാണ് നമ്മൾ ദേശത്തിലുള്ള എന്തൊക്കെയാണ് ദേശം എന്തൊക്കെ നല്ലത് ചെയ്യാമോ അത് ചെയ്യുക എന്നുള്ളതാണ് അവർ മെയിനായിട്ട് പഠിപ്പിച്ചു തരുന്നത് സമൂഹത്തിന് വേണ്ടി. അതിലൊരു കാര്യം ചേട്ടൻ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ചേട്ടൻ്റെ അടുത്ത് നല്ലൊരു നമസ്കാരം പറയാനുണ്ട്. അല്ല, അതാ പറഞ്ഞത്, ഈ സമൂഹത്തിന് വേണ്ടി ചെയ്യുന്നവരെ നമിക്കണമെന്നാണ് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അതെ, നമ്മൾ RSS പോകുമ്പോൾ നമ്മൾ പറയും സമൂഹത്തിന് വേണ്ടി എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നു, സമൂഹത്തിന് നല്ലത് പറഞ്ഞു കൊടുക്കുന്നു, അവർക്ക് ഒരു ബഹുമാനം കൊടുക്കണം എന്നാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. നിങ്ങൾ അവിടെ ഗാന്ധിജിയൊക്കെ നമിക്കാറുണ്ടോ? അതെ, പിന്നെ ഗാന്ധിജിയുടെ രീതിയിലുള്ള ചിന്താഗതിയിൽ ഗാന്ധി ചെയ്തൊക്കെ നല്ലതാണ്. ഓരോരുത്തർക്കും ജനിക്കുമ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള ചിന്താഗതികളുണ്ടല്ലോ. ആരെയൊക്കെ നമിക്കാറുണ്ട് അവിടെ? പ്രണാമം അല്ല, ഞാൻ എന്റെ മുതിർന്നവരെയൊക്കെ ഞാൻ നമിക്കാറുണ്ട്. മുതിർന്ന ആൾക്കാരെയൊക്കെ ഞാൻ നമിക്കാറുണ്ട്. അപ്പൊ ഞാൻ അവരെ ഈ ഒരു ആറ്റിറ്റ്യൂഡ് അങ്ങനെ നോക്കാറില്ല. പക്ഷെ ഈ ശാഖകളില് ഈ അടിതടയൊക്കെ പഠിപ്പിക്കുന്നു എന്ന് പറയാറുണ്ടല്ലോ, ഈ മർമ്മം വെട്ടാനും കുത്താനും ഒക്കെ, അങ്ങനെയൊക്കെ ഉണ്ടോ? ഒരിക്കലും ഞാനിപ്പോ പോയിട്ട് ഞാനിപ്പം ഒരു ജോലിക്ക് കയറിയതിനു ശേഷം പോകാറില്ല. ഞാൻ കൊച്ചിലെ ഒരു 9ാം ക്ലാസ് 8ാം ക്ലാസ് ആ സമയം തൊട്ടൊക്കെ പോയി തുടങ്ങിയതാ. അപ്പോഴൊന്നും ഇങ്ങനെയൊന്നുള്ളൊരു കാര്യം പോലും അവർ പറഞ്ഞു തന്നിട്ടില്ല. മറ്റു മതങ്ങളെ പറ്റി അവിടെ സംസാരിക്കാറ് പോലും ഇല്ല. ഒന്നും അത് നമ്മളെ സമൂഹത്തിന്റെ കാര്യങ്ങളൊക്കെ പറയാറുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും അതിൽ വിശ്വസിക്കുന്നത്. ഇനി അതിൽ രാജ്യത്തിനെതിരെ എന്തെങ്കിലും ഈ പറഞ്ഞ BJP RSS ചെയ്താൽ ഞാൻ അതിൽ നിന്ന് വിടും. അങ്ങനെയാണ്. അതല്ലാതെ ഈ ബീഫിന്റെ കാര്യത്തിലൊക്കെ ഞാൻ നല്ല എതിർപ്പാണ്. പശുവിനെ അങ്ങനെ കൊല്ലരുത് എന്നൊക്കെ നിയമം. നോർത്തിലൊക്കെ ബീഫ് കഴിക്കാതെ സമ്മതിക്കാത്ത ആ നിയമമൊക്കെ എടുത്ത് കളയണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. കൊള്ളാലോ. സംഖ്യയാണെങ്കിലും ഇങ്ങനത്തെ ഒരു വെറൈറ്റി സംഖ്യ ആദ്യമായിട്ടാണ്. അല്ല, അതാ പറയുന്നത്, നമ്മൾ മനുഷ്യൻ എന്ന് പറയുന്ന ഒരു ഇതിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. മനുഷ്യൻ നന്നാവാൻ വേണ്ടിയാണല്ലോ ഈ മതത്തിൽ കുറെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൊണ്ടുവന്നത്. അപ്പം പിന്നെ നമ്മൾ അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു പ്രണാമം. നമസ്തേ. ജാമിദ ടീച്ചർ വന്നിട്ടുണ്ട്, എന്തെങ്കിലും പറയാനുണ്ടോ? ഞാൻ കേൾക്കാൻ വേണ്ടിയിരിക്കുക, ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുക. അത് കേട്ടോളാം. ടീച്ചർ സംസാരിച്ചു കഴിഞ്ഞു. ഇതേപോലെ ഫോൺ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാന്ന് പറഞ്ഞിരുന്നു. അപ്പോ ടീച്ചർ ഇപ്പോഴാണ് എത്തിയത്. ടീച്ചർ കോളൊക്കെ കഴിഞ്ഞോ? കുട്ടി മോൾ
ഇവിടെ എന്തെന്നറിയാമോ, ഒന്നാമത്തെ കാര്യം, ഇത്രയും കാലവും ഇസ്ലാം ഇങ്ങനെ നിലനിന്നത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യമാണ് നമ്മൾ ഇവിടെ ഓഡിയൻസിനോട് ചോദിക്കേണ്ടത്. അതായത് ഒന്നാമത്തെ കാര്യം, ഇത് അറബി ഭാഷയായിരുന്നു. ഉണ്ടോ? ഇല്ല, കുഴപ്പമില്ല, പറയൂ. അപ്പൊ അറബി ഭാഷ ആയതുകൊണ്ട് ഇവര് വിചാരിച്ചില്ല ഒരിക്കലും നമുക്ക് ഇതുപോലൊരു പണി കിട്ടുമെന്ന്. ഒന്നാമത് ഇതിനെ വിമർശിക്കാൻ ആളുകൾക്ക് ഭയമാണ്. എന്നോട് പലരും പറയാറുണ്ട്, ഇതിനെ ഞങ്ങൾ എന്തോ വലിയ സാധനമാണെന്നായിരുന്നു ഇതിനെ കണ്ടിരുന്നത്. ഇപ്പോഴല്ലേ ഇതിനകത്ത് പറയുന്ന അർത്ഥങ്ങളും ആശയങ്ങളും ഒക്കെ ഇതൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലായത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇതൊരു കോളർ ടീച്ചറെ. ഹലോ ഹലോ, ഞാൻ വിളിച്ചിരുന്നു. കട്ടായി പോയി അല്ലേ? കട്ടായി പോയി. പറഞ്ഞോളൂ, ടീച്ചറും ഉണ്ട് കേട്ടോ ലൈവില്. ഓക്കെ, ടീച്ചർ ഉണ്ടാകട്ടെ. ടീച്ചറിന്റെ ഒക്കെ വീഡിയോസ് ഒക്കെ നമ്മൾ എപ്പോഴും കണ്ടുകൊണ്ടിരുന്നില്ല. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാനേ ഒരു 20 വർഷം സൗദിയിലായിരുന്നു. 98 പോയതാ. അപ്പൊ ഞാൻ വലിയ വിശ്വാസിയൊന്നും അല്ലായിരുന്നു ഇവിടെ വെച്ചു. പിന്നെ അവിടെ പോയി. അപ്പൊ എന്റെ ഒരു റൂംമേറ്റ് എന്ന് പറഞ്ഞൊരു മുസ്ലിം പയ്യനായിരുന്നു. അവനൊരു 22 വയസ്സ്, നല്ല അത്യാവശ്യമൊക്കെ പഠിച്ചതാണ്, ഏത് ഇസ്ലാമിക് കാര്യങ്ങളൊക്കെ. അങ്ങനെ അന്ന് അത് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ഇന്റർനെറ്റ്, യൂട്യൂബ് ഒക്കെ കിട്ടിയിരുന്നത്. ആ സമയത്ത് നമ്മുടെ വാളയന്തിയ പ്രവാചകൻ ആദ്യം നമ്മളുടെ പിന്നെ കലാനാഥൻ മാഷ്, പിന്നെ ജബ്ബാർ മാഷിന്റെ വാളയന്തിയ പ്രവാചകൻ എന്നൊക്കെ പറഞ്ഞ് കുറെ വീഡിയോസ് ഒക്കെ കാണുമായിരുന്നു. അപ്പൊ പിന്നെ നമുക്ക് അത്യാവശ്യം ഒരു വിശ്വാസം ഇങ്ങനെ ഉണ്ടായിരുന്നു. അതൊക്കെ നന്നായിട്ട് അങ്ങോട്ട് പോയി കിട്ടി. പിന്നെ അപ്പൊ അങ്ങനെ നമ്മളുടെയൊക്കെ ഈ ഇതൊക്കെ കേട്ടിട്ട് ക്രിസ്ത്യാനിയായ നിങ്ങളുടെ വിശ്വാസം പോയി എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും. ടീച്ചറെ എന്താ പോയി കേൾക്കണത്? അല്ലേ, ഇതില് ഈ ക്രിസ്ത്യാനിറ്റി തന്നെ പറയണ്ടേ, പിശാചിനെ സൃഷ്ടിച്ചത്. കാര്യം ഈ ദൈവമാണെന്ന് പറയുന്നുണ്ട്. അല്ല, ഒരു പിശാചിന് മാത്രമല്ലേ സൃഷ്ടിക്കാൻ പറ്റുള്ളൂ. ദൈവമില്ല, അതാണ്. അല്ല, അതെ, തീർച്ചയായിട്ടും. അപ്പൊ എനിക്ക് നേരത്തെയൊക്കെ കുറെ പേടിയൊക്കെ ഉണ്ടായി പിശാചിനെ. ഇപ്പൊ പിശാചിനെ ദൈവത്തിന്. ഓ സോറി, ഒരു സിനിമയെ കേട്ടില്ല. ഒരു സിനിമയെ വിജയിപ്പിക്കുന്നത് അതിലെ വില്ലനാണ്. അതെ അതെ അതെ, അതുപോലെ ആ റോളാണ് ഇവിടെ പിശാചിനുള്ളത്. അല്ല, ദൈവത്തിന് പിശാചിനെ സൃഷ്ടിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. നല്ലൊരു ദൈവത്തിന് ഉണ്ടാക്കും, നിലനിൽപ്പുള്ളൂ. അതാണ് നിലനിൽപ്പുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു 20 വർഷം കഴിഞ്ഞ് ഇവിടെ വന്നപ്പോ നല്ലൊരു, ഇപ്പൊ ഞാനും താങ്കളെയൊക്കെ പോലെ തന്നെ ബോഡിയൊക്കെ ഞാൻ കൊച്ചിക്കാരനാണ്. അതുകൊണ്ട് നമ്മുടെ കളമശ്ശേരിയിലാണോ മെഡിക്കൽ കോളേജ്, അവിടെയൊക്കെ ഡൊണേറ്റ് ചെയ്തിട്ടുണ്ട്. കുട്ടികൾ പഠിക്കട്ടെ എന്ന് വെച്ച്. കാര്യം വേറൊന്നുമല്ല, ഞങ്ങളുടെ ഇവിടെ ഒരു ചർച്ച് ഉണ്ട്. ചർച്ചിന്റെ അടുത്ത് തന്നെയാണ് ഈ സെമിത്തേരി ഉള്ളത്. അതിന്റെ തൊട്ടടുത്ത് കുറെ ആൾക്കാർ താമസിക്കുന്നുണ്ട്. ചെറിയ സെമിത്തേരി, 1 വർഷം പോലും ബോഡി അതിൽ വെക്കാൻ പറ്റില്ല. മനസ്സിലായോ? അപ്പൊ ഈ അണുബാധയൊക്കെ ഉണ്ടാവുന്ന അവർക്കല്ലേ. അപ്പൊ നമ്മള് ഓർത്ത് വേണ്ട, അവിടെ കൊടുക്കേണ്ട കാര്യമില്ല. ഒന്നെങ്കിൽ കത്തിച്ചു കളയുക. ഇവിടെ ഇതുണ്ടല്ലോ, ചുടുകാട്ടിക്കൊണ്ടേ കത്തിച്ചു കളയുക. അല്ലെങ്കിൽ പിള്ളേര് പറയൂ. എന്തായാലും ടീച്ചർ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ ഇതിലേക്ക്? ഇല്ല, നമുക്ക് പ്രത്യേകിച്ചൊന്നുമില്ല. അതാ ധൈര്യം ഉണ്ടെങ്കിൽ ഇസ്ലാമിക് രാജ്യത്ത് വന്ന് നബി വിമർശനം നടത്താൻ. അപ്പൊ എന്തായാലും സന്തോഷം. അല്ല, ഞാൻ അവിടെയല്ലോ, ഞാൻ ഇന്ത്യയിലുണ്ട് ഇവിടെ. കമന്റ് വായിച്ചതാണ് സുഹൃത്തെ. അതല്ല, നമുക്ക് ആന്റണി പറഞ്ഞ കാര്യം നമുക്കൊന്ന് ഇവിടെ അവസാനിപ്പിക്കാൻ, എന്നിട്ട് അടുത്തതിലേക്ക് കിടക്കുകയാണ്. താങ്ക് യു ആന്റണി. വെൽക്കം. ഈ കമന്റ് കാണുമ്പോൾ ടീച്ചർക്ക് എന്തെങ്കിലും ഉദാഹരണം പറയാൻ തോന്നുന്നുണ്ടോ? ധൈര്യമുണ്ടെങ്കിൽ ഇസ്ലാമിക് രാജ്യത്ത് വന്ന് നബി വിമർശനം നടത്തുന്നു. സ്വാതന്ത്ര്യം നൽകിയിരുന്നെങ്കിൽ ഒരു പക്ഷേ അവിടത്തെയുള്ള വലിയൊരു വിഭാഗം ആളുകളും മതം വിട്ടു പോയിട്ടുണ്ടാകുമായിരുന്നു. പിന്നെ ദുബൈ പോലെ ഒരു രാജ്യത്ത് ഷെയ്ഖ മെഹ്റ, അറിയില്ലേ, രാജ്ഞിയാണ്. പ്രിയപ്പെട്ട ഭർത്താവേ, അങ്ങ് ജോലി തിരക്കായിരിക്കും, അങ്ങേ ഞാൻ വിവാഹമോചനം നടത്തിയിരിക്കുന്നു. ഈ ഷെയ്ഖ മെഹ്റ വലിയ ഒരു വെല്ലുവിളിയാണ് നടത്തിയിരിക്കുന്നത്. 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് പുരുഷനു മാത്രമുണ്ടായിരുന്ന വിവാഹമോചനമാണ്
എന്തുകൊണ്ട് സ്ത്രീക്ക് പാടില്ല എന്നവർ ചോദ്യം ചെയ്ത് തിരുത്തി എഴുതുവാണ്. അപ്പോ അവർക്ക് അധികാരമുള്ളത് കൊണ്ട്, രാഷ്ട്രീയ പവർ ഉള്ളത് കൊണ്ട് അവർക്ക് 1400 കൊല്ലങ്ങൾക്ക് മുമ്പുള്ള പ്രവാചകന്റെ നിയമത്തെ മാറ്റി തിരുത്താൻ കഴിഞ്ഞു. ഒരു സാധാരണ സ്ത്രീക്ക് കഴിയുമോ? അവരൊറ്റയ്ക്ക് കുതിരസവാരി ചെയ്യുന്ന സ്ത്രീ. 11 കുതിരകളുണ്ട് ഈ ഷെയ്ഖ മെഹ്റ എന്ന് പറയുന്ന ഈ സ്വർണ്ണ മുടിയിഴയുള്ള രാജകുമാരി എന്നാണ് അവരെ അറിയപ്പെടുന്നത്. അവർ അപ്പിക്കുപ്പായത്തിനകത്ത് ഇറങ്ങിയല്ല നടക്കുന്നത്. ഒരു ദിവസം അവർക്ക് 14 കോടി രൂപയാണ് അവർക്ക് ഒരു ദിവസത്തെ എക്സ്പെൻസ്. കാരണം ബ്യൂട്ടീഷ്യൻ ഉണ്ട്, അതുകൊണ്ട് ഇതുകൊണ്ട് സോഷ്യൽ മീഡിയയില് 14 കോടി രൂപ. ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള ഒരു വ്യക്തി കൂടിയാണ് ഇവര്. കാരണം ഇവർക്ക് ഒരുപാട് സെർവൻസ് ഉണ്ട്. അതെ, ഇല്ലല്ല 14 കോടി രൂപ. ഇതൊക്കെ വീഡിയോ വരുന്നതാ. അവര് തന്നെ അവരുടെ ഒരു ദിവസത്തെ മെയിൻ്റനൻസ് എത്രയാണ് എന്ന് അവരുടെ ഇൻസ്റ്റഗ്രാമിലൂടെ അറിയിക്കാറുണ്ട് ഫോളോവേഴ്സിനെ. 11 കുതിരകളുണ്ട്, അതിന് കുറെ സെർവൻസ് ഉണ്ട്, ഇവർക്ക് കുറെ ബ്യൂട്ടീഷ്യന്മാർ ഇവരുടെ പുറകെ നടക്കും, ഇങ്ങനെ കുറെ സെർവൻസ്. പിന്നെ ഭയങ്കര ബ്യൂട്ടി കോൺഷ്യസ് ഉള്ള ഒരു ലേഡിയാണ് ഇവര്. അപ്പൊ അവര് ഇങ്ങനെ അനക്ക് മരിക്കണ്ടേ പെണ്ണേ എന്നുള്ള ഡയലോഗുമായിട്ട് അവരുടെ അടുത്ത് കയറി ചെല്ലാൻ പറ്റുമോ? അപ്പൊ ഇസ്ലാമിക രാജ്യത്ത് വന്ന് നബി വിമർശനം നടത്താൻ പറഞ്ഞാല് നബിയോട് നേർക്ക് നേരെ ആയിഷ എന്ന് പറയുന്ന കുഞ്ഞു ഭാര്യ ചോദിക്കുകയാണ്, അല്ലെങ്കിലും നിങ്ങളുടെ കാര്യത്തില് കുറച്ച് ധൃതിയുള്ളവനാണല്ലോ പെൺവിഷയത്തിലെ. അതെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല, ശരിയെന്നാ. ശരീരം ദാനം ചെയ്യാൻ വരുന്ന പെണ്ണുങ്ങളെ നിനക്കൊക്കെ വേറെ പണിയൊന്നും ഇല്ലടി എന്ന് ആയിഷ നേരിട്ട് ചോദിക്കുക. അതാണ് ഖദീജ ചോദിച്ചത്. മൊത്തം ചിറകുള്ള ആളാണല്ലേ. എന്നിട്ട് കാരണം അവര് തന്നെ ഇതിനെ വിമർശിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പൊ നബിക്ക് അങ്ങനെ പോകാമെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് മറ്റൊരു പാർട്ട്ണർ ആയിക്കൂടാ? സഫ്വാന്റെ കൂടെ പോയിട്ട് ആയിഷ കാണിച്ചില്ലേ? ഇതൊരു ചാലഞ്ചാ. ഇത് പ്രവാചകന്റെ മണ്ണിലാണ് കാണിച്ചത്, പ്രവാചകൻ ജീവിച്ചിരിക്കുമ്പോ. എനിക്കിതിൽ കാണിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ പറയാൻ പറ്റുന്ന ഉദാഹരണം ഞാനൊരു ചിത്രമായിട്ട് കാണിക്കാം. ഇതാണ് സാധനം. ഒരു കടിക്കുന്ന പേ പിടിച്ചൊരു പട്ടി. ആ പട്ടിയെ നമ്മൾ കെട്ടിയിട്ടിരിക്കുകയാണെന്ന് കൂട്ടാം. ഞാൻ കാർട്ടൂൺ തപ്പിയിട്ട് കിട്ടിയില്ല, അതുകൊണ്ട് തൽക്കാലം തൊടലില്ലാത്തൊരു പട്ടിയാണ്. ഈ പട്ടീനെ കെട്ടിയിട്ടിട്ട് നമ്മളിങ്ങനെ കുരയ്ക്കുമ്പോൾ അടുത്ത ആൾ വന്ന് നിൽക്കും. അപ്പോൾ പട്ടി പറയുകയാണ്, ധൈര്യമുണ്ടെങ്കിൽ കെട്ടഴിച്ച് വിട്ടിട്ട് നീ അവിടെ വന്ന് നിൽക്ക് എന്ന് പറയുന്ന പോലെയാണ് സത്യത്തിൽ. എന്ന് വെച്ചാൽ ഇന്ത്യയിൽ എന്തുകൊണ്ട് ഇസ്ലാമിന് ഈ വിമർശനങ്ങളെ ഇതുപോലെ നേരിടേണ്ടി വരുന്നു, ഇതിങ്ങനെ കണ്ടിട്ട് ഒന്നും ചെയ്യാൻ പറ്റാതെ ഇങ്ങനെ നിൽക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യയിലെ ഈ തൊടലാകുന്ന ഒരു നിയമ സംവിധാനമുണ്ട്. ഇവിടെ ഫ്രീ സ്പീച്ച് അതുപോലെയുള്ള പല പല വിഷയങ്ങൾ അതുള്ളതുകൊണ്ട്, ആ തൊടൽ അവിടെ ഉള്ളതുകൊണ്ടാണ് ഈ പേപ്പട്ടിക്ക് നമ്മൾ കടിക്കാൻ പറ്റാത്തത്, ഇസ്ലാം എന്ന പേപ്പട്ടിക്ക്. അതേസമയം ഇസ്ലാമിക രാജ്യത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ അതിന് ഈ പറയുന്ന ഫ്രീ സ്പീച്ച് എന്ന് പറയുന്നൊരു തൊടലില്ല. അപ്പോൾ അതുകൊണ്ട് പേപ്പട്ടി നമ്മൾ കടിക്കും. അത് തന്നെയാണ് നമ്മൾ പറയാറുള്ളത്. ഇസ്ലാം എന്ന് പറയുന്നത് നല്ല ഒന്നാതരം പേ പിടിച്ചൊരു പേപ്പട്ടിയാണ്. MBS ഉണ്ടല്ലോ, മുഹമ്മദ് ബിൻ സൽമാൻ, അദ്ദേഹത്തെ ഇവരാരെങ്കിലും മുർത്തദാക്കുവോ? സിനിമാ തിയേറ്റർ കൊണ്ടുവന്നില്ലേ? ഫാഷൻ ഡിസൈനിങ്, പരേഡ്, ബാറ് തുടങ്ങി. സ്ത്രീകൾക്ക് അപ്പിക്കുപ്പായം വലിച്ചെറിഞ്ഞോ? ബാങ്ക് വിളിക്കുന്നുണ്ടോ? അതിനകത്ത് മതി. ഇവിടെ അട്ടഹാസങ്ങൾ ഒന്നും വേണ്ട. നബിദിനം അത് ഒന്നും വേണ്ട. നിനക്ക് നിസ്കരിക്കണോ? നിനക്ക് വേണമെങ്കിൽ നീ പോയാ മതി. സ്ത്രീകൾക്ക് എത്ര പഠിക്കണം? പഠിച്ചോ. ജോലി ചെയ്യണോ? ചെയ്തോ. സ്ത്രീകൾക്ക് ഒറ്റയ്ക്ക് സഞ്ചരിക്കണോ? ഒറ്റയ്ക്ക് താമസിക്കണോ? ആ രാജ്യത്ത് തന്നെയാ, അവിടെ നിന്ന് തന്നെയാണ് ഇസ്ലാം മത വിമർശനം തുടങ്ങുന്നത്. ഒരുപക്ഷെ മാനവരിൽ മനോഹരൻ എന്ന് ഈ കാലഘട്ടത്തിൽ നമുക്ക് ഒറ്റ വാക്കിൽ പറയാവുന്ന ആളാണ് ഈ MBS. ജീവിതത്തിൽ പ്രാവർത്തികമാക്കി കാണിച്ചു തരികയാണ് ആ മനുഷ്യൻ. എങ്ങനെയാണ് ഈ അപരിഷ്കൃത ഗോത്ര നിയമം വലിച്ചെറിഞ്ഞിട്ട് യഥാർത്ഥ മാനവരിൽ മനോഹരനാകേണ്ടത് എന്ന് കാണിച്ചു തരികയാണ്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഈ സൗദി അറേബ്യയെ യൂറോപ്പാക്കി മാറ്റുമെന്ന്. യൂറോപ്യൻ രാജ്യങ്ങളാണ് അവരനുകരിക്കുന്നത്. ഇവരിപ്പോഴും പാകിസ്ഥാനെ അഫ്ഗാനെ നോക്കി നടക്കുന്നത് കൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഇതുപോലെയുള്ള വിമർശനങ്ങൾ സ്വാഭാവികമാണ്, ഇവർക്ക് പറയാനൊന്നും അറിയത്തൂല. പല ഇസ്ലാമിക നിയമങ്ങളും നാണക്കേട് ഉണ്ടാക്കുന്നു, അത് പൊളിച്ചെഴുതിക്കൊണ്ടിരിക്കുകയാണ് എന്നുമാണ് പുള്ളി പറഞ്ഞു വെച്ചത്. എന്നുവെച്ചാൽ ഇസ്ലാമിക നിയമങ്ങൾ ശരിയ അതിൻ്റെ ഭാഗമായിട്ടുള്ള നിയമങ്ങൾ മാറ്റുകയാണ് എന്നാണ് പുള്ളി പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോൾ അതെന്തായാലും സംഭവിക്കും. നമുക്കെന്തായാലും ഒരു 10 മിനിറ്റ് കൊണ്ട് ഇത് വൈൻഡപ്പ് ചെയ്യാന്നാണ് വിചാരിക്കുന്നത് ടീച്ചറെ. കുഴപ്പമില്ലല്ലോ? ഇല്ല. അപ്പോൾ നമുക്കൊരു കോൾ എടുക്കാം. ഹലോ. പറയൂ, പേര് പറയൂ. എന്റെ പേര് വർക്കി എന്നാണ്. ഞാന് എടത്വ എന്ന സ്ഥലത്തുനിന്നാണ് വിളിക്കുന്നത്. അപ്പം ഞാൻ താങ്കളുടെ ഈ വീഡിയോകളൊക്കെ പ്രോഗ്രാംസ് ഒക്കെ ഇപ്പം നിരന്തരമായിട്ട് കാണുന്നുണ്ട്. അപ്പൊ എനിക്ക് പറയാനുള്ള, ഞാനൊരു ക്രിസ്തീയ വിശ്വാസിയാണ്.
അപ്പൊ ഞാന് സാധാരണ ഈ കോവിഡ് കാലത്താണ് ഇത് കൂടുതലായിട്ട് കാണാൻ തുടങ്ങിയത്. അപ്പൊ ക്രിസ്തു മതത്തെ കുറിച്ച് എനിക്ക് ഒരു നല്ല വ്യക്തമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാവുന്ന ആളാണ്. എന്നാൽ ഹലോ കേൾക്കാം, പറഞ്ഞോളൂ. എന്നാ മുസ്ലിം മതത്തെ കുറിച്ച് എനിക്ക് വലിയ അറിവ് കുറവായിരുന്നു. എന്നാല് സെബാസ്റ്റ്യൻ പുന്നിക്കൽ ഫിലിപ്പ്, നമ്മുടെ അനിൽ കൊടുത്തോട്ടോ എന്നൊക്കെ പറഞ്ഞ അപ്പോളജിസ്റ്റുകളുടെ അനിൽ അയ്യപ്പൻ എന്നിവരുടെ ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് അവരുടെ സംസാരത്തിൽ എപ്പോഴും പറയാറുണ്ട്, ക്രിസ്ത്യാനികളെ ചൊറിയാൻ വേണ്ടി വന്നു, അതുകൊണ്ട് നമ്മള് ഈ ജാമിദ ടീച്ചർ ഇപ്പൊ പറഞ്ഞതുപോലെ ഇത് അറബിയിൽ എഴുതിയേക്കുന്ന ഈ പുസ്തകം, ഈ ഖുറാൻ ഞങ്ങൾ പഠിച്ച് ഞങ്ങൾ നിർബന്ധിതരായി അതിന്റെ അന്തസത്തുകൾ എന്താണെന്ന് മനസ്സിലാക്കാൻ ഞങ്ങൾ നിർബന്ധിതരായി. അതുകൊണ്ട് ഞങ്ങളുടെ വിശ്വാസവും ആചാരങ്ങളും അനുഷ്ഠാനവും അനുസരിച്ച് വളരെ യേശുക്രിസ്തു ഞങ്ങളെ പഠിപ്പിച്ച സൗമ്യത, സ്നേഹം ഇതൊക്കെ പഠിപ്പിച്ചു ഞങ്ങൾ ജീവിക്കുകയായിരുന്നു. അപ്പൊ ഞങ്ങളെ ചൊറിയാൻ വന്നത് കാരണം കൊണ്ട് ഞങ്ങളുടെ ഒരു കൂട്ടം ആൾക്കാര് ഇത് ഖുറാൻ പഠിച്ച് ഖുറാനെ വിമർശിക്കാൻ തുടങ്ങിയപ്പോഴാണ് എന്നെ പോലൊക്കെയുള്ള ആൾക്കാര് ഖുറാനെ കുറിച്ച് അറിയാനായിട്ട് ഒത്തിരി താല്പര്യരായി. ഞങ്ങൾ ഖുറാന്റെ മലയാളം വിവർത്തനം എടുത്ത് ഞങ്ങൾ നോക്കാൻ തുടങ്ങി. അല്ലാതെ ഞങ്ങൾ സാധാരണ ഒരു ഇസ്ലാമിക വിശ്വാസികളെ പോലെ അല്ല. സത്യത്തിൽ ഞാനൊരു 10-15 വർഷം ഗൾഫിൽ ജോലി ഉണ്ടായിരുന്ന ആളാ. എനിക്ക് ഇസ്ലാം സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. കോമൺ ആയിട്ട് ഇസ്ലാമിക വിശ്വാസികൾ അല്ലെങ്കിൽ ഇസ്ലാം ജനങ്ങൾക്ക് അവർക്ക് ഒരു 70% ആൾക്കാർക്ക് ഇപ്പോഴും ഖുറാൻ അറിയത്തില്ല. നമ്മുടെ ചുറ്റുപാടുകളിലൊക്കെ ആൾക്കാർക്ക് ഖുറാൻ അറിയത്തില്ല. അതേസമയം ഇതുപോലുള്ള അപ്പോളജിസ്റ്റുകൾ ഖുറാനെ കുറിച്ച് പറയാൻ തുടങ്ങിയപ്പോഴാണ് ഖുറാന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. രണ്ടാമത് ഖുറാൻ നന്നായ രീതിയിൽ പഠിച്ച് ആ മതത്തിൽ ജനിച്ച് ജീവിച്ച് വളർന്ന പലവിധ സ്ഥാനങ്ങൾ, അതായത് ഹുദവി എന്നൊക്കെ പറഞ്ഞ പോലുള്ള ഉസ്താദന്മാര് ഓരോ സ്ഥാനങ്ങള്, അംഗീകാരങ്ങള് ആ സമുദായം കൊടുത്തവരിൽ നിന്ന് ഇപ്പൊ എമുക്കളായിട്ടുള്ള നിങ്ങളെ പോലെ ആൾക്കാർ പറയുമ്പോൾ അതിന് കുറച്ചുകൂടെ സത്യസന്ധതയും സുതാര്യതയും കാണുന്നുണ്ട്. നിങ്ങളുടെ മതത്തെ വിമർശിക്കുമ്പോഴും ഇതുപോലെ തന്നെ ആസ്വദിക്കണം. തീർച്ചയായിട്ടും. കാരണം ഞങ്ങളുടെ മതത്തെ വിമർശിക്കുമ്പോൾ ഞങ്ങൾ വെട്ടാനും കുത്താനും ഒന്നും പോകുന്നില്ല. കാരണം എന്താണെന്നറിയാം, ഞങ്ങളെ പഠിച്ചത് എന്താണെന്നറിയാവോ? ഇത് നിങ്ങളുടെ മതത്തെ വിമർശിക്കും. ലോകം പുരോഗമിക്കുന്നതോറും വളരും തോറും മതങ്ങളെ വിമർശിച്ചുകൊണ്ടിരിക്കും. അത് സ്വാഭാവികമാണ് എന്ന് പറഞ്ഞ് വാളെടുത്ത് വെട്ടാൻ യേശുക്രിസ്തു പഠിപ്പിച്ചിട്ടില്ല. അതേസമയം പ്രോഫറ്റ് മുഹമ്മദ് പഠിപ്പിച്ചത് അന്യമതസ്ഥരെ, കാഫിറുകളെ കാണുമ്പോൾ അവരെ വെട്ടാനാ. അതിന്റെ ഒരു പ്രത്യാഘാതമാണ് ജോസഫ് മാസ്റ്ററുടെ കൈവെച്ചത്. അത് ഈ ഇസ്ലാം സമുദായത്തിന്റെ തകർച്ചയ്ക്ക് തുടക്കമാണ്. കാരണം ജോസഫ് മാഷ് കാഫിറാണ് എന്നുള്ളത് കൊണ്ടാണോ കണ്ടടത്ത് വെച്ച് വെട്ടിയത്? ജോസഫ് മാഷ് കാഫിറായത് കൊണ്ടല്ല, ജോസഫ് മാഷ് മുഹമ്മദിനെ മോശമായ രീതിയിൽ വിമർശിച്ചതുകൊണ്ടാണ്. അല്ല, അങ്ങനെ മോശമായ രൂപത്തിൽ വിമർശിച്ചാൽ വെട്ടണമെന്ന് പറഞ്ഞിട്ടുണ്ടോ ഇസ്ലാം? അതെ. മോശമായ രീതിയിൽ വിമർശിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സത്യമതത്തെ വിശ്വസിക്കാത്തവരുടെ കാറ്റഗറിയിൽ പെടുന്നവരാ. അല്ല, സത്യമതത്തെ മതമായി അംഗീകരിക്കാത്ത എല്ലാവരെയും വെട്ടാൻ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ടോ? ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ടെന്നാണ് ഈ ഇസ്ലാമിക വേദങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. താങ്കൾക്ക് മനസ്സിലായിട്ടുള്ള ആ ഭാഗം എന്ന് പറഞ്ഞു. ഞാന് ടീച്ചറെ, വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞ റെഫറൻസ് ഞാൻ എടുത്തിട്ടില്ല. റെഫറൻസ് ഞാൻ പല ബുക്കുകളിലായിട്ട് കുറിച്ച് വെക്കുന്നുണ്ട്. അതായത് അവിശ്വാസിയെയും ഞാൻ ഈ ഫാത്തിക ചൊല്ലുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഫാത്തിക എന്ന് പറയുന്നത് നിങ്ങളുടെ ആ പ്രാർത്ഥനയ്ക്കകത്ത് ഇത് ക്രിസ്ത്യാനികളെയും യഹൂദനെയും ശപിച്ചുകൊണ്ടാണ് ആ പ്രാർത്ഥന. എനിക്ക് അതിന്റെ വ്യക്തത അറിയത്തില്ല. അത് ഞാൻ കേട്ടതനുസരിച്ച് ഫാത്തിക ചൊല്ലുക എന്ന് പറഞ്ഞാൽ ഇവരെ ശപിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയാണ്. അത് നിങ്ങൾക്കത് കുറച്ചുകൂടെ വ്യക്തമായിട്ട് അറിയാം. അല്ല, ഫാത്തിഹ എന്ന് പറഞ്ഞാൽ എന്തോ? അതൊരു ചൊല്ലാണ്, ഒരു പ്രാർത്ഥനയാണ്.
മുസ്ലിങ്ങളുടെ പ്രാർത്ഥനയാണ്, ഒരു പ്രയറാ. ആ പ്രയറിലാണോ ഇവര് ഇങ്ങനെയുള്ളത്? ആ പ്രയറിനകത്തെ ഒരു കണ്ടൻസ് ആണ് ഞാൻ പറഞ്ഞത്, ഇവരെ ചതിക്കുന്നത്. അപ്പൊ ഇവരെ ചതിക്കുന്ന സമയത്ത് ഏതോ ഒരു ആയത്താണ് ഞാൻ പറയുന്നത്, അന്യമത അതായത് സത്യവിശ്വാസികളെ, അതായത് ഒരു ഇസ്ലാം പറയുകയാണ് സത്യവിശ്വാസത്തിൽ വിശ്വസിക്കുക, അതായത് പ്രോഫറ്റ് മുഹമ്മദ് പറയുകയാണ് സത്യമതത്തിൽ വിശ്വസിക്കാത്തവരെ അവരെ കാണുന്നിടത്ത് വെച്ച് വെട്ടിക്കളയുക എന്ന് പറഞ്ഞ സത്യമതത്തിൽ വിശ്വസിക്കാത്തവര് എന്റെ കണക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ കാഫിറുകള്. അല്ല ബ്രദറെ, അങ്ങനെ എവിടെയാ പറഞ്ഞത് സത്യമതത്തിൽ വിശ്വസിക്കാത്തവരെ കാണുന്നിടത്ത് വെച്ച് വെട്ടാൻ? അങ്ങനാണ് മുഹമ്മദ് പഠിപ്പിച്ചെന്നാണ് ഞാൻ ഒരു ടീച്ചറെ ഞാൻ പറഞ്ഞത്. നമ്മള് ഒരു വിഷയത്തെ സംബന്ധിച്ച് ഒരു ആരോപണം ഉന്നയിക്കുമ്പോഴേ അത് വസ്തുനിഷ്ഠമായിരിക്കണം. ഞാനൊക്കെ വിമർശിക്കുന്നത് എപ്പോഴും അടിസ്ഥാനപരമായ തെളിവുകൾ വെച്ചിട്ടാണ്. സത്യമതത്തിൽ വിശ്വസിക്കാത്ത ആളുകളെ ഒക്കെ കണ്ടിടത്ത് വെച്ച് വെട്ടിക്കൊല്ലാൻ പറഞ്ഞെങ്കിൽ ഈ അറേബ്യൻ കൺട്രീസിലൊന്നും സത്യമതത്തെ വിശ്വസിക്കാത്ത എത്രയോ ആളുകളുണ്ട്, അവരെയൊക്കെ അങ്ങ് വെട്ടണ്ടേ? അവരെ വെട്ടണം. അവരെ വെട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആവശ്യം വന്നു കഴിഞ്ഞാൽ അവര് വെട്ടിക്കളയും. വെട്ടിക്കളയുക എന്ന് പറഞ്ഞാൽ ഇന്ന് സത്യമതത്തിൽ വിശ്വസിക്കാത്ത കാഫിറുകളായിട്ടുള്ള ഹിന്ദുവിനും ക്രിസ്ത്യാനികൾക്കും അറേബ്യൻ രാജ്യങ്ങളിൽ ജോലി കൊടുക്കുമെന്ന് പറഞ്ഞാൽ അവർക്ക് പര്യാപ്തമായിട്ടുള്ള അവരുടെ സത്യവിശ്വാസികൾ അവർക്ക് അവിടെ ലഭ്യമാകുന്നില്ല. ഇനി അവർക്ക് നാളെ അവർക്കത് ലഭ്യമാകുകയാണെന്നുണ്ടെങ്കിൽ അവരെയൊക്കെ ഡീപ്പോർട്ട് ചെയ്യും. ടീച്ചർ, എനിക്ക് തോന്നുന്നു ഇത് നമ്മൾ പറഞ്ഞു തന്നെ ആവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരുന്നു. നമുക്ക് അദ്ദേഹത്തെ ഡിസ്കണക്ട് ചെയ്യാം അത് കഴിയുമ്പോൾ. ഹലോ, ടീച്ചറോടാണ്. ടീച്ചർ കേട്ടിരുന്നോ? ഹലോ പറഞ്ഞോളൂ. അല്ല, ഞാൻ പറയായിരുന്നു ടീച്ചർ അതൊന്ന് അദ്ദേഹത്തിന് ക്ലിയർ ചെയ്ത് കൊടുത്താൽ നമുക്ക് അടുത്ത ആളിലേക്ക്. അദ്ദേഹം കോളിലുണ്ടല്ലേ? ഓക്കെ ബ്രദറെ, ഇപ്പൊ നമ്മള് ഇസ്ലാമിനെ വിമർശിക്കുമ്പോൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നു. ഞാനൊരു കാര്യം കൂടെ പറയാം, അത് കഴിഞ്ഞ ശേഷം എനിക്കത് വിശദീകരണം തരിക. ബ്രദറെ, ഞങ്ങളുടെ സമയം ഒരുപാട് വൈകിപ്പോയി. ഇപ്പൊ കണ്ടില്ലേ, 2.5 മണിക്കൂർ ആകാൻ പോകുന്നു. ടൈം ഒരുപാട് പോയി. അപ്പൊ എനിക്ക് പറയാനുള്ളത് 2 മിനിറ്റ് ഞാൻ കൺക്ലൂഡ് ചെയ്യും. 1 മിനിറ്റ് ഞാൻ കൺക്ലൂഡ് ചെയ്ത് തരാം. 1 മിനിറ്റില് 60 സെക്കൻഡ്. ഞാൻ പറഞ്ഞത് എനിക്ക് ഖുറാനിൽ പരിജ്ഞാനമില്ല. നിങ്ങളെ പോലൊക്കെയുള്ള ആൾക്കാർ വന്ന് പറഞ്ഞ് കേട്ട അറിവ് വെച്ചാണ് ഞാൻ പറയുന്നത്. എനിക്ക് ഖുറാൻ ഞാൻ ഇപ്പൊ മേടിച്ചു വെച്ചേക്കുക. ഒരു മലയാളം ഖുറാൻ ഞാൻ മേടിച്ചു വെച്ചേക്കുക. ഇപ്പൊ വർക്കിച്ചായ അപ്പം അച്ചായ മനസ്സിലാക്കേണ്ടത്, ഇതിപ്പോ ഇസ്ലാം മതത്തെ കുറിച്ച് പഠിച്ച ആളുകളാണ്. ആ ഇസ്ലാം മതത്തിൽ നിന്നും ഇസ്ലാം മതത്തിൽ നിന്നും ആയി വന്ന ഞങ്ങൾ രണ്ടുപേരും ആ മതത്തെ ഉപേക്ഷിച്ചവരാണ്. അതുകൊണ്ടാണ് ആ മതം, കാരണം ഞങ്ങളുടെ ഫാമിലി ഒക്കെ ഉള്ളത് ഈ മതത്തിലാണ്. നമുക്ക് മധുരമുള്ള ഒരു ആപ്പിള് കിട്ടിയാൽ നമ്മൾ നമ്മുടെ കുടുംബത്തിലുള്ളവർക്ക് തന്നെയല്ലേ കൊടുക്കുക. അതുകൊണ്ട് നമ്മൾ അവരെയാണ് ബോധവൽക്കരണം ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇസ്ലാം ഇങ്ങനെയാണ്, ഇസ്ലാം അങ്ങനെ. ഇതേപോലെ ബൈബിളിനെ ക്രിട്ടിസൈസ് ചെയ്യുന്ന ഞങ്ങളുടെ ഇതേപോലെയുള്ള സമാനമായ ഗ്രൂപ്പുകളുണ്ട്. ആ ഗ്രൂപ്പുകളിൽ ചെന്നിട്ടാണ് വർക്കിച്ചായൻ ഇങ്ങനെ പറയുന്നതെങ്കിൽ ഓക്കെ, നമുക്കതിനെ സ്വാഗതം ചെയ്യാം. കാരണം ഇസ്ലാമിനെ വിമർശിക്കുന്നത് വസ്തുനിഷ്ഠമായിട്ട്, നിങ്ങൾ ബൈബിളിനെയും വേദങ്ങളെയും അതല്ലെങ്കിൽ ഉത്തമഗീതത്തെയും ഇതൊക്കെ വെച്ചിട്ട് നിങ്ങളൊന്ന് വിമർശിക്കൂ, ഓക്കെ എന്നാ അതിന് വർക്കിച്ചായന് തീർച്ചയായിട്ടും അവിടെ വർക്കിച്ചായന് ഒരു സ്കോപ്പ് ഉണ്ടാകും. ഇവിടെ ഇസ്ലാം മതവിശ്വാസികളെ പറയുമ്പോൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയും നമ്മുടേത് മാത്രം പത്തനമാറ്റാണ് എന്ന് പറയുകയും ചെയ്തതിനോട് താല്പര്യമില്ല. ഇസ്ലാം മതവിശ്വാസികളെ വിമർശിക്കാൻ ഒരു കാലത്ത് ജനങ്ങൾ ഭയപ്പെട്ടിരുന്നു. അവർക്ക് ഇസ്ലാം മതത്തിന്റെ പോരായ്മകളെല്ലാം പറഞ്ഞു വെച്ചെങ്കിൽ ജോസഫ് മാഷെ വെട്ടുകയും അതിനുശേഷം ഇവിടെ ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റുകള് വ്യക്തമായിട്ട് പറയാൻ തുടങ്ങി. ഇപ്പൊ ഞങ്ങളുടെ ഭീതി മാറി. അതിന് പ്രധാന കാരണങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ പോലെ ഇസ്ലാമിസ്റ്റുകളിൽ നിന്ന് വന്നിട്ടുള്ള എമുക്കളാണ് അതിന് പ്രധാനമായ കാരണം സത്യസന്ധമായി വ്യക്തമായിട്ട് ഖുറാനെ കുറിച്ച് ഞങ്ങൾ മനസ്സിലാക്കി തന്നു. ഞങ്ങൾ ഖുറാൻ വായിക്കുന്നു. ഇപ്പൊ ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഞങ്ങളുടെ ക്രിസ്ത്യാനികളെ വിമർശിക്കുകയോ ഇപ്പൊ നിങ്ങളുടെ ഉസ്താദന്മാര്, നിങ്ങളെന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ ഉസ്താദന്മാര് ഞങ്ങളുടെ യേശുക്രിസ്തു വ്യഭിചാരപുത്രനാണെന്നും അങ്ങനാണെന്നും ഇങ്ങനാണെന്നും ഒക്കെ പറഞ്ഞ് വളരെ മ്ലേച്ഛമായ സ്റ്റേറ്റ്മെന്റുകൾ നടത്തുന്നുണ്ട്. ഞങ്ങൾ ആരെയും വെട്ടാനും കുത്താനും സമരം ചെയ്യാനും ഇതിനൊന്നും പോകുന്നില്ല. പക്ഷെ ഇസ്ലാമിലാണ് ഞാൻ
വർക്കിച്ചായ, നിങ്ങള് ഞങ്ങളുടെയൊക്കെ പ്രഭാഷണങ്ങൾ കേട്ടിട്ട് വളരെ എക്സൈറ്റഡ് ആയി. അറബിയിലായിരുന്ന ഖുർആനൊക്കെ നിങ്ങൾ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിച്ചു. ഒരു ഖുർആൻ പരിഭാഷയൊക്കെ വാങ്ങി വെച്ചിട്ട് അതിന്റെ മലയാളം മനസ്സിലാക്കാൻ ശ്രമിച്ചു. ശരി, ഇതൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളമോ ഡോക്ടർ ആരിഫിനെ സംബന്ധിച്ചിടത്തോളമോ സന്തോഷമുണ്ടാക്കുന്ന കാര്യമല്ല. കാരണം നിങ്ങൾ ഇതിനകത്ത് വിശ്വസിച്ചാലും വിശ്വസിച്ചിട്ടില്ലെങ്കിലും സമൂഹം ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകും. മറിച്ച് ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ ഒരു വ്യക്തി പറയുന്നു, നിങ്ങൾ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് കുറെ ബോധം ഉണ്ടായി കേട്ടോ, ഓക്കെ. കാരണം ആ പൊട്ടക്കിണറ്റിൽ നിന്നും അവരെ വിളിച്ചു കൊണ്ട് മുകളിലോട്ട് കൊണ്ടുവരാൻ സാധിച്ചു. മിന്നാമിനിങ്ങിന്റെ നുറുങ്ങുവെട്ടം പോലെ. ആം ഐ റൈറ്റ് ഡോക്ടർ? ജാമിദ ടീച്ചറെ, ഞങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഖുർആൻ അറിയാനും ഖുർആന്റെ സത്യങ്ങളെ മനസ്സിലാക്കാനും ഞങ്ങൾക്ക് സത്യത്തിൽ ഒരല്പം പോലും യഥാർത്ഥ ക്രിസ്ത്യാനികൾക്ക് ആഗ്രഹമില്ല. കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ വിശ്വാസമായിട്ട് ഞങ്ങൾ മനുഷ്യന് പ്രയോജനകരമായ രീതിയിൽ യേശുക്രിസ്തു ഞങ്ങളെ പഠിപ്പിച്ച രീതിയിൽ പോകണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അത് തെറ്റോ ശരിയോ എന്ന് ഞങ്ങൾ വിശ്വാസികളോട് വിശ്വാസത്തിന്റെ ഭാഗത്തോട് ചോദിച്ചാൽ ഞങ്ങൾ മനസ്സിലാക്കാം. ഞങ്ങളുടെ അനുഭവം ഞങ്ങൾക്ക് മുസ്ലിംസിനെ വിമർശിക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമില്ല. പക്ഷെങ്കിൽ മുസ്ലിംസ് ഞങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെട്ടു. അവർക്ക് അവരുടെ കാര്യം നോക്കി ദെയർ മൈൻഡ് ദെയർ ഓൺ ബിസിനസ് ആയി നോക്കി പോയച്ചാൽ മതിയായിരുന്നു. പക്ഷെങ്കിൽ അവര് മറ്റു മതത്തെ ചൊറിയാൻ വന്നതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പൊ മാന്താൻ തുടങ്ങുന്നത്. ഞങ്ങളെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഈ മതം അത് ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ് ഉണ്ടായത്. കാരണം ഞങ്ങളൊരു അന്യ ഭാഷ പഠിച്ചിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ ഇതിന്റെ അന്തസത്തകൾ മനസ്സിലാക്കുന്നത്. ക്ലിയർ. അപ്പൊ എന്തായാലും താങ്കൾ പറഞ്ഞതിലെ ആ ഒരു സ്പിരിറ്റ് നമ്മൾ ഉൾക്കൊള്ളുന്നു. അപ്പോൾ നമുക്ക് പറയാനുള്ളത്, ഇപ്പോൾ ടീച്ചർ പറയാൻ ശ്രമിച്ചതും ഇതാണ്. ഇപ്പോൾ നമ്മളെങ്ങനെയാണോ എക്സ് മുസ്ലിങ്ങളായിട്ട് ഇതിനെയൊക്കെ കാണുന്നത്, അതേപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ മതത്തെയും ഇപ്പോൾ പറഞ്ഞ ലക്ഷ്യമല്ലാതെ ഇങ്ങനെ ഒരു അഡീഷണൽ ലക്ഷ്യം കൂടി നിങ്ങൾ വെച്ച് മതാതീതമായിട്ട് ചിന്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം എന്നും കൂടിയാണ് നമ്മൾ പറഞ്ഞു വെക്കുന്നത്. ഈ ഒരു ഒന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ പ്ലീസ് കംപ്ലീറ്റ് ചെയ്യട്ടെ. ആരിഫിന് വേണ്ടിയും ജാമിദ ടീച്ചർക്ക് വേണ്ടിയിട്ടും ഞങ്ങളുടെ ക്രിസ്തീയ പ്രമാണം അനുസരിച്ച് പ്രാർത്ഥിക്കുന്നവരാണ്. കാരണം നിങ്ങൾക്ക് ശരിയായ രീതിയിൽ ഇതിന്റെ സത്യം മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ, അതായത് ഈ ഇസ്ലാം സമുദായത്തിലുള്ള മറ്റ് ആൾക്കാർക്ക് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കി കൊടുക്കാൻ നിങ്ങളുടെ അള്ളാഹു ഹിദായത്ത് വരട്ടെ എന്നാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. വളരെ സന്തോഷം വർദ്ധിച്ചായ, ഇപ്പോഴാണ് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലായത്. എന്തായാലും പടച്ചൻ വിചാരിച്ച ഹിദായത്ത് എന്താണെങ്കിലും തരും. വീണ്ടും വിളിക്കുക. വളരെ സന്തോഷം. താങ്ക് യു. അൽഹംദുലില്ലാഹ്, ബിസ്മില്ലാഹിർ റഹ്മത്തുള്ളാഹി, അല്ലാഹു അക്ബർ. അതെ, പൂമീൻ ആൻഡ് അൽഫഹമ്മദില്ല. ഓക്കെ, അപ്പം ഞാൻ നമുക്കിനി കോളറിലേക്ക് പോയി നീണ്ടുപോകും. എന്ത് വേണം? നമുക്കിനി അടുത്ത വ്യാഴാഴ്ച ആകട്ടെ, അടുത്ത വ്യാഴാഴ്ച കാണാം. അപ്പോൾ വീണ്ടും നമ്മൾ വിഷയങ്ങൾ ഇതുപോലെ വീണ്ടും വരുമല്ലോ. അപ്പോൾ അടുത്ത ആഴ്ച നമുക്ക് ഏത് വിഷയമാണ് എടുക്കേണ്ടത്? ടീച്ചർ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ പറയാം, ഇല്ലെങ്കിൽ വിവാഹത്തെ സംബന്ധിച്ചിട്ടല്ലേ നമ്മൾ എടുത്തോണ്ടിരിക്കുന്നത്. ആയിഷ കഴിഞ്ഞു, ഖദീജ കഴിഞ്ഞു. അടുത്ത ദിവസം നമുക്ക് സൈനബിനെ എടുക്കാം, നമ്മളുടെ വളർത്തുപുത്രൻ്റെ ഭാര്യയുടെ വിഷയങ്ങൾ. ഓക്കെ, അപ്പോൾ എന്തായാലും ഇതൊക്കെ നമ്മൾ ബ്രഷ് ചെയ്ത് നമ്മൾ വീണ്ടും മുന്നോട്ട് വരികയാണ്. അപ്പോൾ നമ്മളോടൊപ്പം ആ തിരക്കിൻ്റെ ഇടയിലാണെങ്കിലും ടീച്ചർ പോയി ആണെങ്കിൽ രണ്ടാമത് വരാൻ കാണിച്ച മനസ്സ് നമ്മൾ കാണുകയാണ്. അപ്പോൾ എന്തായാലും ജോയിൻ ചെയ്തതിന് നന്ദി. നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കാണാം. അപ്പോൾ ടീച്ചർക്ക് വിടാം. അത് കഴിഞ്ഞ് ഞാൻ 1-2 കാര്യം പറഞ്ഞ് ഇവിടെ ഞാൻ അവസാനിപ്പിക്കാം. താങ്ക് യു. സന്തോഷം. ശുഭരാത്രി. ഇതിൻ്റെ കോപ്പി ഡൗൺലോഡ് ചെയ്ത് ടീച്ചർ ഇതിലിടാം. ഞാൻ നോക്കിയിട്ട് കണ്ടില്ല, ലൈവ് പോകണമായിട്ട് കണ്ടില്ല, എന്തോ ഒരു ഇഷ്യൂ ആണ്. അപ്പോൾ നമുക്ക് ചെയ്യാം, നോ പ്രോബ്ലം. ബൈ. അപ്പോൾ അതാണ് കാര്യം. നമ്മളിനി കോളിലേക്ക് പോകുന്നില്ല, നമ്മളിനി നീണ്ടു പോകും. എനിക്ക് നല്ല വിശപ്പുണ്ട്. എൻ്റെ ബിരിയാണി ഇത് 1 മിനിറ്റിൽ ഇവിടെ എത്തും. അപ്പോൾ അതുകൊണ്ട് നമ്മളിനി കൂടുതലൊന്നും പറയാതെ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മളുടെ ചാനൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹമുള്ള ആളുകൾക്ക് അതിനുള്ള ഓപ്ഷൻസ് ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനിലൊക്കെ ഉള്ളത് നിങ്ങൾ ഉപയോഗിക്കുക. നമ്മുടെ പുതിയ ചാനലിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമ്മളിവിടെ പങ്കുവെക്കുന്നുണ്ട്, ചാനൽ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കാണുക. പിന്നെ നമുക്ക് വീണ്ടും നാളെ നമ്മളുടെ സാധാരണ ജസീമുമായിട്ടുള്ള പൊക്കിരി ആയിട്ടുള്ള നമ്മളുടെ ലൈവ് നാളെ ഉണ്ടാവും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഭാഗമാകാം. അപ്പോൾ അതിൽ കോളിംഗ് ആയിരിക്കില്ല, കുറവായിരിക്കും. നമ്മൾ നേരെ വീഡിയോ ആണ്. അപ്പോൾ ഏത് വേണമെന്നുള്ളതും കൂടി നിങ്ങളൊന്ന് പറഞ്ഞു. നമുക്ക് ഇങ്ങനെ ചെയ്യണമെങ്കിൽ ഇങ്ങനെയും ചെയ്യാം, രണ്ടും നമുക്ക് നടക്കും. അപ്പോൾ തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുന്നു. ബാക്കി നമുക്ക് നാളെ പാക്കലാം. സോ എല്ലാവർക്കും ഒരു ഗുഡ് നൈറ്റ്, ശുഭരാത്രി. നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും
ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.